എല്ലാവർക്കും നമസ്കാരം. കേൾക്കാലോ അല്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ. സഹകരണ വീക്ഷണത്തിന്റെ 19ാമത് ഒരു ക്ലാസ്സാണ് ഇന്നിപ്പം നടക്കുന്നത്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പൊതുവെ നമുക്കാർക്കും കിട്ടാൻ സാധ്യതയില്ലാത്ത, കിട്ടിയിട്ടില്ലാത്ത ഒരു വിഷയമാണ് ഇത്തവണ സഹകരണ വീക്ഷണം തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇൻഷുറൻസ് പോളിസികളുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്. പലപ്പോഴും നമ്മളെല്ലാവരും നമ്മുടെ സംഘം ഫയർ ആൻഡ് ബൾഗറി പോളിസി ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇൻഷുറൻസിന്റെ സാധ്യതകളെ കുറിച്ച് നമ്മളാരും ചിന്തപോലും ഇല്ല എന്നുള്ളതാണ് സത്യം. ഓരോ വർഷവും റിന്യൂവലാവുന്ന ദിവസം നോട്ട് ചെയ്ത് വെച്ച് അതിനു മുമ്പായിട്ട് അത് റിന്യൂ ചെയ്തു പോവുക എന്നതിനപ്പുറത്തേക്ക് അതിന്റെ സാധ്യതകളോ അല്ലെങ്കിൽ മറ്റു വശങ്ങളെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കാറേ ഇല്ല. ഇപ്പൊ സ്റ്റേറ്റ് ഇൻഷുറൻസിന്റെ ഒരു ഇടപെടൽ വന്നതോടുകൂടി ആ സ്റ്റേറ്റ് ഇൻഷുറൻസ് അപ്രൂവ് ചെയ്യുന്ന ഏജൻസികൾക്കാണോ നമ്മൾ കൊടുക്കുന്നത് എന്നും കൂടെ കൂടുതലായിട്ട് ചിലപ്പോൾ നോക്കുന്നുണ്ടാവും. ഓരോ ബ്രാഞ്ചുകളും ഇൻഷുർ ചെയ്യുന്നതിന് പകരം ബാങ്കേഴ്സ് ഇൻഡെംനിറ്റി പോളിസി ചെയ്യുന്ന എത്ര സംഘങ്ങൾ നമ്മുടെ ഇടയിൽ ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്കറിയില്ല. പക്ഷെ സംഘത്തിന്റെ ചെലവുകൾ ഗണ്യമായ രീതിയിൽ കുറയ്ക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് നമ്മുടെ അടുത്തുണ്ട്. കൂടാതെയാണ് ഇപ്പോൾ നമ്മുടെ അംഗങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന പരിരക്ഷകൾ, നമ്മുടെ ലോൺ സ്കീമുകളിൽ നമുക്ക് അവരെ ഇൻഷുർ ചെയ്തുകൊണ്ട് നമ്മുടെ ബാധ്യത എത്രമാത്രം, ഇപ്പം റിസ്ക് ഫണ്ട് എന്നതിനപ്പുറത്തേക്ക് പെട്ടെന്ന് മരണം സംഭവിച്ചാൽ നമുക്കൊന്നും കിട്ടാത്തൊരു സാഹചര്യത്തിൽ ഒരു ചെറിയ എമൗണ്ട് പ്രീമിയം മേടിച്ചുകൊണ്ട് അവർക്ക് നമുക്ക് എത്ര ചെയ്യാൻ പറ്റും എന്നുള്ള ഒത്തിരിയേറെ ബിസിനസ് സാധ്യതകൾ നമ്മുടെ മുന്നിലുള്ള ഒരു മേഖലയാണ് ഈ പറയുന്ന ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇപ്പം കോർപ്പറേറ്റ് ഏജൻസി ഉള്ള സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകൾ വിരളമായിരിക്കാം. പക്ഷെ ഈ കോർപ്പറേറ്റ് ഏജൻസിഷിപ്പ് ഉള്ള ഞങ്ങളുടെ ബാങ്ക് കൊട്ടേഷൻ എടുക്കുന്ന സമയത്ത് ഈ പറയുന്ന ബ്രോക്കിംഗ് ഏജൻസ് വഴി എടുക്കുന്ന കൊട്ടേഷൻ പലപ്പോഴും നമ്മുടെ കമ്മീഷൻ നമ്മൾ ഇങ്ങോട്ട് എടുത്താൽ പോലും അതിനേക്കാളും കുറഞ്ഞ റേറ്റിൽ നമുക്ക് ബ്രോക്കിംഗ് ഏജൻസികൾ തരുന്നുണ്ട്. കൂടാതെ അവരുടെ സർവീസും നമുക്കൊരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ അവരവിടെയുണ്ട്. അപ്പം ഈ ഇൻഷുറൻസ് ബ്രോക്കിംഗ് കമ്പനികളുടെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അങ്ങനെ ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള എയിംസ് ഇൻഷുറൻസ് ബ്രോക്കിംഗ് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള നല്ല സ്ഥാപനം നടത്തുന്ന വിശ്വനാഥൻ ഓടാട്ട് സാറാണ് ഇന്ന് നമുക്കായിട്ട് ക്ലാസ് എടുക്കാനായിട്ട് വന്നിരിക്കുന്നത്. വിശ്വനാഥ് സാർ ഈ മേഖലയിൽ ഇനി ഇതിനപ്പുറത്തേക്ക് നമുക്ക് ഒരു സംശയ നിവാരണത്തിന് ഒരു പോയിന്റ് ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം ഇൻഷുറൻസ് അറിയേണ്ടതെല്ലാം എന്നുള്ളൊരു കൈപ്പുസ്തകം ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. കൂടാതെ പല മാഗസിൻസ് ആയാലും അത് മനോരമ, മാതൃഭൂമിയിലുള്ള പ്രസിദ്ധീകരണങ്ങളിലെല്ലാം ഇൻഷുറൻസ് സംബന്ധമായുള്ള ധാരാളം ലേഖനങ്ങൾ എഴുതിയിട്ടുള്ള വിശ്വനാഥ് സാറിനെയാണ് നമുക്ക് ഇന്ന് ഈ ട്രെയിനിങ്ങിനായിട്ട് കിട്ടിയിട്ടുള്ള ഈ അവസരം എല്ലാ സഹകാരികളും പരമാവധി വിനിയോഗിക്കാനും നിങ്ങളുടെ സംശയ ദൂരീകരണം നടത്താനും അതുപോലെ തന്നെ ഇൻഷുറൻസിന്റെ വിവിധ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനും ഇന്നത്തെ ഈ മീറ്റിങ്ങിലൂടെ, ഈ ഒരു ക്ലാസ്സിലൂടെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിശ്വനാഥ് സാറിനെ ഏറ്റവും സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഞങ്ങൾ ഈ സഹകരണ വീക്ഷണത്തിന്റെ കൂട്ടായ്മയിലേക്ക് ഇന്നത്തെ ട്രെയിനിങ് നടത്തുന്നതിനായിട്ട് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എനിക്ക് തന്നിട്ടുള്ള സബ്ജക്ട് സഹകാരി സുരക്ഷ ഇൻഷുറൻസ് പദ്ധതികളെ കുറിച്ചാണ്. അപ്പൊ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച സഹകരണ വീക്ഷണത്തിന്റെ ഭാരവാഹികൾക്ക് ആദ്യമായിട്ട് നന്ദി പറയാണ്. കാരണം ഈ അറിവ് എന്നുള്ളത് എവിടെയും അവസാനിക്കാത്ത, അതിനൊരു നെവർ എൻഡിങ് പ്രോസസ്സാണ് ഈ അറിവ്. അപ്പൊ സാറ് പറഞ്ഞു ഇൻഷുറൻസിനെ കുറിച്ച് ഒരുപാട് അറിവിനേക്കാൾ ഉള്ള അറിവ് മറ്റുള്ളവരേക്ക് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ പകർന്നു കൊടുക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് കഴിഞ്ഞ ഒരു 40 വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇവിടെയും ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ഈ പരിപാടിയുടെ ഒരു നട്ഷല് ഞാൻ ആദ്യം പറയാം. അപ്പൊ നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഇന്നത്തെ ഈ 2 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇൻഷുറൻസ് ഒരു വലിയ സബ്ജക്റ്റാണ്. മാത്രമല്ല ഒരുപാട് പ്രോഡക്ട്സും പോളിസികളും ഒക്കെ ഉള്ളതാണ്. അപ്പൊ സഹകരണ മേഖലയ്ക്ക് വേണ്ട പ്രോഡക്ട്സിനെ മാത്രം ടച്ച് ചെയ്തിട്ടാണ് ഇന്നത്തെ വിഷയം. ഇൻഷുറൻസിന്റെ അടിസ്ഥാന തത്വങ്ങള്, വിവിധ തരം കമ്പനികൾ, പോളിസികൾ, കവർ ചെയ്യുന്ന റിസ്കുകൾ, ഒഴിവാക്കപ്പെട്ടിട്ടുള്ള റിസ്കുകൾ, ക്ലെയിം ചെയ്യേണ്ട വിധം, ലോൺ പ്രൊട്ടക്ടർ, ഇപ്പൊ ലോൺ കൊടുക്കുന്ന ആളുകൾക്കുള്ള പ്രൊട്ടക്ടർ പോളിസികൾ ഏതെല്ലാമാണ്, ഗ്രാമീണ ഇൻഷുറൻസ് പോളിസി, കൃഷി അല്ലെങ്കിൽ കന്നുകാലി പോലുള്ള, പിന്നെ പോളിസി ഇൻഷുറൻസ് കമ്പനി എങ്ങനെ തിരഞ്ഞെടുക്കണം, എത്ര തുകയ്ക്കാണ് ഇൻഷുർ ചെയ്യേണ്ടത്, ശരിയായി ഇൻഷുർ ചെയ്യുമ്പോൾ ഒരു ഇൻഷുറൻസ് പ്രൊഫഷണലിനെ, ഇപ്പൊ സാറ് നേരത്തെ പറഞ്ഞ മാതിരി ഒരു എങ്ങനെ തിരഞ്ഞെടുക്കണം, അവർക്ക് എന്തൊക്കെ ക്വാളിറ്റികൾ ഉണ്ടായിരിക്കണം, പിന്നെ കസ്റ്റമൈസ് ചെയ്ത പോളിസികൾ, അത് ഈ മേഖലയിലേക്ക് കുറച്ച് പ്രോഡക്ട്സ് ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്.
അതിന്റെ ഏകദേശ പ്രീമിയം നിരക്കുകളൊക്കെ ഇന്ന് ഇവിടെ ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇന്നത്തെ ഈ ട്രെയിനിങ്ങിന്റെ ഈ ഒരു PPT ഇതൊരു 77 മറ്റേ സ്ലൈഡ്സ് ഉണ്ട് ഇന്നത്തെ PPT-യില്. അപ്പൊ ചില ഭാഗങ്ങൾ ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകും, അല്ലെങ്കിൽ നമ്മളുടെ ഈ 2 മണിക്കൂർ തീരില്ല. അപ്പൊ ആർക്കെങ്കിലും ഇതിൽ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഏറ്റവും അവസാനം നമുക്ക് ചോദ്യം ഉത്തരം എന്നുള്ള ഒരു സെഷൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങൾ ആർക്കെങ്കിലും അവസാനം ബാക്കി നിൽപ്പുണ്ടെങ്കിൽ പിന്നീട് എൻ്റെ നമ്പറും കാര്യങ്ങളും ഇമെയിൽ ID ഒക്കെ ഷെയർ ചെയ്യാം. എന്ത് കാര്യങ്ങളും അയച്ചോളൂ, അല്ലെങ്കിൽ ചോദിച്ചോളൂ, നമുക്ക് സംശയങ്ങൾ തീർക്കാം. പ്രത്യേകിച്ച് നിങ്ങളുടെ ക്ലെയിം സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിലു വരെ ഞങ്ങൾ ഒരു കൺസൾട്ടൻസി ഫീസ് ഒന്നും വാങ്ങിക്കാതെ തന്നെ ഈ ഒരു ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും അത് സൗജന്യമായിട്ട് തരുന്നതുമാണ്. അപ്പൊ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം അല്ലേ സർ? ഓക്കെ, ഓക്കെ. അപ്പൊ ഇൻഷുറൻസിന്റെ അടിസ്ഥാന തത്വങ്ങളാണെന്ന് ഫസ്റ്റ് പോയിന്റ്. ഇൻഷുറൻസ് ഒരു കോൺട്രാക്ട് ആണ്. ഇത് ഇംഗ്ലീഷിലാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞാൻ സംസാരിക്കുന്നത് എല്ലാം മലയാളത്തിലായതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ PPT ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് വളരെ എപ്പോ വേണമെങ്കിൽ റെഫർ ചെയ്യുകയും ചെയ്യാം ഇതിലെ കാര്യങ്ങളൊക്കെ. ഇൻഷുറൻസ് ഒരു കരാറാണ്. അതിൽ 2 ആളുകളാണ്. ഒന്ന് ഇൻഷുറൻസ് കമ്പനി, ഒന്ന് ഇൻഷുർ ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം. ഇൻഷുറൻസ് മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 57 ഇൻഷുറൻസ് കമ്പനികളുണ്ട്. 24 എണ്ണം ലൈഫ് ഇൻഷുറൻസ് കമ്പനികളാണ്, 37 എണ്ണം നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികളാണ്. ഇന്ത്യൻ ഇൻഷുറൻസ് വിപണിയിൽ പ്രധാനമായിട്ടും ഉള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണെങ്കിൽ, ഒന്ന് ഏജൻസ് ആണ്, അത് പഴയ കാലം മുതലേ ഉണ്ട്. ബ്രോക്കേഴ്സ് 2002 മുതൽ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് ഉണ്ട്. പിന്നെ ബാങ്ക് ഇൻഷുറൻസ് ചാനലുണ്ട്. അതുപോലെ കോർപ്പറേറ്റ് ഏജൻസ്, ഇൻഷുറൻസ് മാർക്കറ്റിംഗ് ഫേംസ്, സർവേയേഴ്സ്, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഇങ്ങനെയുള്ള കുറെ ആളുകൾ ചേർന്നിട്ടുള്ളതാണ് ഈ ഒരു മാർക്കറ്റ്. സാധാരണ രീതിയിൽ ഒരു പ്രപ്പോസൽ, ഇപ്പൊ നമ്മൾ ഏതൊരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യുകയാണെങ്കിലും പ്രപ്പോസൽ ഫോം നിർബന്ധമാണ്. പ്രപ്പോസൽ ഫോമിലാണ് നമ്മൾ ഒരു റിക്വസ്റ്റ് കൊടുക്കുക ഇൻഷുറൻസ് കമ്പനിക്ക്. അപ്പൊ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ട്രാൻസ്പെറന്റ് ആയിരിക്കണം, സത്യസന്ധമായിരിക്കണം, സുതാര്യമായിരിക്കണം. എന്നാലേ നമുക്ക് ഒരു നല്ല പോളിസി കിട്ടുള്ളൂ. നല്ല പോളിസി എടുത്താലേ ഒരു നന്നായിട്ട് ക്ലെയിം കിട്ടാനും പറ്റുള്ളൂ. അതിലെന്തെങ്കിലും പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ക്ലെയിമിനെ ബാധിക്കും. മാത്രമല്ല ഈ പോളിസിയിൽ പറയുന്ന കാര്യങ്ങളെയാണ് നമ്മൾ പോളിസി വേർഡിങ്സ് അല്ലെങ്കിൽ ഈ കോൺട്രാക്റ്റിലെ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കണ്ടീഷൻസ് സത്യത്തിൽ ആരും അങ്ങനെ വായിച്ചു നോക്കില്ല. ഇൻഷുറൻസിന്റെ പോളിസിയൊക്കെ നിങ്ങൾ പലരും കണ്ടിട്ടുള്ളതാണ്. അതിന് വളരെ ചെറിയ അക്ഷരങ്ങളായിരിക്കും, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും, ഇൻഷുറൻസ് ടെർമിനോളജി ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ മനസ്സിലാക്കാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. അപ്പൊ പലരും അത് വായിച്ചിട്ടും ഉണ്ടാവില്ല. സാധാരണ രീതിയിൽ ഇൻഷുറൻസ് എങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ, ഒരു സ്ഥാപനമായാലും വ്യക്തിയാണെങ്കിലും ഗ്രൂപ്പാണെങ്കിലും അതിന്റെ നീഡ് അനാലിസിസ്, എന്താണ് അവരുടെ ആവശ്യങ്ങൾ എന്നുള്ളത് പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അവർക്ക് പോളിസികൾ ചിട്ടപ്പെടുത്താവൂ. രണ്ടാമത്തെ കാര്യം, ആ പോളിസിയിൽ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അതൊരു റിസ്ക് മാനേജ്മെന്റ് എന്നാണ് നമ്മളിതിനെ ശരിക്കും പറയാം. ഒരു സ്ഥാപനത്തിനോ വ്യക്തിക്കോ അല്ലെങ്കിൽ ഗ്രൂപ്പിനോ ഉണ്ടാവാവുന്ന റിസ്കുകളെ നമുക്ക് എങ്ങനെ ഇൻഷുർ ചെയ്യാം എന്നുള്ളതാണ് ഈ ഇൻഷുറൻസ് വഴി സാധ്യമാണ്. അപ്പൊ അത് ഏതൊക്കെ റിസ്കുകളാണ് ഇൻഷുർ ചെയ്യാൻ പറ്റുക, ഏതൊക്കെയാണ് ഇൻഷുർ ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ എന്ന് വെച്ചാൽ എക്സ്ക്ലൂഷൻസ്, അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കി വെക്കണം. സാധാരണ ഇൻഷുറൻസ് പോളിസിയിൽ പറയുന്ന ചില കാര്യങ്ങളാണ് പോളിസി ഗ്യാപ്പ് അനാലിസിസ്, കമ്പാരിസൺ എന്നൊക്കെ. എന്താണ് ഈ പോളിസി ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു സഹകരണ ബാങ്ക് ഒരു പോളിസി എടുത്തിട്ടുണ്ട്, ഫയർ ആൻഡ് ബർഗ്ലറി പോളിസി എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിലെ കവറേജസ് അല്ലെങ്കിൽ സം ഇൻഷേർഡ് അല്ലെങ്കിൽ പ്രീമിയം നിരക്ക്, ബാക്കിയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസോ ഒക്കെ ശരിയായിട്ടുള്ളതാണോ എന്ന് പരിശോധിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ഞങ്ങൾ പറയുക പോളിസി ഗ്യാപ്പ് അനാലിസിസ്. അപ്പോൾ നമ്മളുടെ സ്ഥാപനങ്ങളിൽ ഒരു പോളിസി ഗ്യാപ്പ് അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും പാളിച്ച പറ്റിയിട്ടുണ്ട്, തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരുത്താൻ പറ്റും. 2 കമ്പാരിസൺ ആണ്. ഇപ്പൊ നമ്മൾ ഒരു കോട്ട് എടുക്കുന്ന സമയത്ത് പല കമ്പനികളിലെ പല പോളിസികളും വിപണിയിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് കമ്പനികളും പോളിസികളും വിപണിയിലുണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ അതൊക്കെ കമ്പയർ ചെയ്യാൻ നമുക്ക് പഠിക്കണം. കാരണം ചിലപ്പോൾ ഒരു പോളിസിയിൽ ഇപ്പൊ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ 32 ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ ഈ 32 ഫീച്ചേഴ്സ് നമുക്ക് നന്നായിട്ട് അറിയുമെങ്കിൽ മാത്രമേ നമുക്ക് അത് കമ്പയർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ കമ്പയർ ചെയ്തിട്ട് വേണം നമ്മൾ സാധാരണ ഏത് പോളിസികളും തിരഞ്ഞെടുക്കാൻ. ഇനി ഏതൊക്കെ ടൈപ്പ് ഇൻഷുറൻസ് ആണെന്നുള്ളത് ജനറലി പറയാം. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം. ലൈഫ് ഇൻഷുറൻസിൽ ടേം ഇൻഷുറൻസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ടേമിനാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഇൻവെസ്റ്റ്മെന്റിനേക്കാൾ.
ഗ്രാറ്റുവിറ്റി ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ്, ഇങ്ങനെ 2-3 പ്ലാനാണ് ലൈഫ് ഇൻഷുറൻസിൽ ഈ കോപ്പറേറ്റീവ് സെക്ടറിന് യോജിക്കുന്ന പോളിസികൾ. അതിൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഞാൻ വെറുതെ കൊടുത്താണ്. പക്ഷേ ലൈഫ് ഇൻഷുറൻസിൽ എത്രത്തോളം വേണം എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും മാർക്കറ്റ് ലൈഫ് ഇൻഷുറൻസ് ഒരു സമ്പാദ്യമാണോ അതോ സംരക്ഷണമാണോ എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും വളരെ സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ജനറൽ ഇൻഷുറൻസിലാകട്ടെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. പിന്നെ അപകട ഇൻഷുറൻസ്, ഫയർ ഇൻഷുറൻസ്, മോട്ടോർ ഇൻഷുറൻസ്, പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ്, എഞ്ചിനീയറിംഗ് ഇൻഷുറൻസ്, മറൈൻ, മിസ്ലേനിയസ് എന്ന് പറയുന്നതിലാണ് നമ്മുടെ ബാങ്കേഴ്സ് ഇൻഡെംനിറ്റി, അതുമാതിരി ഫിഡിലിറ്റി, ഗ്യാരണ്ടി, ക്യാഷ്, അങ്ങനെയുള്ള ബാക്കിയുള്ള എല്ലാ ഇൻഷുറൻസും ഈ മിസ്ലേനിയസ് ക്ലാസ്സിലാണ് പിന്നീട് വരിക. റെക്കമെൻഡഡ് പോളിസികൾ നമ്മൾ ഈ സഹകരണ മേഖലയ്ക്ക് വേണ്ടിയിട്ട്, ഈ സ്ലൈഡ് പ്രധാനപ്പെട്ടാണ്. ഈ സഹകരണ മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് പോളിസികൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഫയർ, ബർഗ്ലറി, ക്യാഷ്, ഫിഡിലിറ്റി, ഗ്യാരണ്ടി, ബാങ്കേഴ്സ് ഇൻഡെംനിറ്റി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ അതിന് ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ്, പിന്നെ പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ്, പിന്നെ ക്രിട്ടിക്കൽ ഇൽനസ് ഇൻഷുറൻസ്, ഹോം, വീട്. ഇപ്പൊ നമ്മൾ ഭവന വായ്പ ഒക്കെ കൊടുക്കുമ്പോൾ വീട് ഇൻഷുർ ചെയ്യണം, അതിന്റെ ഹോം ഇൻഷുറൻസ്, അഗ്രികൾച്ചർ ഇൻഷുറൻസ്, കാറ്റൽ ഇൻഷുറൻസ്, ലോൺ പ്രൊട്ടക്ടർ, എങ്ങനെ ലോൺ എടുത്ത ആളെ നമുക്ക് പ്രോപ്പറായിട്ട് പ്രൊട്ടക്ട് ചെയ്യാം. ഇതിനെ കുറിച്ചിട്ടാണ് ഇന്ന് മെയിനായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് എടുക്കാൻ പോകണം. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. ഈ പ്രസന്റേഷന്റെ ഏറ്റവും അവസാനം നമുക്ക് ഞാനൊരു സ്ലൈഡ് നിങ്ങൾക്കായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിൽ ഇൻഡിക്കേറ്റീവ് പ്രീമിയം റേറ്റ്സ് ഡിഫറെന്റ് പോളിസികളിൽ ഇന്ന് വിപണിയിലുള്ള അത് നിങ്ങൾക്ക് നോട്ട് ചെയ്യാവുന്ന കാര്യമാണ്. കാരണം അത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രീമിയം അധികമാണോ അതോ കുറവാണോ എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് അന്ന് കമ്പയർ ചെയ്യാൻ പറ്റും. നമുക്ക് ഫയർ ഇൻഷുറൻസ് തുടങ്ങാം. ആദ്യം ബേസിക് പോളിസിയാണ്. ഫയർ ഇൻഷുറൻസ് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു ധാരണ ഉണ്ട്, തീപിടുത്തം മാത്രം കവർ ചെയ്യുന്ന ഒരു പോളിസിയാണ്. അപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച ഒരു 10 ദിവസം മുന്നേ കോഴിക്കോട് തന്നെ ഒരു സംഭവം ഉണ്ടായി. എത്രയോ കടകൾ തീപിടിച്ചു, അല്ലേ? അപ്പോ അതുമാതിരി വയനാട്ടിൽ കഴിഞ്ഞ പോലെ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ, അല്ലെങ്കിൽ മലയിടിച്ചിലും മണ്ണിടിച്ചിലും പോലുള്ള കാര്യങ്ങൾ. ഒരു ഫയർ ഇൻഷുറൻസിൽ 10-15ഓളം റിസ്കുകൾ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പലർക്കും അറിവില്ല. അപ്പൊ നമുക്കത് ഏതൊക്കെ എന്നൊക്കെ ഒന്ന് പരിശോധിക്കാം. മാത്രമല്ല, ഫയർ ഇൻഷുറൻസ് മേഖലയിൽ 3 വിവിധങ്ങളായിട്ടുള്ള പോളിസികൾ ഉണ്ട്. ഒന്ന് ഭാരത് സൂക്ഷ്മ ഉദ്യം സുരക്ഷ എന്ന് പറയും. എന്ന് വെച്ചാല് 5 കോടി വരെ സം ഇൻഷുർഡ് ഉള്ള, ഇൻഷുർ ചെയ്യുന്നതൊക്കെ 5 കോടിയുടെ താഴെയാണെങ്കിൽ ഭാരത് സൂക്ഷ്മ ഉദ്യം സുരക്ഷ എന്നുള്ള പോളിസിയിലാണ് സാധാരണ രീതിയിൽ ഇൻഷുർ ചെയ്യുക. രണ്ടാമത്തെ പോളിസി എന്ന് പറഞ്ഞാൽ ഭാരത് ലഘു ഉദ്യം സുരക്ഷ. അത് 5 കോടി മുതൽ 50 കോടി വരെയാണ് അതിന്റെ സം ഇൻഷുർഡ്. 50 കോടിയുടെ മേലുള്ള പോളിസികളെല്ലാം സ്റ്റാൻഡേർഡ് ഫയർ ഇൻഷുറൻസ് പോളിസി, സ്റ്റാൻഡേർഡ് ഫയർ ആൻഡ് സ്പെഷ്യൽ പെറിൽസ് പോളിസി എന്നാണ് ഈ 3ാമത്തെ തരത്തിന് പറയുന്നത്. അപ്പൊ ഈ 3 പോളിസിയിലും കവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം ശരിയാണ്. 1-2 ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അത് ഞാൻ ഈ വരുന്ന സ്ലൈഡുകളിൽ പറയുന്നുണ്ട്. ഇതില് ബേസിക് ആയിട്ടുള്ള ഫയർ പോളിസിയിൽ ഫയർ കവർ ചെയ്യും, ലൈറ്റ്നിങ് കവർ ചെയ്യും, എക്സ്പ്ലോഷൻ, ഇംപ്ലോഷൻ. എക്സ്പ്ലോഷന്റെ വിപരീതമാണ് കേട്ടോ ഇംപ്ലോഷൻ എന്ന് പറഞ്ഞാൽ. ഒന്ന് പൊട്ടിത്തെറിക്കുക, ഒന്ന് ഉള്ളിലോട്ട് മറ്റേ ഒരു എന്താ പറയാ, ഒരു ഡോം ആയിട്ടുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉള്ളോട്ട് വലിയ, അല്ലെങ്കിൽ ഉള്ളിലോട്ട് ഒരു കംപ്രഷൻ വരിക പ്രഷർ കാരണം, അതിനാണ് ഇംപ്ലോഷൻ എന്ന് പറയാം. പിന്നെ എർത്ത്, വോൾക്കാനിക് എറപ്ഷൻ ഓർ അതർ ലൈക്ക് അതിൽ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. പ്രകൃതി ദുരന്തങ്ങളെല്ലാം തന്നെ ഈ റിസ്കുകൾ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. റൈറ്റ് സ്ട്രൈക്ക് മലീഷ്യസ് ഡാമേജ് എന്ന് വെച്ചാൽ ആളുകൾ കൂട്ടം കൂടിയിട്ടുള്ള ആക്രമണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കവർ ചെയ്യും. പിന്നെ കാറ്റ്, കൊടുങ്കാറ്റ്, ഫ്ലഡ്, ഇനന്റേഷൻ എന്ന് പറഞ്ഞാൽ വെള്ളം എരച്ചു കയറുന്നതാണ്. പലതരത്തിലുള്ള ചുഴലിക്കാറ്റ്, കൊടുങ്കാറ്റ്, ടൊർണാഡോ, സുനാമി, അങ്ങനെയുള്ള എല്ലാ ഇതും ഇതിന്റെ പരിധിയിൽ വരും. പിന്നെ ലാൻഡ് സ്ലൈഡ്, ഇപ്പൊ വയനാട്ടിലുണ്ടായ പേര് ലാൻഡ് സ്ലൈഡ്, റോക്ക് സ്ലൈഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിന്റെ. പിന്നെ ബുഷ് ഫയർ, ഫോറസ്റ്റ് ഫയർ എന്ന് പറയുന്ന സാധനങ്ങൾ. അത് നമ്മുടെ നാട്ടില് ഈ ബുഷ് ഫയർ ഒക്കെ വളരെ റെയറാണ്. പക്ഷെ ഫോറിൻ കൺട്രീസിലൊക്കെ ബുഷ് ഫയറും ഫോറസ്റ്റ് ഫയറും വളരെ കോമൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇമ്പാക്ട് ഡാമേജ്. ഇപ്പൊ നമ്മള് ഒരു ബസ്സോ ലോറിയോ പോവാണ്, നമ്മൾ അതിന്റെ ഒരു ഇമ്പാക്ട് കാരണം അത് വന്ന് ഇടിച്ചിട്ട് നമ്മുടെ സ്ഥാപനത്തിനോ അല്ലെങ്കിൽ വസ്തുക്കൾക്കോ നാശം സംഭവിക്കുകയാണെങ്കിൽ, വെഹിക്കിളോ എയർക്രാഫ്റ്റോ, അല്ലെങ്കിൽ മരം വീണാലോ, അല്ലെങ്കിൽ ചുമര് വീണാലോ, മതിലിടിഞ്ഞാലോ ഒക്കെ ഇതിന്റെ പരിധിയിൽ വരുന്നതാണ്. മിസൈൽ ടെസ്റ്റിംഗ് ഓപ്പറേഷൻസ് ഇതിന്റെ പരിധിയിൽ വരുന്നതാണ്. ടെററിസം എന്നുള്ളത് ഇപ്പോ ഓപ്ഷണൽ കവറേജ് ആയിട്ട് നമുക്ക് പോളിസികളിൽ കിട്ടുന്നതാണ്. ഇൻബിൽറ്റ് കവറേജ് ആയിട്ടുണ്ട്, ഓപ്ഷണൽ കവറേജ് ആയിട്ടുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ പിന്നീട് പറഞ്ഞുതരാം. പിന്നെ ബേസ്റ്റിംഗ് ആൻഡ് ഓവർഫ്ലോയിങ് ഓഫ് വാട്ടർ ടാങ്ക്സ്. അത് നിങ്ങളിപ്പോ
കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് തായ്വാനിലിട്ടൊരു ഭൂചലനം ഉണ്ടായപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വീഡിയോസ്. ഏറ്റവും ടോപ്പിലുള്ള വാട്ടർ ടാങ്ക്സ് ഇങ്ങനെ ഷെയ്ക്ക് ആയിട്ടാണ് വെള്ളം പുറത്തേക്ക് വരുന്നത്. അത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കാം. ബേസ്റ്റിംഗ്, പൊട്ടിത്തെറിക്കുക, അല്ലെങ്കിൽ ഓവർഫ്ലോയിങ് ഓഫ് വാട്ടർ ടാങ്ക്സ്, അപ്പാരറ്റസ് ആൻഡ് പൈപ്സ്. അങ്ങനെ സംഭവിച്ചിട്ടുള്ള അതിന്റെ ലീക്കേജ്, വാട്ടർ ഡാമേജ് ഒക്കെ കവർ ചെയ്യും. ലീക്കേജ് ഫ്രം ഓട്ടോമാറ്റിക് സ്പ്രിംഗ്ലർ ഇൻസ്റ്റലേഷൻ അതും കവർ ചെയ്യും. ടെമ്പററി റിമൂവൽ ഓഫ് സ്റ്റോക്സ് അപ് ടു 10% ഓഫ് ദി വാല്യൂ. ഇത് നമുക്കിപ്പോ ഒരു സംഭവം നടക്കുകയാണ്, ഒരു തീപിടുത്തോ അല്ലെങ്കിൽ മേൽപ്പറഞ്ഞ ഏതെങ്കിലും തരത്തിലുള്ള റിസ്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാറ്റാൻ, അവിടുന്ന് വേറെ സ്ഥലത്ത് ലൊക്കേഷനിലേക്ക് മാറ്റാൻ ഇൻഷുർ ചെയ്ത തുകയുടെ 10% വരെ ഈ ഫയർ പോളിസിയിൽ നമുക്ക് ക്ലെയിം ചെയ്യാം. പിന്നെ ഇത് തന്നെ സ്റ്റോക്ക് പല സ്ഥലത്തുണ്ടെങ്കിൽ അതിന് ഫ്ലോട്ടർ ബേസിസിൽ ഇപ്പോൾ 5 or 6 സ്ഥലത്ത് നമുക്ക് സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഫ്ലോട്ടർ ബേസിസിൽ ഇൻഷുർ ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. സ്പെസിഫിക് കണ്ടന്റ്, ഏതെങ്കിലും സ്പെസിഫിക് കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ട് നമുക്ക് ഇൻഷുർ ചെയ്യാൻ പറ്റും. പിന്നെ 50,000 രൂപ വരെയുള്ള ക്യാഷ് ഇതിൽ ഈ ഫയർ പോളിസിയിൽ കവർ ചെയ്യാൻ പറ്റും. ഡോക്യുമെന്റ്സ് സച്ച് ആസ് ഡീഡ്സ്, അങ്ങനെയുള്ള സാധനങ്ങൾ, ബിസിനസ് ബുക്സ്, പ്ലാൻസ്, ഡ്രോയിങ്സ്, സെക്യൂരിറ്റീസ്, അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ നഷ്ടപ്പെടുക, തീപിടുത്തത്തിൽ നഷ്ടപ്പെടുക ഏതെങ്കിലും ചെയ്താൽ 50,000 രൂപയുള്ള നാശനഷ്ടങ്ങൾ കവർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും കവറേജ് ഉള്ള ഒരു സംഭവമാണ്. പിന്നെ പോരാ, ഇനിയുണ്ട് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്, ഇൻഫർമേഷൻ ഡാറ്റ. നമുക്ക് 5 ലക്ഷം രൂപ വരെയുള്ളത് നമുക്ക് ക്ലെയിം ചെയ്യാം. ഒരു ഫയർ ഇൻസിഡന്റ് ഉണ്ടായി, നമ്മുടെ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ നശിച്ചു എങ്കിൽ നമുക്ക് 5 ലക്ഷം രൂപ വരെ ക്ലെയിം എമൗണ്ട് എത്രയാണോ ആ എമൗണ്ടേ കിട്ടുള്ളൂ. പക്ഷെ പരമാവധി 5 ലക്ഷം രൂപ വരെ നമുക്ക് ക്ലെയിം ചെയ്യാം. പേഴ്സണൽ എഫക്ട്സ് ഓഫ് എംപ്ലോയീസ്, ഡയറക്ടേഴ്സ് ആൻഡ് വിസിറ്റേഴ്സ്, അത് ഇതിന്റെ ഉള്ളിൽ പെട്ടു. അത് 50,000 രൂപ പെർ പേഴ്സൺ, മാക്സിമം അപ് ടു 20%. അപ്പോൾ 10 ലക്ഷം രൂപ വരെ നമുക്ക് ആ ഒരു ഹെഡിൽ നമുക്ക് ക്ലെയിം ചെയ്യാം. സ്റ്റാർട്ടപ്പ് എക്സ്പെൻസസ്, ഇത് പുതുതായി തുടങ്ങാനുള്ള അപ് ടു 1 lakh വരെയുള്ള സ്റ്റാർട്ടപ്പ് എക്സ്പെൻസ് നമുക്ക് ക്ലെയിം ചെയ്യാം. പ്രൊഫഷണൽ ഫീസ്, ഏതെങ്കിലും എഞ്ചിനീയറോ അല്ലെങ്കിൽ ഏതെങ്കിലും സർവേയറോ കൺസൾട്ടന്റോ ഏതെങ്കിലും ആളുകളെ നമ്മൾ വിളിക്കുകയാണെങ്കിൽ അതിന് 5% ഓഫ് ദി ക്ലെയിം എമൗണ്ട് വരെ നമുക്ക് പ്രൊഫഷണൽ ഫീസ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. റിമൂവൽ ഓഫ് ഡെബ്രിസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കെട്ടിടത്തിൽ തീപിടിച്ചു, അത് അവിടുന്ന് മാറ്റേണ്ട ഒരു അവസ്ഥ വരികയാണെന്ന് വിചാരിക്കുക. അതിന് എസ്കലേറ്ററും അതുമാതിരി എർത്ത് മൂവിങ് എക്യുപ്മെന്റ്സ് ഒക്കെ വേണ്ടി വരും. ആ ഡെബ്രിസ് മാറ്റാൻ, ആ വേസ്റ്റ് മാറ്റാൻ 2% ഓഫ് ദി ക്ലെയിം എമൗണ്ട് നമുക്ക് കിട്ടും. കോസ്റ്റ് ഓഫ് കമ്പൽഡ് ബൈ മുനിസിപ്പൽ റെഗുലേഷൻസ് പ്രകാരമുള്ള കാര്യങ്ങൾ, ഡിക്ലറേഷൻ പോളിസി ഫോർ സ്റ്റോക്സ്, ഓപ്ഷണൽ കവറേജ്, ഇങ്ങനെയുള്ള എല്ലാ റിസ്കുകളും കവർ ചെയ്യുന്ന ഒരു പോളിസിയാണ് നമ്മളുടെ സ്റ്റാൻഡേർഡ് ഫയർ, ഈ ആദ്യം പറഞ്ഞ സൂക്ഷ്മ ലഘു എന്നുള്ളത്. അതിന് പുറമെ 50 കോടിയുടെ മേലെ സം ഇൻഷുർഡ് ഉള്ള പോളിസികളാണെങ്കിൽ ദിസ് പോളിസി കവേഴ്സ് ആൾ പെറിൽസ്, കവേഴ്സ് ഭാരത് സൂക്ഷ്മ ഉദ്യം സുരക്ഷ, ഭാരത് ലഘു ഉദ്യം സുരക്ഷ, എക്സെപ്റ്റ് എർത്ത് ആൻഡ് ടെററിസം. ഈ എർത്ത് ക്വേക്കും ടെററിസവും ഓപ്ഷണൽ സബ്ജക്റ്റ് ആണ്. അത് വേണമെങ്കിൽ ഇതിൽ ആദ്യത്തെ 2 പോളിസിയിൽ ഇൻബിൽറ്റ് ആണ്, പക്ഷേ ഈ പോളിസിയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കാം. അഡീഷണൽ പ്രീമിയം നമുക്ക് കൊടുക്കേണ്ടി വരുന്നത് മാത്രം. അപ്പോൾ ഇതിപ്പോ കോപ്പറേറ്റീവ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം 50 കോടി രൂപയിലധികം വസ്തുവകകളോ പ്രോപ്പർട്ടിയോ ഗോൾഡോ എന്തുള്ള ഒരു സ്ഥാപനമാണെങ്കിലും സ്റ്റാൻഡേർഡ് ഫയർ പോളിസിയാണ് എടുക്കുന്നതെങ്കിൽ ടെററിസം വേണോ പിന്നെ എർത്ത് ക്വേക്ക് വേണോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. അതിന് അഡീഷണൽ പ്രീമിയം കൊടുത്താൽ മതി. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഫയർ ഇൻഷുറൻസിൽ ഒരു ക്ലെയിം ഉണ്ടായി കഴിഞ്ഞാൽ ക്ലെയിം പ്രൊസീജിയേഴ്സ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ സാധാരണ ഒരു ക്ലെയിം പ്രൊസീജിയർ ഉണ്ടാവുമ്പോൾ, ഏതൊരു ക്ലെയിം ഉണ്ടാകുമ്പോൾ അതിന്റെ ലോസ് മിനിമൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ആര് ചെയ്യണം? ഇതിന്റെ ഉടമസ്ഥനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളോ ചെയ്യണം. പിന്നെ രണ്ടാമത്തെ കാര്യം ഇന്റിമേഷൻ ടു, ഇൻഷുറൻസ് കമ്പനിയെ ഈ വിവരം യഥാസമയം അറിയിക്കണം. എൻ്റെ ഫോട്ടോഗ്രാഫ്സോ വീഡിയോഗ്രാഫ്സോ വല്ലതും എടുത്തിട്ടുണ്ടെങ്കിൽ അത് എല്ലാം അവർക്ക് കൊടുക്കണം. പിന്നെ നമ്മൾക്ക് ആ സാധനം സപ്ലൈ ചെയ്ത എഞ്ചിനീയറോ കോൺട്രാക്ടറോ സപ്ലയറോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഇതിന്റെ ഒരു ആക്ച്വൽ ലോസ് ഓർ ഡാമേജ് എത്രയെന്നുള്ളത് കണക്കാക്കിയിട്ട് ഇതിന്റെ ഒരു എസ്റ്റിമേറ്റ് തരാൻ പറയണം. പിന്നെ സർവേയറായിട്ടോ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനികളായിട്ടോ അതുമായി ബന്ധപ്പെട്ട ഇൻസ്പെക്ഷൻ ആളുകളായിട്ട് പരമാവധി സഹകരിക്കണം. അവർക്ക് ആവശ്യപ്പെട്ട രേഖകളെല്ലാം കൊടുത്തിരിക്കണം. ഇതൊക്കെയാണ് സാധാരണ ഒരു ക്ലെയിം ഉണ്ടാകുമ്പോൾ ഫയർ ഇൻഷുറൻസിൽ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഒന്ന് ക്ലെയിം ഫോം, രണ്ട് FIR എടുത്തിട്ടുണ്ട്. FIR ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കണം. ഫയർ ബ്രിഗേഡ് റിപ്പോർട്ട് ഫയർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് കൊടുക്കുക. മേജർ ആയിട്ടുള്ള തീപിടുത്തങ്ങളാണെങ്കിൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ട് വേണം, അത് കൊടുക്കണം. പിന്നെ
ക്ലെയിമിൽ വേറെ ഏതെങ്കിലും ലേബർ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ആക്ടിവിറ്റീസിനെ കുറിച്ചുള്ള റിപ്പോർട്ടും കാര്യങ്ങളും, അതിന്റെ ഒറിജിനൽ ഇപ്പൊ എന്തെങ്കിലും റിപ്പയർ വേണ്ടി വരികയാണ്, റീപ്ലേസ്മെന്റ് ബില്ലാണെങ്കിൽ അതെല്ലാം കൊടുക്കണം. ഇത്രയാണ് നമ്മൾ സാധാരണ രീതിയിൽ ഒരു ഫയറിൽ കൊടുക്കേണ്ടത്. ഇനി ബർഗ്ലറി ഇൻഷുറൻസിനെ കുറിച്ച് പറയാം. ഈ ഫയറും ബർഗ്ലറിയാണ് ഒരു സഹകരണ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട രണ്ട് മേഖലകൾ. ഈ ബർഗ്ലറിയിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാല്, ബർഗ്ലറിയിൽ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ സഹകരണ മേഖലയിൽ ഈ കീ ക്ലോസ് പറഞ്ഞൊരു കാര്യത്തെ കുറിച്ച് പലർക്കും അറിയില്ല. ഈ കീ ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, നമ്മളുടെ സ്ഥാപനത്തിന്റെ ഒറിജിനൽ കീ ഉപയോഗിച്ചിട്ട് വേറെ മറ്റാരെങ്കിലും തുറക്കുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു കമ്പനിയുടെ ഒരു പോളിസിയിലും ലഭിക്കില്ല എന്നുള്ളത് പലർക്കും അറിയില്ല. അതിന്റെ ഡ്യൂപ്ലിക്കേറ്റോ അല്ലെങ്കിൽ അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടോ മാറ്റിയെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ കീ തന്നെ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അല്ലാത്തൊരു സാഹചര്യത്തിൽ നമുക്ക് ആ കീ ഉപയോഗിച്ചു എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കീ ക്ലോസ് പ്രകാരം ക്ലെയിം കിട്ടാൻ അർഹമല്ല. അപ്പൊ അത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. കീ ഉപയോഗിക്കുന്നവർ കീ നഷ്ടപ്പെടാതിരിക്കാൻ, കീ ഏതെങ്കിലും സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസിൽ വിവരം അറിയിക്കണം. അല്ലെങ്കിൽ അത് ആ ഒരു കീ ഉപയോഗിച്ച് തുറക്കാതിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് ഇൻഷുറൻസിൽ അനുശാസിക്കുന്നത്. അപ്പോൾ ഇതിലെ കവറേജ് ലോസ് ഓർ ഡാമേജ് ടു പ്രോപ്പർട്ടി ഡ്യൂ ടു ബർഗ്ലറി ഓർ അറ്റംപ്റ്റഡ് ബർഗ്ലറി, ഡാമേജ് ടു പ്രമിസസ് ഡ്യൂറിംഗ് ബർഗ്ലറി, ബ്രോക്കൺ ഡോർ. സാധാരണ ഇതിന്റെ ഈ അതിക്രമിച്ച് കിടക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു കോപ്പറേറ്റീവ് ബാങ്കിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഫ്രണ്ട് ഡോർ പൊളിക്കുക, അല്ലെങ്കിൽ ചുമര് തുറക്കുക, അല്ലെങ്കിൽ റൂഫ് തുറക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ആയിട്ട് വയലന്റ് ആയിട്ട് ഉള്ളിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക്, ഇപ്പൊ വാതില് തുറന്നിട്ട ഒരു സാഹചര്യത്തിൽ നമ്മൾ വാതില് ചാരിയിട്ട് പോയുള്ളൂ, വാതിൽ അടച്ചില്ല, അതിനുള്ളിൽ കള്ളം കയറി സാധനം എടുത്തു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നെഗ്ലിജൻസ് ആണ്, കിട്ടില്ല. അപ്പൊ അവിടെ ഒരു വയലന്റ് ഫോഴ്സ്ഫുൾ എൻട്രി നിർബന്ധമായിട്ടുണ്ടായിരിക്കണം, എന്നാലേ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലുള്ള എക്സ്ക്ലൂഷൻ എന്താ വെച്ചാൽ ലോസ് വിത്തൗട്ട് ഫോഴ്സ്ഡ് എൻട്രി. ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഫോഴ്സ്ഡ് എൻട്രി ഇല്ലെങ്കിൽ നമുക്ക് ക്ലെയിമിന് അർഹമില്ല. എംപ്ലോയീസ് ഓർ ഫാമിലി മെമ്പേഴ്സ് വന്നിട്ട് ഇത് ഈ സെയിം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കീ ഉപയോഗിച്ചിട്ടോ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലെയിമിന് അർഹമല്ല. പുറത്തുനിന്നുള്ള ആളുകളായിരിക്കണം. കവറേജ് ഫോർ പ്രീഷ്യസ് ജെംസ്, ജ്വല്ലറി, ബിസിനസ് ബുക്സ്, ക്യാഷ്, ഡിസൈൻസ്, പ്ലാൻസ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കവർ ചെയ്യും. പക്ഷേ അത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ പ്രപ്പോസൽ ഫോമിൽ മെൻഷൻ ചെയ്തിരിക്കണം. ഇനി ബർഗ്ലറി പോളിസിക്ക് അതിന്റെ ക്ലെയിം പ്രൊസീജിയറാണ് അടുത്തത്. ഇത് ആദ്യം തന്നെ ഇൻഷുറൻസ് കമ്പനിയെ വിവരം അറിയിക്കണം, FIR ഇടണം, ഫോട്ടോഗ്രാഫ്സോ വീഡിയോഗ്രാഫ്സോ കൊടുക്കണം. ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാ ഫയറിലും ബർഗ്ലറിയിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. പിന്നെ ഇതിന്റെ എസ്റ്റിമേറ്റ് എടുക്കണം. പിന്നെ സർവേയർ വരും. സർവേയർ വന്നിട്ട് വേണ്ട ഡയറക്ഷൻസും കാര്യങ്ങളും എല്ലാം തരും. ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ PPT തീരില്ല. അവസാന ഭാഗം കുറച്ചധികം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഭാഗങ്ങളാണ്. അപ്പൊ ആ ഭാഗം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇത് ബർഗ്ലറിക്ക് വേണ്ട സാധനങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും വേണ്ടത്. പിന്നെ മണി ഇൻഷുറൻസ് ആണ്. ഈ മണി ഇൻഷുർ ചെയ്യുമ്പോൾ വളരെയധികം ഈ കോപ്പറേറ്റീവ് ബാങ്കുകളൊക്കെ ശ്രദ്ധിക്കണം. ഒന്ന്, കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള പണം ഉണ്ടായിരിക്കും. അത് ഒന്ന് പണം കൗണ്ടറിൽ ഉണ്ടായിരിക്കും, രണ്ട് നമ്മുടെ ലോക്കറിൽ ഉണ്ടായിരിക്കും, പിന്നെ മൂന്നാമത് നമ്മൾ ട്രാൻസിറ്റിൽ ഉണ്ടായിരിക്കും. ട്രാൻസിറ്റ് പറഞ്ഞാൽ നമ്മള് നമ്മുടെ മെയിൻ ബാങ്കിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ കൊണ്ടുപോവുക. അപ്പൊ ഇതൊക്കെ നമ്മൾ റെക്കോർഡിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കണം. ഏതെങ്കിലും ആളെ മറ്റേ അസൈൻ ചെയ്തതായിട്ട് ബോർഡ് മീറ്റിങ്ങോ കാര്യങ്ങളോ ഒക്കെ നടത്തിയിട്ട് മിനിറ്റ്സോ ഒക്കെ ആക്കി വെക്കണം. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും ഞാനും പല സഹകരണ ബാങ്കുകളും ഇൻഷുർ ചെയ്യുന്ന ആളായതുകൊണ്ട് പലപ്പോഴും തെറ്റുകൾ എവിടെ പറ്റുന്ന വെച്ചാല്, നമ്മൾ ഈ തുകയ്ക്ക് ഒരു തവണ ഒറ്റത്തവണ കൊണ്ടുപോകുന്ന പരമാവധി തുക എത്രയെന്നുള്ളത് പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. ചിലപ്പോൾ വലിയ തുകയൊക്കെ നമ്മൾ കൊണ്ടുപോകും, പക്ഷെ ഇൻഷുർ ചെയ്യുമ്പോൾ പ്രീമിയം കൂടിയാലോ വെച്ചിട്ട് നമ്മൾ ആ തുകയെ കുറിച്ച് പറയില്ല. പിന്നെ ഒരു മാസത്തെ ഒരു വർഷത്തെ ടേൺ ഓവർ ചോദിക്കുമ്പോൾ പലരും സിംഗിൾ ക്യാരിങ് ലിമിറ്റിന്റെ ഒരു 10 ഇരട്ടി 20 ഇരട്ടിയൊക്കെ കാണിക്കുള്ളൂ, എന്നിട്ട് ഇൻഷുർ ചെയ്യും. അപ്പൊ പലപ്പോഴും ഒരു ക്ലെയിം ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് കിട്ടില്ല, അണ്ടർ ഇൻഷുറൻസ് ആയി മാറും. അപ്പൊ ക്ലെയിം ശരിയായി ഇൻഷുർ ചെയ്യുകയാണെങ്കിൽ, ശരിയായ തുകയ്ക്ക് ചെയ്യുകയാണെങ്കിൽ മണി ഇൻഷുറൻസ് കിട്ടാൻ ഒരു പ്രയാസമില്ല. ഇൻഷുർ ചെയ്യുമ്പോൾ ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ ഒന്ന് മണി ട്രാൻസിറ്റ്, ഒന്ന് മണി ഇൻ പ്രമിസസ്, ഒന്ന് പിന്നെ എംപ്ലോയീസ് ക്യാരി ചെയ്യുന്നതാണ്. ഈ എംപ്ലോയീസ് അല്ലാതെ ഈ അടുത്ത കാലത്തായിട്ട്
എനിക്ക് വേറൊരു ഇൻഫർമേഷൻ, അത് നമ്മുടെ കാരന്തൂർ ബാങ്കിൽ നിന്ന് കിട്ടിയതാണ്. കാരന്തൂർ ബാങ്കിലെ മിസ്റ്റർ ദിനേശാണ് എനിക്ക് അങ്ങനെ പ്രപ്പോസൽ തന്നത്. അപ്പൊ അത് എന്താണ് അതിൽ പറഞ്ഞിരുന്നത് വെച്ചാല്, ഈ പെൻഷനൊക്കെ വിതരണം ചെയ്യുന്ന ആളുകളുണ്ട്. പെൻഷൻ വിതരണം ചെയ്യുന്ന ആളുകൾക്ക് ലക്ഷക്കണക്കിന് രൂപ അവര് ബാങ്കിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ബാങ്കിന്റെ ഒരു ഒഫീഷ്യൽ എംപ്ലോയി അല്ല അവർ. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നമുക്ക് ഇൻഷുർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാനൊന്ന് ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ അവസാനം എനിക്ക് യുണൈറ്റഡ് ഇന്ത്യ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിപ്ലൈ തന്നു. നമുക്ക് ഇൻഷുർ ചെയ്യാനും പറ്റി. ഇൻഷുർ ചെയ്യാൻ പറ്റിയെന്ന് മാത്രമല്ല, നമ്മൾക്ക് കേരളത്തിലുള്ള ഏത് ബാങ്കിന്റെ ആണെങ്കിലും പിഗ്മി ഏജൻസിനോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ആയിട്ടുള്ള ഇവരൊക്കെ പുറമുള്ള ആളുകളാണ്, ബാങ്കിന്റെ എംപ്ലോയീസ് അല്ല. ഈ എംപ്ലോയീസ് അല്ലാത്ത ആളുകളെ നമുക്ക് ഇതിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു ഗുഡ് ന്യൂസ് ഞാൻ ഈ സമയത്ത് നിങ്ങളെ അറിയിക്കുകയാണ്. ഈ ബാങ്കിന് ഞാൻ ആദ്യത്തെ പോളിസി കൊടുക്കുകയും ചെയ്തു, കാരന്തൂർ സർവീസ് ആയി. മണി ഇൻഷുറൻസിലെ എക്സ്ക്ലൂഷൻസ് ആണ് ഇനി അടുത്തത്. ലോസ് ഡ്യൂ ടു നെഗ്ലിജൻസ്, കെയർലെസ്നെസ്. നോക്കൂ, ഈ പ്രത്യേകിച്ച് പണം കൈകാര്യം ചെയ്യുന്ന സമയത്ത് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് വേണം ഒന്ന്. ഒപ്പം തന്നെ ഇത് ഭയങ്കരമായിട്ട് കെയർ ആയിട്ട് കൊണ്ടുപോകണം. ഒരു പാത്ര നെഗ്ലിജൻസോ പാടില്ല. അത് തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. അത് തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലെയിം കിട്ടില്ല. എംപ്ലോയി ഫ്രോഡ് ആണെങ്കിൽ, ഡിസോണസ്റ്റി ആണെങ്കിലും കിട്ടില്ല. ലോസ് ഓഫ് മണി ഔട്ട്സൈഡ് ദി ജിയോഗ്രാഫിക്കൽ ഏരിയ. ഇപ്പൊ നമ്മൾ പറയാണ് നമ്മൾ 30 കിലോമീറ്റർ റേഡിയസിലാണത് കൊണ്ടുപോകുള്ളൂ എന്ന് നമ്മൾ പ്രപ്പോസലിൽ പറഞ്ഞു. നമ്മൾ 60 കിലോമീറ്റർ ദൂരത്തേക്കാണത് കൊണ്ടുപോയെങ്കിൽ ജിയോഗ്രഫിക്കൽ പരിധിക്ക് അപ്പുറമാണ്, കിട്ടില്ല. പിന്നെ വാഹനത്തിൽ വെച്ചു ഡോറ് പൂട്ടിയില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യത്താൽ വാഹനത്തിന് നഷ്ടപ്പെട്ടാലും കിട്ടില്ല. പിന്നെ ലോസ് ഓഫ് പ്രോഫിറ്റോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് കോസ്റ്റോ നമുക്കിതില് കിട്ടില്ല. മണി ഇൻഷുറൻസിന്റെ ക്ലെയിം പ്രൊസീജിയർ ആണ്. അത് എനിക്ക് ഞാൻ കൂടുതലായിട്ട് കണക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ക്ലെയിം പ്രൊസീജിയറിന് സ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുന്നുള്ളൂ. ഞാൻ ഈ PPT നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. ക്ലെയിം സെറ്റിൽമെന്റ് മണി ഇൻഷുറൻസിന് കൊടുക്കേണ്ട രേഖകളാണ് അടുത്തത്. ഫിഡിലിറ്റി ഗ്യാരണ്ടി എന്ന് പറയാം. ഈ ഫിഡിലിറ്റി ഗ്യാരണ്ടി ഒരു കോപ്പറേറ്റീവ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഞാനത് പറയാൻ കാരണം എന്താ വെച്ചാല്, ഡിസപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് ഓർ ചെക്ക് ഓർ എനി ഇൻസ്ട്രുമെന്റ് ബൈ എംപ്ലോയീസ് ആണ് ശരിക്കും. ഇത് വളരെ കോമൺ ആയിട്ട് ഇപ്പോ എസ്പെഷ്യലി ഈ മറ്റേ എന്താ പറയാ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ ധാരാളം നടക്കുന്ന ഒരു സംഭവമാണ് ഇൻഫിഡിലിറ്റി ഓഫ് എംപ്ലോയീസ്. അപ്പൊ ഈ ഇൻഷുറൻസ് എടുക്കുമ്പോഴും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇങ്ങനെയുള്ള ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ശരിയായ ആളുകളെ ശരിയായ തുകയ്ക്ക് ഇൻഷുർ ചെയ്യണം. എന്ന് വെച്ചാൽ ഇതിൽ ഡെസിഗ്നേഷൻ വൈസ് ആണ് ഇൻഷുർ ചെയ്യുക. ഒരാളുടെ ഡെസിഗ്നേഷൻ, ഒരാള് കാഷ്യർ ആണ് അല്ലെങ്കിൽ വേറൊരാള് വേറെ ഏതോ പോസ്റ്റ് ആയിക്കോട്ടെ, ആ ഡെസിഗ്നേഷനിൽ അവർക്ക് വരുന്ന പരമാവധി ലിമിറ്റ് എത്രയാണ്, ഒരു തവണ അവർക്ക് പരമാവധി എത്രയൊക്കെ ക്യാഷുകൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ അവരെ അധികാരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ തുകയ്ക്കാണ് നമ്മൾ ഇൻഷുർ ചെയ്യേണ്ടത്. അല്ലാതെ വെറുതെ നെയിം സേക്കിന് ചെറിയൊരു എമൗണ്ടിന് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഫിഡിലിറ്റി ഗ്യാരണ്ടി ഇൻഷുറൻസ് ഉണ്ട് എന്ന് പറഞ്ഞതൊന്നും കാര്യമില്ല. അപ്പോൾ ക്യാഷോ സെക്യൂരിറ്റീസോ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഗോൾഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള തിരിമറികളോ കാര്യങ്ങളോ ഒക്കെ നടക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ഈ ഒരു പോളിസി എടുക്കുമ്പോൾ വളരെയധികം സൂക്ഷിച്ചിട്ട് എടുക്കണം. കാരണം സം ഇൻഷുർഡ് നിശ്ചയിക്കുന്നത് ഡെസിഗ്നേഷൻ വൈസ് ആണ്, അല്ലാതെ ആളെ പേര് പറഞ്ഞിട്ടല്ല. അൺനെയിംഡ് പോളിസി എന്നാണ് ഇതിന് പറയാം. അപ്പൊ ആ ഉള്ള പോസ്റ്റിൽ വേറൊരു, അപ്പൊ കാഷ്യർ എന്ന് പറഞ്ഞു, കാഷ്യർ ആര് മാറി വന്നാലും ഓട്ടോമാറ്റിക് ആയിട്ട് അതിൽ കവറേജ് ലഭിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഈ പോളിസി എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇതിൽ എക്സ്ക്ലൂഷൻസ് ശ്രദ്ധിക്കണം. ലോസസ് ഡിസ്കവേർഡ് ആഫ്റ്റർ എ സ്പെസിഫൈഡ് പീരീഡ്, ഒരു പർട്ടിക്കുലർ പീരീഡിൽ തന്നെ നമ്മൾ ഇൻഷുറൻസ് കമ്പനി അത് അറിയിക്കണം. അയാള് ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പോയിട്ടോ അയാളെ ടെർമിനേറ്റ് ചെയ്തിട്ടോ നമ്മൾ ഈ വിവരം അറിയിച്ചാൽ പോരാ. എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായാല് 2-3 വർഷം കഴിഞ്ഞിട്ടൊക്കെ ചിലര് ഇന്റിമേഷൻ തരും, ഞങ്ങൾ എപ്പോഴാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞുള്ളൂ എന്ന് പറയും. അങ്ങനെ ലോങ് ടേമിൽ നമ്മൾ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി ആ ഒരു പേരില് ഇന്റിമേഷൻ കൊടുക്കാത്തത് കൊണ്ട് നമ്മുടെ കെയർലെസ്നെസ് ആണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ക്ലെയിം തരാതിരിക്കാനുള്ള സാധ്യത ഉണ്ട്. നെഗ്ലിജൻസ് ആണെന്ന് പറഞ്ഞു. പിന്നെ അടുത്തേക്ക് കിടക്കാം. ഫിഡിലിറ്റി ഗ്യാരണ്ടിയിൽ കൊടുക്കേണ്ട ക്ലെയിം പ്രൊസീജിയർ ആണ്. അതും ഞാൻ ഇപ്പോ ഒന്ന് സ്കിപ്പ് ചെയ്യുന്നുണ്ട്, കാരണം ഈ സ്ലൈഡ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. സജസ്റ്റഡ് ഡോക്യുമെന്റ്സ് ഇതും ഒന്ന് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. കോപ്പറേറ്റീവ് ബാങ്കിന് വേണ്ട ഇൻഷുറൻസ് ഞാൻ നേരത്തെ പറഞ്ഞു. മണി ഇൻഷുറൻസും ഫിഡിലിറ്റി ഗ്യാരണ്ടിയും കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പാക്കേജ് പോളിസി നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റി കാരന്തൂർ ബാങ്കിന്. ആ ഒരു സ്പെസിമെൻ ഞാൻ അതിൽ പറയാം.
ഒരു ഏജന്റ് അല്ലെങ്കിൽ അത് ക്യാഷ് ക്യാരി ചെയ്യുന്ന ഒരാള് ഒരു ഒറ്റ തവണ 10 ലക്ഷം ഒരാൾക്ക് ക്യാഷ് ക്യാരി ചെയ്യാനുള്ള ഒരു പോളിസിയാണ്. ഇതിന്റെ വിവരങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. ഈ പോളിസി ഇതേപടി എടുക്കണം എന്നില്ല. ഇതിപ്പോ 5 ലക്ഷം ആക്കാം, 10 ഉള്ളത് 15 ആക്കാം, പ്രീമിയത്തിൽ മാറ്റം വരുന്നുള്ളൂ. ഇതിൽ അഗ്രിഗേറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു വർഷത്തില് 5 കോടിയാണ്. എന്ന് വെച്ചാൽ ഒരു 50 തവണ അയാൾക്ക് കൊണ്ടുപോകാം. അയാളിപ്പോ ഡെയിലി പെൻഷൻ കൊടുക്കാൻ പോവില്ല. പെൻഷൻ എപ്പോഴാണ് സർക്കാരിന് കൊടുക്കുന്ന വെച്ചാൽ ആ സമയത്താണ് അയാൾക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മാക്സിമം ഡിസ്റ്റൻസ് നമ്മൾ പറയുന്നത് 30 കിലോമീറ്റർ ആണ് ഈ പോളിസിയിൽ ആവശ്യപ്പെട്ടത്. നമ്മൾ കൊടുത്തിട്ടുള്ളത് 30 കിലോമീറ്റർ ആണ്. പിന്നെ ഈ പണം ക്യാരി ചെയ്യുന്ന രീതി ബാഗിലോ അല്ലെങ്കിൽ ട്രങ്ക്സിലോ. ട്രങ്ക്സ് പറഞ്ഞാൽ ഇരുമ്പിന്റെ പെട്ടിയാണ്. ഇരുമ്പിന്റെ പെട്ടിയിൽ സാധാരണ ഇപ്പോൾ അത്ര അധികം ക്യാഷിനെ കൊണ്ടുപോകുള്ളൂ, അല്ലെങ്കിൽ ബാഗിലാണ് സ്വാഭാവികമായിട്ടും കൊണ്ടുപോകുക. മാക്സിമം നമ്പർ ഓഫ് ഏജൻസ് ഓർ എംപ്ലോയീസ്. ഏജൻസ് ആണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. 10 പേര് ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ ഉണ്ട് എന്നുള്ള ഒരു ധാരണയിലാണ് ഞാൻ ഇവിടെ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. ഇതിന് മണി 10 പേർ 3040 രൂപ വരും. അതായത് ഒരാൾക്ക് 354 രൂപയാണ് ഒരു വർഷത്തിൽ വരുള്ളൂ നമുക്ക്. എന്ന് വെച്ചാൽ 1 രൂപയുടെ താഴെ ഒരാൾക്ക് വരുന്നുള്ളൂ ഒരു വർഷത്തിൽ. അത് തന്നെ ഫെഡിലിറ്റി ഗ്യാരണ്ടി ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ 10 പേർക്ക് 5900 രൂപ വരും. അതിന് ഒരാൾക്ക് വരുന്ന പ്രീമിയം ഒരു വർഷത്തിൽ 590 രൂപയാണ്. അപ്പൊ ഇങ്ങനെ ഒരു പോളിസിയാണ് നമുക്ക് കൊടുക്കാൻ പറ്റിയത്. ഇത് കേരളത്തിൽ വേറെ ആരും എടുത്തിട്ടില്ല അല്ലെങ്കിൽ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്ന ഒരു പോളിസിയാണ്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോളിസിയെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്, ബാങ്കേഴ്സ് ഇൻഡെംനിറ്റി ഇൻഷുറൻസ്. സാധാരണ എല്ലാവരും എളുപ്പത്തിന് എന്താ ചെയ്യാച്ചാൽ കോപ്പറേറ്റീവ് ബാങ്കില് കഴിഞ്ഞ ഏത് പോളിസിയെ ചെയ്തിച്ചാൽ അത് ഈ വർഷം അതേപടിയാണ് പുതുക്കി പോകും. അതിൽ എന്തെങ്കിലും സംശയോട് കൂട്ടാണെങ്കിൽ കുറച്ച് കൂട്ടും. പക്ഷെ അങ്ങനെ പോരാന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ കാലം മാറുന്നതിനനുസരിച്ച് റിസ്കുകളും കൂടി വരികയാണ്. പണ്ടുണ്ടായിരുന്ന റിസ്കുകളല്ല അപ്പോൾ. അപ്പൊ റിസ്കുകൾ കൂടുന്തോറും നമ്മൾ കൂടുതൽ വിജിലന്റ് ആവണം, അലർട്ട് ആവണം. അതുകൊണ്ടാണ് ഈ ബാങ്കേഴ്സ് ഇൻഡെംനിറ്റി പോളിസിക്ക് വളരെയധികം പ്രസക്തി ഉണ്ട് എന്നുള്ളത് ഞാൻ പറയാൻ കാരണം. ഈ ബാങ്കേഴ്സ് ഇൻഡെംനിറ്റി പോളിസി ഒരു പാക്കേജ് പോളിസിയാണ്. ബാങ്കിനും അതുമാതിരി തന്നെ കുറച്ച് റിലയബിൾ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാത്രമേ ഇൻഷുറൻസ് കമ്പനി ഈ പോളിസി കൊടുക്കുള്ളൂ. അല്ലാതെ ഒരു സാധാരണ രീതിയിലുള്ള ഒരു ഫൈനാൻസ് കമ്പനിക്ക്, നാട്ടിൻപുറത്തുള്ള ഒരു കമ്പനിക്കൊന്നും ഇത് ചോദിച്ചാൽ സാധാരണ ആരും കൊടുക്കാറില്ല. അപ്പൊ അതിൽ നമുക്ക് ഉണ്ടാവുന്ന ഓപ്പറേഷണൽ റിസ്ക്, ഫൈനാൻഷ്യൽ ലോസ്, ഫ്രോഡ്, തെഫ്റ്റ്, ആക്സിഡൻസ് ഇതൊക്കെയാണ് ഇതിൽ കവർ ചെയ്യുന്നത്. ഇന്റേണൽ ആയിട്ടുള്ളതും എക്സ്റ്റേണൽ ആയിട്ടുള്ള റിസ്കുകളും ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. കവറേജസ് എന്താണെന്ന് നോക്കാം. ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ആൻഡ് ഇൻ ദ പ്രമിസസ്, ഫോർജറി ആൻഡ് ആൾട്ടറേഷൻ, തിരിമറികള്, ലോസ് ഡ്യൂ ടു ഫോർജ്ഡ് ചെക്ക്, ഡ്രാഫ്റ്റ് ഓർ ഇൻസ്ട്രുമെന്റ്സ്, ലോസസ് ഫ്രം എംപ്ലോയി ഡിഷോണസ്റ്റ്, burglary, robbery at insured premises, hypothecated goods, loss due to fraud in goods pledged to the bank, loss of insured items sent via registered post, appraisers, agents, fraud, dishonesty by external agent. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ കവർ ചെയ്യുന്നത് മെയിനായിട്ട്. അടുത്തത് പറയാം, കവറേജസ് കണ്ടിന്യൂഡ്. ഫ്രോഡുലന്റ് ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻസ്, ഫിഷിംഗ്, ഹാക്കിംഗ് ഓർ അൺഓതറൈസ്ഡ് ആക്സസ്. ഇപ്പൊ ധാരാളം ഫിഷിംഗ് ഒക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. റിസ്ക് ഓഫ് ലോസ് ഫ്രം ആക്സെപ്റ്റൻസ് ഓഫ് counterfeit notes, especially in cash-based branches or ATMs. Covers loss of cash stocked in ATMs, either due to burglary, robbery, or internal fraud. Expenses related to the loss, damage, or misplacement of important documents such as deeds, securities, or bonds. Third-party liability protects against claims from customers or third parties due to employee negligence or system errors. Audit fee cover covers the cost of forensic audit required following a claimable event or fraud detection. Reinstatement of data software, അടുത്തത് പിന്നെ ലീഗൽ കോസ്റ്റ്. ഇതെല്ലാം ഇതിൽ കവർ ചെയ്യുന്ന ഒരു സാധനമാണ്. പക്ഷെ ഇതിന്റെ എക്സ്ക്ലൂഷൻസ് വളരെ 4-5 എക്സ്ക്ലൂഷൻസ് ഇതിലുള്ള, ബാക്കിയുള്ള എല്ലാം കവറേജസ് ആണ്. അപ്പൊ ഒരു പ്രത്യേക കാലാവധി കഴിഞ്ഞിട്ട് നമ്മൾ ക്ലെയിം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. അല്ലെങ്കിൽ അതിന് തക്കതായ ഒരു റീസൺ ഉണ്ടായിരിക്കണം, നമുക്ക് അത് സമർത്ഥിക്കാനും കഴിയണം. അക്കൗണ്ടിങ് എറേഴ്സ്, കണ്ടീഷൻസ് നമുക്കിതിൽ ഇതിന്റെ പരിധിയിൽ വരില്ല. ലോസ് ഓഫ് പ്രോഫിറ്റ് ഓർ ഇൻഡയറക്ട് ലോസസ് വരില്ല. ആക്ട്സ് കമ്മിറ്റഡ് ബൈ ഡയറക്ടേഴ്സ്, അത് ഇതിന്റെ പരിധിയിൽ വരില്ല. വെയർ ആൻഡ് ടയർ, തേയ്മാനം,
പ്രോപ്പർട്ടി, അതൊന്നും ഇതിന്റെ പരിധിയിൽ വരില്ല. ബാക്കിയുള്ളത് എല്ലാം ഇതിന്റെ പരിധിയിൽ വരുന്ന ഒരു പോളിസിയാണ്. അപ്പൊ ബാങ്കേഴ്സ് ഇൻഡെംനിറ്റി പോളിസി എന്തുകൊണ്ടും ബാങ്കുകൾക്ക് അനുകരിക്കാവുന്ന ഒരു പോളിസിയാണ്. അവരുടെ ഒട്ടുമിക്ക റിസ്കുകളും ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ഇൻഷുർ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇതിൽ തിരഞ്ഞെടുക്കുന്ന ഓരോ ഡാറ്റയും കൊടുക്കുന്ന ഓരോ ഡാറ്റയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് അതിന് സമർപ്പിക്കേണ്ട രേഖകളാണ് കോപ്പി ഓഫ് ഇൻഷുറൻസ് പോളിസി, ക്ലെയിമിന്റെ സമയത്ത് ഡ്യൂലി ഫിൽഡ് ക്ലെയിം ഫോം, FIR, പോലീസ് റിപ്പോർട്ട്, ഇന്റേണൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, എംപ്ലോയി സ്റ്റേറ്റ്മെന്റ്, ഈ ഇന്റേണൽ ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൊടുക്കണം, ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കണം, സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ്, ട്രാൻസാക്ഷൻ സ്ലിപ്സ്, ഫോർജ്ഡ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കണം, പ്രൂഫ് ഓഫ് ലോസ്, ഫോട്ടോഗ്രാഫിക്, വീഡിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. എനി അതർ ഡോക്യുമെന്റ്സ് ആസ് റിക്വയർഡ് ബൈ ദ ഇൻഷുറർ പറഞ്ഞ ഇൻഷുറൻസ് കമ്പനി അല്ലെങ്കിൽ സർവേയർ ചോദിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ക്ലെയിം സെറ്റിൽമെന്റ് ഭാഗമായിട്ട് അതെല്ലാം കൊടുത്തിരിക്കണം. ഇനി ഒരു കൊട്ടേഷൻ എങ്ങനെ വാങ്ങിക്കേണ്ടത്? ഞാൻ ഈ ഒരു പോളിസി ഫോക്കസ് ചെയ്യാൻ കാരണം ഇത് പലർക്കും ഒരു പക്ഷേ പലരും എടുക്കാം. അപ്പൊ ഒരു കൊട്ടേഷൻ എങ്ങനെ സംഘടിപ്പിക്കണം, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്? ആദ്യം ബാങ്കിന്റെ അഡ്രസ്സ്, പിന്നെ ടൈപ്പ് ഓഫ് ബാങ്ക്, നമ്മളെ സംബന്ധിച്ചിടത്തോളം കോപ്പറേറ്റീവ് ബാങ്കാണ്, ഏത് കൊല്ലം അത് എസ്റ്റാബ്ലിഷ് ചെയ്തു, എത്ര എംപ്ലോയീസ് ഉണ്ട്, എത്ര ബ്രാഞ്ചിന്റെ, എത്ര ATMs ഉണ്ട്, പിന്നെ എക്സിസ്റ്റിംഗ് ഇൻഷുറൻസ് ഡീറ്റെയിൽസ്, നിലവിൽ എന്തെങ്കിലും ഇൻഷുറൻസ് ഉണ്ടോ, അതിന്റെ പോളിസി ഉണ്ടോ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ക്ലെയിം വന്നിട്ടുണ്ടോ ലാസ്റ്റ് 5 കൊല്ലമായിട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ കവറേജ് റിക്വയർമെന്റ്സ് ആണ്, ബേസിക് സം ഇൻഷുർഡ്, ഇതിനൊരു ബേസിക് സം ഇൻഷുർഡ് ഉണ്ടാവും. പിന്നെ ട്രാൻസിറ്റിന്റെ കവറേജിൽ എത്ര വേണം, ഫോർജറി ഓർ ആൾട്രേഷൻസ് വന്നാൽ പരമാവധി എന്തൊക്കെ സംഭവിക്കാം അതിന്റെ സം ഇൻഷുർഡ്, ഡിഷോണസ്റ്റി, ഹൈപ്പോത്തിക്കേറ്റഡ് ഗുഡ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ വാല്യൂ എത്രയാണ്, പിന്നെ കൗണ്ടർ ഫിറ്റ് കറൻസി അങ്ങനെ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അത്, ATM റിലേറ്റഡ് ലോസ് വല്ലതും ഉണ്ടെങ്കിൽ അത്, പിന്നെ രജിസ്റ്റേർഡ് പോസ്റ്റൽ സെൻഡിങ്സ്. ഇപ്പൊ രജിസ്റ്റേർഡ് പോസ്റ്റൽ സെൻഡിങ്സ് ഒക്കെ വളരെ ചുരുക്കമായിട്ടേ സംഭവിക്കാറുള്ളൂ. നമ്മളിപ്പോ അധികം കൊറിയറൊക്കെയാണ് ഉപയോഗിക്കുക, സ്പീഡ് പോസ്റ്റ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. എന്നാലും വാല്യബിൾസ് ഒന്നും അങ്ങനെ നോർമലി അങ്ങനെ അയക്കാറില്ല എന്നുള്ളതാണ്. അപ്രൈസേഴ്സിന്റെ റിസ്ക് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. പിന്നെ നമ്മുടെ ജനതാ ഏജൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഏജന്റുമാർ, ഡെയിലി കളക്ഷനൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള ഏജന്റുമാരെയാണ് ഈ ജനതാ ഏജന്റുമാർ എന്ന് പറയുന്നത്. അഡീഷണൽ സം ഇൻഷുർഡ് നമുക്ക് ചോദിക്കാം, ഓൺ പ്രൈമിസസ് നമ്മുടെ പ്രൈമിസസിൽ ചോദിക്കാം, ട്രാൻസിറ്റിൽ ചോദിക്കാം. സം ഇൻഷുർഡ് ഫോർ ഓപ്ഷണൽ എക്സ്റ്റൻഷൻസ് ഇഫ് റിക്വയർഡ്, സൈബർ ലയബിലിറ്റി ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആണത്, സൈബർ ലയബിലിറ്റി. പ്രൊഫഷണൽ ഇൻഡെംനിറ്റി എന്ന് വെച്ചാൽ ഏതെങ്കിലും പ്രൊഫഷണൽ നെഗ്ലിജൻസ് കാരണം നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടായിച്ചാൽ പ്രൊഫഷണൽ ഇൻഡെംനിറ്റി ഇത് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പിന്നെ RTGS, NEFT റിലേറ്റഡ് ഫ്രോഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇതിൽ കവർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും ഒരു പോളിസി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് ഗ്രൂപ്പ് മെഡിക്ലെയിം ഇൻഷുറൻസ് ആണ്. ഈ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് നമ്മളുടെ ജീവിത രീതി, വ്യായാമക്കുറവ്, അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ നമ്മൾ നേരത്തെ തന്നെ രോഗത്തിന് അടിമകളാവുകയാണ് സത്യത്തിൽ എല്ലാവരും. അപ്പൊ നമുക്കാണെങ്കിൽ ഈ ചികിത്സാ ചെലവ് കൂടി വരുന്ന ഒരു സാഹചര്യം ഉണ്ട്. കാരണം അതിന് ഇൻവെസ്റ്റിഗേറ്റീവ് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റും സ്പെഷ്യാലിറ്റി ഡോക്ടർമാരും സ്പെഷ്യാലിറ്റി ആശുപത്രികളും പ്രൊസീജിയർ ചാർജും സർജറി ചാർജും എല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറമാണ്. മാത്രമല്ല മെഡിക്കൽ ഇൻഫ്ലേഷൻ 14%-ലധികമാണ് ഇപ്പോൾ ഇന്ത്യയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയുടെ പ്രസക്തി ഞാൻ പറഞ്ഞറിയിക്കാതെ തന്നെ നമുക്കൊക്കെ അറിയാം. നമ്മൾ കോവിഡ് എന്ന് പറഞ്ഞ ഒരു മഹാമാരി അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയ ആളുകളായതുകൊണ്ട് അസുഖത്തിന്റെ വ്യാപനം അല്ലെങ്കിൽ പകർച്ചവ്യാധികളെ കുറിച്ചിട്ടുള്ള ആശങ്കയൊക്കെ നമുക്ക് ഇപ്പോഴും എവിടെയെങ്കിലും ഒരു കോവിഡ് വരുന്ന പറഞ്ഞാൽ നമ്മുടെ ഉള്ളില് എന്താ പറയാ തീയാണ് സത്യത്തില്. അപ്പൊ ഈ ഹെൽത്ത് ഇൻഷുറൻസ് പല രീതിയിൽ ആവാം. ഒന്ന് നമ്മുടെ എംപ്ലോയീസിന് നമുക്ക് കൊടുക്കാവുന്ന പോളിസി ഉണ്ട്. അതിൽ നിലവിലുള്ള അസുഖങ്ങളൊക്കെ കവർ ചെയ്യുന്ന പോളിസി കൊടുക്കാം. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് അടിയിൽ കൊടുക്കുന്നുണ്ട്. ഡയറക്ടേഴ്സിനെ കവർ ചെയ്യാം. അതുകൂടാതെ നമ്മളുടെ മെമ്പേഴ്സിന്, ഞാൻ ഈ മെമ്പേഴ്സിന്റെ കാര്യം എടുത്ത് പറയുമ്പോൾ ഞാൻ ഈ സ്ലൈഡിൽ നിന്നൊന്ന് മാറി സംസാരിക്കുന്നുണ്ട്. ഏതൊരു സ്ഥാപനത്തിന്റെ നിലനിൽപ്പ് ആ സ്ഥാപനത്തിനെ താങ്ങി നിർത്തുന്ന ആളുകൾ എന്ന് വെച്ചാൽ ഇവിടെ ഒരു കോപ്പറേറ്റീവ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം മെമ്പേഴ്സാണ്. ഈ മെമ്പേഴ്സിന്റെ വെൽഫെയറിൽ എന്തുകൊണ്ട് ഈ സഹകരണ മേഖലയ്ക്ക് കുറച്ചും കൂടി ഇൻവോൾവ് ചെയ്തുകൂടാ? അതിൽ ഇൻഷുറൻസിന് നല്ലൊരു റോള് പ്ലേ ചെയ്യാനുണ്ട്. കാരണം ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുടുംബം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോയിട്ട് വിപണിയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഒരു വലിയ തുക നൽകേണ്ടി വരും. മാത്രമല്ല അതിൽ പല കണ്ടീഷൻസും എക്സ്ക്ലൂഷൻസും പ്രീ എക്സിസ്റ്റിംഗ് കവറേജ് ഒന്നും ഇല്ലാത്ത പോളിസിയാണ് പലർക്കും കിട്ടുക. പക്ഷേ ഇതൊരു പ്ലാറ്റ്ഫോമാണ് നമ്മളുടെ ഈ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ കോപ്പറേറ്റീവ് ബാങ്കിന് ഒരു ഗ്രൂപ്പ് പോളിസി നടപ്പിലാക്കുകയാണെങ്കിൽ
ഒന്ന് പ്രീമിയം കുറഞ്ഞ് ഇൻഷുർ ചെയ്യാൻ പറ്റും, 2 നിലവിലുള്ള അസുഖങ്ങൾ കവർ ചെയ്യുന്ന പോളിസിയും കൊടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ആലോചിക്കാവുന്ന ഒരു മേഖലയാണ്. നിങ്ങൾക്കും ഈ ജീവകാരുണ്യം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്കും ഇൻവോൾവ് ചെയ്യാം. ഈ ബാങ്കിങ്ങിൽ നിന്ന് കുറച്ച് മാറി ചിന്തിച്ചാൽ അപ്പൊ ഈ ആളുകൾ നിങ്ങളായിട്ട് കൂടുതൽ ഇന്റിമസി വരും, അടുക്കും. ബാങ്കിലെ ആളുകൾ കയറിയിറങ്ങും. ഒരുപാട് ആളുകൾക്ക് നിങ്ങൾക്ക് സഹായം. മറ്റേതെന്താ വെച്ചാൽ അവരൊരു അസുഖം വന്ന് മാരക രോഗം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്കിൽ വന്നിട്ട് ലോൺ ചോദിക്കും, അല്ലെങ്കിൽ പണം പണയം വയ്ക്കും, അല്ലെങ്കിൽ വീട് പണയം വയ്ക്കും ഒക്കെ ചെയ്യാം. അവർക്ക് തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞെങ്കിൽ ഇതെല്ലാം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പൊ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു റോളുണ്ട് ഈ ഒരു കാര്യത്തിൽ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ആ താല്പര്യം ഉണ്ടെങ്കിൽ താല്പര്യമുള്ളവർക്ക് അതിനെ പറ്റിയൊക്കെ ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഇതില് ഒരു ഫാമിലി എന്നുള്ളതില് അച്ഛൻ, അമ്മ, കുട്ടികൾ ആണ് സാധാരണ രീതിയിൽ. അവരുടെ പാരന്റ്സിനെ നമുക്ക് ഉൾക്കൊള്ളിക്കുകയും ചെയ്യാം. പക്ഷെ ഏജ് കൂടുന്തോറും പ്രീമിയം കൂടുന്നതാണ്. നിലവിലുള്ള അസുഖങ്ങൾ കവർ ചെയ്യുന്ന പോളിസികൾ നമുക്ക് കൊടുക്കാൻ പറ്റും ഗ്രൂപ്പായിട്ട്. അല്ലാത്ത പോളിസികളാണെങ്കിൽ 30 ദിവസം വെയിറ്റിംഗ് പീരീഡും പിന്നെ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ എക്സ്ക്ലൂഷൻസ് ഒക്കെ ഉണ്ട്. വെച്ചാൽ പ്രീ എക്സിസ്റ്റിംഗ് കവർ, അതിൽ ഡിസീസസ് അതിൽ കവർ ചെയ്യുക. പിന്നെ ഈ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇതെല്ലാം വേവ് ചെയ്തിട്ടുള്ള ഒരു പോളിസിയാണ് ഞാൻ ഇവിടെ കോപ്പറേറ്റീവ് സെക്ടറിന് പറയുന്നതും റെക്കമെൻഡ് ചെയ്യുന്നതും. പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ, റൂം റെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ പോളിസിയിൽ കിട്ടും. സം ഇൻഷുർഡ് നമുക്ക് ഏത് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ, അത് പിന്നെ സാധാരണ രീതിയിൽ ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ വരിക ഏതെങ്കിലും ആശുപത്രികൾ ഫുള്ളാവുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ കണ്ടേജിയസ് ഡിസീസസ് വന്നിട്ട് ആശുപത്രികളിൽ അഡ്മിറ്റ് ആവാത്ത ഒരു സാഹചര്യങ്ങളിലൊക്കെയാണ് ഡൊമിസിലറി ക്ലെയിം ചെയ്യാൻ പറ്റും. പിന്നെ ഡേ കെയർ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ആശുപത്രിയിൽ പോയാൽ 24 മണിക്കൂർ നമുക്ക് ആശുപത്രിയിൽ കിടക്കണം എന്ന് പറയും. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. പല കേസിലും നമ്മൾ ഇൻപേഷ്യന്റ് ആയിട്ട് അവിടെ അഡ്മിഷൻ വാങ്ങിക്കുക. 540ഓളം ഡേ കെയർ പ്രൊസീജിയർ ഇപ്പോൾ പുതുതായിട്ട് ഈ മോഡേൺ ട്രീറ്റ്മെന്റിലുണ്ട്. മോഡേൺ ട്രീറ്റ്മെന്റ് പറഞ്ഞാൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ. അപ്പൊ ഒരു ആക്സിഡന്റ് പറ്റി, നമുക്കൊരു ഫ്രാക്ചർ പറ്റി, നമുക്ക് 24 മണിക്കൂർ കിടക്കണ്ട. അവർ പ്ലാസ്റ്റർ ഇടാൻ അവർക്ക് 2-3 മണിക്കൂർ മതിയാവും. അതുപോലെ തന്നെ നമ്മൾ കാറ്ററാക്ട് സർജറി, അങ്ങനെയുള്ള പല പ്രൊസീജിയർ 540ഓളം ഡേ കെയർ പ്രൊസീജിയർ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ഇതെല്ലാം നമുക്ക് 24 മണിക്കൂർ അഡ്മിഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പിന്നെ എമർജൻസി ആംബുലൻസ് ചാർജ്, ഡെന്റൽ ട്രീറ്റ്മെന്റ്, നമുക്ക് വല്ല ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ കറക്റ്റീവ് മെഷേഴ്സിന് എടുക്കാൻ പറ്റും, ചികിത്സിക്കാൻ പറ്റും. പിന്നെ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് നമുക്ക് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് റീഇംബേഴ്സ്മെന്റ് ആയിട്ട് നമുക്ക് വാങ്ങിക്കുകയും ചെയ്യാം. ഹെൽത്ത് ഇൻഷുറൻസിന്റെ ക്ലെയിം പ്രൊസീജിയർ അത് നമുക്ക് അത്യാവശ്യമുള്ള ഒരു കാര്യമായതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാം. സാധാരണ രീതിയിൽ 2 തരത്തിലുള്ള, ഒന്ന് എമർജൻസി ഹോസ്പിറ്റലൈസേഷൻ അല്ലെങ്കിൽ പ്ലാന്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയും. നമ്മളിപ്പോ അടുത്ത ആഴ്ച എനിക്കൊരു സർജറി ഉണ്ടെന്ന് പറയണതിന് നമുക്ക് പ്ലാന്റ് ഹോസ്പിറ്റലൈസേഷൻ പറയാം. നമുക്കൊരു ആക്സിഡന്റോ ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ വന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ആശുപത്രി പോകുന്നതിന് എമർജൻസി ഹോസ്പിറ്റലൈസേഷൻ പറയും. അപ്പോൾ ഏത് ടൈപ്പ് ഹോസ്പിറ്റലൈസേഷൻ ആണെങ്കിലും ആദ്യം നമ്മൾ എത്രയും പെട്ടെന്ന് ഈ ഇൻഷുറൻസ് കമ്പനിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രൊഫഷണലിനെ ഈ കാര്യം അറിയിക്കുക. അവരതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമുക്ക് അതാത് ഹോസ്പിറ്റലിൽ വിളിച്ച് പറഞ്ഞിട്ട് എല്ലാ സപ്പോർട്ടും ചെയ്തു തരും. ചിലപ്പോൾ ഈ പോകുന്ന ആളുടെ അടുത്ത് മറ്റേ എന്താ പറയാ പോളിസി ഡോക്യുമെന്റ് ഉണ്ടാവില്ല. കാരണം പോളിസി അല്ലല്ലോ നമ്മൾ ആദ്യം നോക്കുക, നമ്മൾ ആശുപത്രിയിൽ എത്രയും പെട്ടെന്ന് എത്തിക്കാന്നല്ലേ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഹെൽത്ത് കാർഡ് ചോദിക്കും. പിന്നെ അവരൊരു പ്രീ ഓതറൈസേഷൻ ആശുപത്രിയിൽ നിന്ന് ഈ രോഗം എന്താണെന്നുള്ള എൻ്റെ വിവരങ്ങളെല്ലാം വെച്ചിട്ട് TPA കമ്പനിക്കോ ഇൻഷുറൻസ് ക്ലെയിംസ് ഡിപ്പാർട്ട്മെന്റിനോ കൊടുക്കും. അവര് അത് അപ്രൂവ് ചെയ്തിട്ട് തിരിച്ചയക്കും. ആ തിരിച്ചയച്ച അവർ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. ക്യാഷ്ലെസ് ആയിട്ടാണെങ്കിൽ ക്യാഷ്ലെസ്. ഇനി ഈ അപ്രൂവ്ഡ് ആശുപത്രി അല്ലെങ്കിൽ നമുക്ക് ക്യാഷ്ലെസ് ഇല്ലെങ്കിൽ നമുക്ക് റീഇംബേഴ്സ്മെന്റ് ആയിട്ടും ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം എല്ലാ അനുബന്ധ രേഖകളും സമർപ്പിച്ചാൽ നമുക്ക് റീഇംബേഴ്സ്മെന്റ് ആയിട്ടും നമുക്ക് പൈസ വാങ്ങിക്കാവുന്നതാണ്. പിന്നെ ഇതാണ് ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചിട്ട് ജനറിക് ആയിട്ട് പറയാനുള്ളത്. ഇപ്പോൾ ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ ഒരു 10-25 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ഒരു പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് കവർ ചെയ്യുന്ന ഒരു പോളിസി കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഇന്ന് വിപണിയിലുണ്ട്. അതുപോലെ തന്നെ മെമ്പേഴ്സിനും പറ്റുന്ന പോളിസികൾ ചിട്ടപ്പെടുത്തി എടുക്കാവുന്നേ ഉള്ളൂ. ഇതല്ല അപകട ഇൻഷുറൻസ്. അടുത്ത് അപകട ഇൻഷുറൻസ് ആണ്. ഈ അപകട ഇൻഷുറൻസിൽ സാധാരണ ഇതിന് വളരെ പോപ്പുലാരിറ്റി ഉള്ള ഒരു സംഭവമാണ് ഈ അപകട ഇൻഷുറൻസ്. ചുരുങ്ങിയ ചെലവിൽ നമുക്ക് വലിയ റിസ്ക് ഒക്കെ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ്. അത് ഗ്രൂപ്പായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും.
ടൈലർ മെയ്ഡ് ആയിട്ടും കൊടുക്കാൻ പറ്റും. എന്താണ് ഈ ടൈലർ മെയ്ഡ് എന്ന് പറഞ്ഞാൽ, നമുക്ക് അപകടമരണം, അംഗവൈകല്യം, അപകടമുള്ള ആശുപത്രി ചെലവ്, ആംബുലൻസ് ചാർജ്, വിദ്യാഭ്യാസ ഫണ്ട്, ഇങ്ങനെ ഒരു 20ഓളം റിസ്കുകൾ കവർ ചെയ്യുന്ന ഒരു പോളിസിയാണ് അപകട ഇൻഷുറൻസ്. അപ്പൊ ഇതിൽ നമുക്ക് അപകടമരണം മാത്രം മതിച്ച് അത് കൊടുക്കാം, അപകടമരണം അംഗവൈകല്യം വേണമെങ്കിൽ അത് കൊടുക്കാം, അപകടമരണം ആശുപത്രി ചെലവ് മതിച്ച് അത് കൊടുക്കാം. അപ്പൊ എങ്ങനെ വേണമെങ്കിൽ ഇതിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാന്നർത്ഥം. ഇപ്പൊ ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡന്റ് പോളിസിയിൽ നമുക്ക് ഡെത്ത് ഓൺലി മാത്രം കൊടുക്കാവുന്ന പോളിസി ഉണ്ട്. അതിന് ഒരു 20 രൂപയ്ക്കാണ് 50ഓളം അപകടങ്ങൾ കവർ ചെയ്യുന്ന ഒരു പോളിസിക്ക് ഒരു 10 ലക്ഷത്തിന് 200 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ വിപണിയിൽ കിട്ടാനുണ്ട്. അതല്ല, നമുക്ക് ഈ പോളിസി തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്സിഡന്റൽ ഡെത്ത്, PTD, PPD എന്ന് വെച്ചാൽ അംഗവൈകല്യം എന്നാണ്, ആക്സിഡന്റ് മെഡിക്ലെയിം, വീക്ക്ലി കോമ്പൻസേഷൻ പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ആക്സിഡന്റ് പറ്റി, ഫ്രാക്ചറായി, ഒരു 5 ആഴ്ച 6 ആഴ്ചയോ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത അല്ലെങ്കിൽ ജോലി എടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഇൻഷുർ ചെയ്ത എമൗണ്ടിന്റെ ഒരു 2% ഒക്കെ നമുക്ക് കോമ്പൻസേഷൻ ആയിട്ട് കിട്ടും. അതിനെയാണ് വീക്ക്ലി കോമ്പൻസേഷൻ എന്ന് പറയാം. ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ ഫണ്ട് എന്ന് പറഞ്ഞാലും ഇതേപോലെ പാരന്റ് മരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ കുട്ടികളുടെ തുടർ വിദ്യാഭ്യാസത്തിനുള്ള ഫണ്ട് കൊടുക്കുന്നതാണ്. ഇങ്ങനെയുള്ള പോളിസികളെ നമുക്ക് ചിട്ടപ്പെടുത്തി എടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ആക്സിഡന്റുകൾ എത്ര തരം ഉണ്ടെന്നുള്ളതാണ്. സാധാരണ ഈ ആക്സിഡന്റ് പോളിസിയെ കുറിച്ച് പറയുമ്പോൾ റോഡ് ആക്സിഡന്റ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇത് പലരും ഈ അപകട ഇൻഷുറൻസ് പറഞ്ഞ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരിക ഈ റോഡ് ആക്സിഡന്റ് മാത്രമാണ്. ഇതിൽ പറയുന്ന ആക്സിഡന്റിന്റെ എണ്ണം റെയിൽ ആക്സിഡന്റ്, എയർ ആക്സിഡന്റ്, ഫയർ ആക്സിഡന്റ്, ഇൻഡസ്ട്രിയൽ ആക്സിഡന്റ്, ഫയർ വർക്ക് ആക്സിഡന്റ്, ഇലക്ട്രിക് ഷോക്ക്, ലൈറ്റ്നിങ്, ഗ്യാസ് ആക്സിഡന്റ്, ബേണിംഗ്, ഡ്രോണിങ്, സ്നേക്ക് ബൈറ്റ്, ഫ്രോസ്റ്റ് ബൈറ്റ്, ഡോഗ് ബൈറ്റ്, ലാൻഡ് സ്ലൈഡ്, റോക്ക് സ്ലൈഡ്, ഫ്ലഡ്, ഡ്രോട്ട്, fall from trees or building, attack from animals, ഷിപ്പ്, ബോട്ട് അങ്ങനെയുള്ള ആക്സിഡന്റ്, ട്രാം ആക്സിഡന്റ്, ടൈഫൂൺ, ടൊർണാഡോ അങ്ങനെയുള്ള കൊടുങ്കാറ്റുകൾ, സൈക്ലോൺ, ഹറിക്കെയിൻ, മൈനിങ് ആക്സിഡന്റ്. മൈനിങ് പറഞ്ഞാൽ പറഞ്ഞാൽ കോറി അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ മൈനിങ്. പിന്നെ കൊളീഷൻ, കൂട്ടിയിടിക്കുന്നത്, വൈൽഡ് ഫയർ, ഫോറസ്റ്റ് ഫയർ, സീ എറോഷൻ, ലിഫ്റ്റ് ആക്സിഡന്റ്, എസ്കലേറ്റർ ആക്സിഡന്റ്, എർത്ത് വേക്ക്, കോൾഡ് വേവ്, കെമിക്കൽ ആസിഡ് അറ്റാക്ക്, ഹീറ്റ് വേവ്, വോൾക്കാനിക് ഇറപ്ഷൻ, ക്ലൗഡ് ബേസ്റ്റ്, നാച്ചുറൽ കലാമിറ്റി, സൺസ്ട്രോക്ക്, സുനാമി, സ്നോ സ്റ്റോം, സ്കിഡ് ഫോൾ, അറ്റാക്ക് ഫ്രം ഹ്യൂമൻ ബീയിങ്സ്, ആക്സിഡന്റ് ഡ്യൂ ടു എനി ടൈപ്പ് ഓഫ് ഇമ്പാക്ട്. അപ്പൊ ഈ ആക്സിഡന്റ് എന്നുള്ള ഡെഫിനിഷനിൽ വരുന്ന എല്ലാം അപകടമാണ്. അപ്പൊ അപകട ഇൻഷുറൻസ് കേൾക്കുമ്പോൾ ഇപ്പൊ നമ്മളോട് എത്ര തരം അപകടം ചോദിച്ചാൽ നമുക്ക് ഒരു 10 പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു 50ഓളം റിസ്കുകൾ കവർ ചെയ്യുന്ന ഒരു പോളിസിയാണ് അപകട ഇൻഷുറൻസ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കി വെക്കണം. അതുകൊണ്ടാണ് ഈ ലിസ്റ്റ് കൊടുക്കാൻ ഞാൻ കാരണം. പിന്നെ ഈ അപകട ഇൻഷുറൻസ് പോളിസിയെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാം. ശരിക്കും ഒരു സഹകരണ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മെമ്പർമാർക്കോ അല്ലെങ്കിൽ ലോൺ എടുത്തവർക്കോ കൊടുക്കാവുന്നതാണ്. ലോൺ എടുത്ത ആളുകൾക്ക് പാരലായിട്ട് ഇപ്പോൾ ഒരു 10 ലക്ഷം ലോൺ എടുത്ത ആൾക്ക് 10 ലക്ഷം രൂപയുടെ ഒരു അപകട ഇൻഷുറൻസ് കൊടുക്കാൻ നമുക്ക് ചെറിയ പൈസ മുടക്കിയാൽ മതി. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ നമ്മൾ ഇത് ബാങ്കിന്റെ ഒരു പോളിസി മാറ്റർ ആയിട്ട് ആദ്യം അംഗീകരിക്കണം. അല്ലാതെ നമ്മൾ അവിടെ കുറച്ച് പേരെയൊക്കെ ചെയ്തു വെച്ചിട്ട് കാര്യമില്ല. 2, ഈ ലോൺ കൊടുക്കുന്ന തുകയ്ക്കല്ല ഇൻഷുർ ചെയ്യേണ്ടത് എപ്പോഴും അവർക്ക് വരുന്ന മൊത്തം ബാധ്യതയ്ക്ക്. ഇപ്പോൾ നമ്മളിപ്പോ ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു വീടിന് ലോൺ കൊടുക്കുന്നു. ലോൺ കൊടുക്കുന്ന എമൗണ്ട് 20 ലക്ഷമാണ്. പക്ഷേ വീടിന്റെ യഥാർത്ഥ തുക 50 ലക്ഷം ആണെങ്കിൽ നമ്മൾ 50 ലക്ഷം രൂപയ്ക്ക് വേണം ആ വീട് ഇൻഷുർ ചെയ്യാൻ. അല്ലാതെ 20 ലക്ഷം രൂപയ്ക്ക് ഇൻഷുർ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. കാര്യമില്ല എന്ന് പറയാൻ കാരണം എത്ര ശതമാനമാണോ 50 ലക്ഷം 20 ലക്ഷം തമ്മിലുള്ള പെർസെൻറ്റേജിന്റെ വ്യത്യാസം, അത്ര ശതമാനം ഈ 20 ലക്ഷത്തിന് കിഴിക്കും. എന്ന് പറഞ്ഞാൽ പകുതി പൈസ പോലും കിട്ടില്ല. അപ്പോൾ അണ്ടർ ഇൻഷുറൻസ് എന്നുള്ള ക്ലോസ് അവിടെ ആപ്ലിക്കബിൾ ആവും. അപ്പോൾ ഇനി ഈ പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസിലുള്ള ക്ലെയിം പ്രൊസീജിയർ പറഞ്ഞുതരാം. സാധാരണ അപകടം പറ്റി കഴിഞ്ഞാൽ ഈ ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കണം, ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കണം, FIR മെഡിക്കൽ ലീഗൽ കേസസ് ആണെങ്കിൽ അല്ലെങ്കിൽ അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് കൊടുക്കണം, ഡെത്ത് സമ്മറി കൊടുക്കണം, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കണം, KYC ഡോക്യുമെന്റ് ഈ ആളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, എനി അതർ റിലവന്റ് ഡോക്യുമെന്റ് അവർ ഇൻഷുറൻസ് കമ്പനി ആവശ്യപ്പെടുകയാണെങ്കിൽ അതുവരെ നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. എന്നാലേ നമുക്കൊരു ക്ലെയിം കിട്ടുള്ളൂ. ഇനി ഒരു ഡിസബിലിറ്റി ക്ലെയിം ആണെങ്കിൽ നമുക്ക് എന്താ വേണ്ടി വെച്ചാൽ ഈ ട്രീറ്റ് ചെയ്ത ഡോക്ടർ എത്ര ശതമാനമാണ് ഡിസബിലിറ്റി അംഗവൈകല്യം ഉള്ളത് വെച്ചാൽ അതിന്റെ ഒരു സർട്ടിഫിക്കറ്റും അതുമാതിന്റെ മെഡിക്കൽ റെക്കോർഡ്സും കൊടുക്കണം. ഇതാണ് ഇതിന്റെ പ്രൊസീജിയർ. അടുത്തത് ക്രിട്ടിക്കൽ ഇൽനസ് പോളിസി. ശരിക്കും പറയാച്ചാൽ സഹകരണ ബാങ്കുകൾക്ക്
സാധാരണ ആളുകൾ ലോൺ എടുത്ത ആളുകൾക്ക് പലപ്പോഴും ലോൺ അടയ്ക്കാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യം എന്താ വെച്ചാൽ ഇവർക്ക് മാരക രോഗങ്ങൾ വരിക, അപകടങ്ങൾ വരിക, പ്രകൃതി ദുരന്തങ്ങൾ വരിക, അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം വരിക, അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ്. ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതികൾ സത്യത്തിൽ ഇന്ന് നിലവിലുണ്ട്. പക്ഷേ പലരും ഇതിനെക്കുറിച്ച് അത്ര സീരിയസ് ആയിട്ട് ആരും ചിന്തിച്ചിട്ടില്ല തോന്നുന്നു. പ്രത്യേകിച്ച് ക്രിട്ടിക്കൽ ഇൽനസ് പോളിസി ഞാൻ ഇന്ന് എടുത്തിടാൻ കാരണം എന്താ വെച്ചാൽ ഈ ക്രിട്ടിക്കൽ ഇൽനസ് 20ഓളം മാരക രോഗങ്ങൾ കവർ ചെയ്യുന്ന പോളിസിക്ക് നാമമാത്രമായ ഒരു തുക ചെലവാക്കിയാൽ മതി. 65 വയസ്സുള്ള ആളുകളെ നമുക്ക് ഇൻഷുർ ചെയ്യാം. പക്ഷെ ഈ രോഗം കണ്ടെത്തിയ ആള് മരിച്ചു പോകണമെന്നില്ല. ഈ രോഗം കണ്ടെത്തിയ ആള് 30 ദിവസം ജീവിച്ചിരുന്നാല് ഈ ആൾക്ക് നമുക്ക് ഇൻഷുർ ചെയ്ത തുക മുഴുവൻ കൊടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു ലോൺ എടുത്ത ആളാണ് ഒരു ബാങ്കിൽ നിന്ന് സങ്കല്പിക്കുക. അയാൾക്കൊരു മാരക രോഗം വന്നു കഴിഞ്ഞാൽ അയാൾക്ക് നമുക്ക് ഈ തുക കൊടുക്കാൻ പറ്റിയാൽ ഒരു പരിധി വരെ അയാൾക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. ചികിത്സിക്കാനും ഒപ്പം തന്നെ പാരലായിട്ട് വേണമെങ്കിൽ ഈ ലോണിന്റെ തുക തിരിച്ചടയ്ക്കാനും അത് സഹായകമായിരിക്കും. മാത്രമല്ല അപകട ഇൻഷുറൻസ് എടുക്കുന്ന ഒരാൾക്ക് ഒരു അപകടം മൂലം ഈ ജോലി എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അംഗവൈകല്യം ഉണ്ടായിട്ട് ബെറ്ററായിട്ട് കിടക്കുകയാണെങ്കിലും ഈ അപകട ഇൻഷുറൻസ് പോളിസി ക്രിട്ടിക്കൽ ഇൽനസ് കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ എടുത്താൽ ശരിക്ക് വലിയ തുക വരില്ല. ചെറിയ തുക കൊണ്ട് നിങ്ങൾക്ക് ഈ രണ്ട് മേജർ ആയിട്ടുള്ള റിസ്കുകളും, ഞാനിത് പറയുമ്പോൾ പല ഈ മേഖലയിൽ ഒരുപാട് തഴക്കം പഴക്കമുള്ള ആളുകളായിരിക്കും. നിങ്ങൾ ഓർത്തു പോകുന്നുണ്ടാവും, നിങ്ങളുടെ ബാങ്കിൽ പലർക്കും ഇതേമാതിരിയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ട് ക്യാൻസർ വന്നിട്ടോ സ്ട്രോക്ക് വന്നിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിട്ടിക്കൽ ഇൽനസ് വന്നിട്ടോ പൈസ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത പല സാഹചര്യങ്ങളും. അപ്പൊ അവർക്ക് ഇതുപോലുള്ള ഒരു പോളിസി എടുത്തിരുന്നെങ്കിൽ അവരുടെ തിരിച്ചടവ് കറക്റ്റായിട്ട് വരും ചെയ്യും. നമുക്ക് ഈ റവന്യൂ റിക്കവറിക്ക് പോകാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള കോടതി നടപടികളോ എല്ലാം നമുക്ക് ഒഴിവാക്കിയിട്ട് നമ്മളുടെ ബാങ്കിന് ഒരു വിൻ സിറ്റുവേഷൻ ആണ് ഇവിടെ. ഒരു ലോൺ എടുക്കുന്ന ആള് ഇപ്പോൾ ഒരു 50,000 രൂപ ലോൺ എടുക്കുന്ന ആളോട് ഒരു 500 രൂപ 1000 രൂപ നിങ്ങൾക്ക് പ്രീമിയം വരുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയൊരു തുകയല്ല. മാത്രമല്ല അവർ യെസ് എന്ന് പോലും ചെയ്യും. ലോൺ എടുത്ത് പോയതിനു ശേഷം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ യെസ് എന്ന് പറഞ്ഞോളുന്നില്ല. പക്ഷെ ലോൺ എടുക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ബാങ്കിന്റെ ഒരു പോളിസി മാറ്ററാണ് ഇത്. നിങ്ങൾ എടുക്കുന്നത് നിങ്ങൾക്കും നല്ല നിങ്ങളുടെ കുടുംബത്തിനും നല്ലതാണെന്നുള്ളത് എഡ്യൂക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ ഇത്തരം പോളിസികൾ എടുക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ ഈ ക്രിട്ടിക്കൽ ഇൽനസ് പോളിസിയിൽ 1 കൊല്ലത്തേക്ക് 2 കൊല്ലത്തേക്ക് 3 കൊല്ലത്തേക്ക് ഒരുമിച്ചെടുക്കാം. ഇതില് സെൽഫ്, സ്പൗസ്, 4 ചിൽഡ്രൻ, അതുവരെ പാരന്റിലോ വരെ നമുക്ക് കവർ ചെയ്യാം. നമുക്കിവിടെ സെൽഫിന് എടുത്താൽ മതി, എന്ന് വെച്ചാൽ ലോണിനെ മാത്രം എടുത്താൽ മതി. എല്ലാവരെയും നമുക്ക് ഇൻഷുർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ആനുവൽ ഗ്രോസ് ഇൻകത്തിന്റെ ഒരു 12 ഇരട്ടിയാണ് സാധാരണ സം ഇൻഷുർഡ് കൊടുക്കുക. ക്രിട്ടിക്കൽ ഇൽനസ് പോളിസിയിൽ 20 മാരക രോഗങ്ങളാണ് ഇതിൽ കവർ ചെയ്യുക. വെയിറ്റിംഗ് പീരീഡ് ആദ്യത്തെ 90 ദിവസം ഈ പോളിസിയിൽ ഈ രോഗങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ കിട്ടില്ല. ഇത് വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം. നമ്മൾ ഈ കിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ആളുകളോട് പറഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ എഴുതി കൊടുത്തില്ലെങ്കിൽ നാളെ അവർ നമ്മളോട് പറയും ഇതൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നാളെ ബാങ്കിൽ വന്നിട്ട് അവർ വഴക്കിടാൻ ശ്രമിക്കും. അപ്പൊ ഇനീഷ്യൽ വെയിറ്റിംഗ് പീരീഡ് ഇപ്പൊ നമ്മൾ സാധാരണ മെഡിക്ലെയിം പോളിസി എടുത്താൽ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് എടുത്താൽ ആദ്യത്തെ 30 ദിവസം നമുക്ക് അസുഖങ്ങൾ കവർ ചെയ്യില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ക്രിട്ടിക്കൽ ഇൽനസ് പോളിസിയിൽ ആദ്യത്തെ 90 ദിവസം എന്ത് കവർ ചെയ്യില്ല. അവർ മാരക രോഗം കണ്ടെത്തിയാലും ക്ലെയിം കൊടുക്കില്ല. മാത്രമല്ല ഈ കണ്ടെത്തി കഴിഞ്ഞാൽ തന്നെ ഇയാൾ 15 ദിവസം ഒരു രോഗം കണ്ടെത്തി അപ്പൊ തന്നെ മരിച്ചു കിട്ടില്ല. 15 ദിവസമെങ്കിലും ആള് സർവൈവ് ചെയ്യണം, ജീവിച്ചിരിക്കണം, അപ്പോഴേ നമുക്ക് കിട്ടുള്ളൂ. സം ഇൻഷുർഡ് നമുക്ക് 10 ലക്ഷം 25 ലക്ഷം 50 ലക്ഷം എത്ര വേണമെങ്കിൽ നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റും, പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ക്രിട്ടിക്കൽ ഇൽനസിന്റെ ഒരു ലിസ്റ്റാണ് ഞാൻ കൊടുക്കുന്നത്. ഇതിപ്പോ ഞാൻ വായിക്കാൻ നിൽക്കുന്നില്ല, കുറച്ച് സമയം എടുക്കും. അത് കുറച്ച് 20ഓളം ക്രിട്ടിക്കൽ ഇൽനസ് ഉണ്ട്, 2 സ്ലൈഡ് ഉണ്ട്. ഇതിന്റെ ക്ലെയിം പ്രൊസീജിയർ ഉണ്ട്. അത് ഏറെക്കുറെ മെഡിക്ലെയിമിന് സാധ്യമായ അല്ലെങ്കിൽ മെഡിക്ലെയിമിന് ക്ലെയിം ചെയ്യുന്ന പോലെ തന്നെയാണ് ക്രിട്ടിക്കൽ ഇൽനസിനും ക്ലെയിം ചെയ്യേണ്ടത്. അടുത്തത് ഹോം ഇൻഷുറൻസ് ആണ്. ഈ ഹോം ഇൻഷുറൻസിന്റെ പേര് ഭാരത് ഗൃഹരക്ഷാ പോളിസി എന്നുള്ളതാണ്. ഈ ഭാരത് ഗൃഹരക്ഷാ പോളിസിയിൽ സാധാരണ ഇത് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ ധാരാളം ഈ ഹൗസിംഗ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഉണ്ട്. അതുമാതിരി തന്നെ നമ്മൾ മിക്കവാറും എല്ലാ കോപ്പറേറ്റീവ് ബാങ്ക്സും ഹൗസിംഗ് ലോണിനായിട്ട് കണ്ടമാനം പൈസ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഹൗസിംഗ് ലോൺ കൊടുക്കുമ്പോൾ നമ്മൾ അത് പ്രോപ്പറായിട്ട് നമുക്ക് 10 കൊല്ലത്തേക്ക് 20 കൊല്ലം വരെയൊക്കെ ഒരുമിച്ച് നമുക്ക് ഇൻഷുർ ചെയ്യാൻ പറ്റും. ഇതിന് വളരെ നാമമാത്രമായ പൈസയെ വേണ്ടു. 1 ലക്ഷം രൂപയ്ക്ക് ഒരു 15 രൂപ മുടക്കി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ 1 കോടി രൂപയ്ക്ക് 1500 രൂപയാണ് ആകെ ചെലവ് വരുന്നുള്ളൂ. അപ്പൊ നിങ്ങളൊരു 50 ലക്ഷം ലോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ 750 രൂപ അടച്ചു കഴിഞ്ഞാൽ 1 കൊല്ലത്തേക്ക് ഫയർ പോളിസി കിട്ടി.
ഈ ഫയർ പോളിസിയുടെ ഗുണം എന്താ വെച്ചാല്, ഈ ഭാരത് ഗൃഹരക്ഷയുടെ ഗുണം എന്താ വെച്ചാൽ ഇതില് ഈ 20% 50 ലക്ഷം രൂപയുടെ ഒരു വീട് നമ്മൾ ഇൻഷുർ ചെയ്താൽ 10 ലക്ഷം രൂപയുടെ കണ്ടന്റ് എന്ന് വെച്ചാൽ വീട്ടിലെ സാധന സാമഗ്രികൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിൽ കവർ ചെയ്യുന്ന ഒരു പോളിസിയാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഈ വീടിന്റെ നാശനഷ്ടം, വെള്ളപ്പൊക്കം വന്നിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചിട്ടോ, ഞാൻ നേരത്തെ ഫയറിലെ റിസ്കിനെ കുറിച്ച് ഞാൻ വായിച്ചല്ലോ, അതിൽ പറയുന്ന 10-15ഓളം റിസ്കുകൾ ഇതിലും കവർ ചെയ്യുന്ന ഒരു പോളിസിയാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ബാങ്ക് ശ്രദ്ധ കാണിക്കേണ്ടതാണ്. ഇതിൽ ഞാനത് വായിക്കുന്നില്ല, കാരണം ഇത് നേരത്തെ വായിച്ചൊരു സംഭവമാണ്, റിപ്പീറ്റ് ചെയ്തിട്ട് ഞാൻ വായിക്കുന്നില്ല. ഒരു ക്ലെയിം ഉണ്ടായി കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. സാധാരണ ഒരു ഫയർ ക്ലെയിം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഫയർ റിപ്പോർട്ടാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു സാധനം. പിന്നെ ഇതിന്റെ എസ്റ്റിമേറ്റ് കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണം. പിന്നെ സർവേയർ വന്ന് നോക്കും, എഞ്ചിനീയർ വന്ന് നോക്കും. പിന്നെ ഇത് ഹൈപ്പോത്തിക്കേഷൻ, ഇപ്പൊ ഒരു ബാങ്കിൽ നിന്ന് ലോൺ കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ ഏത് പോളിസിയിലും ഹൈപ്പോത്തിക്കേഷൻ കാണിക്കും. എന്തിനാണ്? ഇതിന് ജോയിന്റ് ഓണർഷിപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണിക്കുക. അപ്പോൾ ഇതിന്റെ ക്ലെയിം ഉണ്ടായി കഴിഞ്ഞാൽ ബാങ്കിലേക്കാണ് ഇതിന്റെ പേയ്മെന്റ് വരുന്നത്. അപ്പൊ ബാങ്കിലെ ഡ്യൂസ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എമൗണ്ട് ആണ് ആർക്ക് പോകുള്ളൂ? ലോൺ എടുത്ത ആൾക്ക് പോകുള്ളൂ. അതുകൊണ്ട് ഹൈപ്പോത്തിക്കൽ എഗ്രീഡ് ബാങ്ക് ക്ലോസ് നിർബന്ധമായിട്ട് നിങ്ങൾ ഇൻസിസ്റ്റ് ചെയ്യണം. ഏത് പോളിസി ലോൺ എടുക്കുന്ന ആൾക്ക് കൊടുക്കുകയാണെങ്കിലും അതിൽ എഗ്രീഡ് ബാങ്ക് ക്ലോസ് അല്ലെങ്കിൽ ഹൈപ്പോത്തിക്കേഷൻ അല്ലെങ്കിൽ നോമിനി എന്നുള്ള രീതിയിൽ, നോമിനി അല്ല ഹൈപ്പോത്തിക്കേഷൻ കാണിച്ചിരിക്കണം. ഇതാണ് അതിന് കൊടുക്കേണ്ട ഡോക്യുമെന്റ്. ക്ലെയിം സെറ്റിൽമെന്റ് സമയത്ത് കോപ്പി ഓഫ് ഇൻഷുറൻസ് പോളിസി, ക്ലെയിം ഫോം കൊടുക്കണം, FIR, പോലീസ്, അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ അപ്ലിക്കബിൾ ആണെങ്കിൽ അത് കൊടുക്കണം. ഓണർഷിപ്പ്, ടൈറ്റിൽ ഡീഡോ അല്ലെങ്കിൽ മറ്റേ നീതി അടച്ച റെസിപ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഭാഗികമായിട്ടുള്ള ലോസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ എസ്റ്റിമേറ്റ് കൊടുക്കണം ഒരു എഞ്ചിനീയറെ കൊണ്ട്. പിന്നെ ഫോട്ടോഗ്രാഫ്സ്, ഡാമേജ്, ഇപ്പൊ ഒരു ഫ്ലഡ് ഉണ്ടായി നിൽക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഫോട്ടോ എടുത്തിട്ടുണ്ടാവും. വീടിന്റെ ഉള്ളില് 2 മീറ്റർ ഹൈറ്റില് വെള്ളം ഉണ്ടായിരുന്നു പറഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു മൊബൈലിൽ നിന്ന് ഫോട്ടോ വീഡിയോ എടുക്കാൻ പറ്റിയെങ്കിൽ അതൊക്കെ ഒരു പ്രൂഫായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റണം. പിന്നെ സർവേയറിന്റെ റിപ്പോർട്ട്, പിന്നെ ബാങ്കിന്റെ ഡീറ്റെയിൽസ്. ബാങ്കിന്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നത് ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് പേയ്മെന്റ് പോകാനാണ്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും കോപ്പറേറ്റീവ് ബാങ്ക് ആണെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നു, നമ്മുടെ അക്കൗണ്ടിലേക്കാണ് അതിന്റെ പേയ്മെന്റും കാര്യങ്ങളും ക്ലെയിമും ഒക്കെ വരിക. ഇത്രയാണ്. അടുത്തത് ക്രോപ്പ് ഇൻഷുറൻസ് ആണ്. ഈ നിങ്ങൾ ഇപ്പോൾ TV-യിലൊക്കെ സാധാരണ കാണുന്നുണ്ടാവും, പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പോളിസിയാണ്. കാരണം ഒരുപാട് 30ഓളം ക്രോപ്പുകൾക്ക് സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും സബ്സിഡി കൊടുക്കുന്ന ഒരു സ്കീമാണ്. പക്ഷെ അത് കർഷകർക്ക് വളരെ ഉപകാരമാണ്. പക്ഷെ ഇപ്പോ ഈ അടുത്ത കാലത്തായിട്ട് ക്ലെയിം കൊടുക്കുന്നത് വളരെ വൈകി പോകുന്നുണ്ട്, സബ്സിഡി കൊടുക്കാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു പോളിസിയാണ്, അത് പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതാണ് ഞാനും പറയാം. കാരണം കർഷകരെ സംബന്ധിച്ചിടത്തോളം 25% പ്രീമിയം അടച്ചാൽ മതി, 75% അതിൽ സബ്സിഡിയാണ്. അതിൽ കവർ ചെയ്യുന്ന റിസ്കുകൾ, ഡെഫിസിറ്റ് റെയിൻഫോൾ, ചില മഴക്കുറവ്. ഇപ്പോ മഴക്കുറവിന്റെ ഒരു കാലമല്ല, എക്സസ് റെയിൻഫോൾ ആണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സസ് ഉണ്ടായാലും കിട്ടും. അൺസീസണൽ റെയിൻ, അതാണ് ഇപ്പൊ എക്സാക്ട്ലി ഈ 3ാമത്തെ പോയിന്റ് ആണ്. അൺസീസണൽ റെയിൻ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വരൾച്ച ഉണ്ടാവുകയെ, പിന്നെ കൂടുതൽ അധിക വൃഷ്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഡിസീസസ് വരും പല പ്ലാന്റിനും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ കവുങ്ങിന് മഹാളി രോഗം കൂടുതൽ ദിവസം മഴ നിന്ന് കഴിഞ്ഞാൽ വരും. അപ്പൊ അങ്ങനെ ഡിസീസസ് ഒക്കെ ഉണ്ടായിട്ടുള്ള കേടുപാടുകൾ ഉണ്ടാവുക. പിന്നെ ശക്തിയായ കാറ്റ്, ഇപ്പൊ നമ്മള് പേപ്പറിലൊക്കെ കാണാറുണ്ട് നെന്ത്രവാഴ. ഇന്ന് ഞാൻ പേപ്പറിൽ വായിച്ചാണ് തൃശ്ശൂരിൽ 1500 നെന്ത്രവാഴ ഒരു കാറ്റടിച്ചപ്പോ വീണു. അപ്പോൾ എന്ന് വെച്ചാൽ അത് ഇൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കർഷകർക്ക് ഈ 1500 വാഴയ്ക്കുള്ള നഷ്ടപരിഹാരം തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. ഇതിലെ അടുത്തത് ഏതൊക്കെ തരത്തിലുള്ള വിളകളാണ് നമ്മൾ ഇൻഷുർ ചെയ്യുന്നത് കേരളത്തിൽ എന്നുള്ളതാണ്. പാഡിയാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അതിന്റെ 1 ഏക്കറിന്റെ സം ഇൻഷുർഡ് 32,000 രൂപയാണ്. അതിന് അടയ്ക്കേണ്ട പ്രീമിയം 1 ഏക്കറിന് 640 രൂപയാണ്. പിന്നെ ബനാന, വാഴ കൃഷിക്ക് 70,000 രൂപ 1 ഏക്കർ നശിച്ചാൽ പരമാവധി നഷ്ടപരിഹാരം കിട്ടും, അല്ലെങ്കിൽ ഇൻഷുർ ചെയ്യുന്ന തുക അതാണ്. അതിന് അടയ്ക്കേണ്ട തുക 3,500 ഒരു വർഷത്തിൽ. ഈ 3,500 എന്ന് പറയുന്നത് 25% തുകയാണ്. ഇനി ഇതിന്റെ 3 ഇരട്ടി ആരടയ്ക്കും? 2 സർക്കാർ, കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും കൂടി അടയ്ക്കും. അവര് മാങ്ങാ കർഷകർക്കുള്ളത് 60,000 ഉണ്ട്.
കാഷ്യൂനട്ട്, കൊക്കോ, ടെർമറിക്, പൈനാപ്പിൾ കർഷകർക്ക് 24,000 ഒരു ഏക്കറിന്. വെജിറ്റബിൾ, അരിക്കനട്ട്, അങ്ങനെയുള്ള വെറ്റില, അങ്ങനെയുള്ളതൊക്കെ. കോക്കനട്ട്, ജിഞ്ചർ അതിന് 16,000. ഇവിടെ 40,000. നട്ട്മഗ് ഉണ്ട്, പെപ്പർ ഉണ്ട്, ടീ ഉണ്ട്. ടീ ഒന്നും ഇവിടെ നമ്മുടെ നാട്ടിൽ അത്ര കോമൺ ആയിട്ട് ആരും ഇൻഷുർ ചെയ്ത് കാണുന്നില്ല. ടാപ്പിയൊക്കെ ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ ഇൻഷുർ ചെയ്യുന്ന മേഖല ഞാൻ പറഞ്ഞുതരാം. പാഡി ധാരാളം പേര് ചെയ്യുന്നുണ്ട്, ബനാന ചെയ്യുന്നുണ്ട്, മാംഗോ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ പെപ്പർ ആളുകൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഏറ്റവും കോമൺ ആയിട്ട് ഇൻഷുർ ചെയ്തു വരുന്ന വിളകൾ ഇപ്പൊ കേരളത്തിൽ. അപ്പൊ ഇതും ഒരു സഹകരണ ബാങ്ക് പ്രോത്സാഹിപ്പിക്കണം എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ആളുകൾക്ക് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടിയാലാണ് ആളുകൾക്ക് പല സീസണും ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം കൃഷി നഷ്ടത്തിലാവും. പിന്നെ കന്നുകാലി ഇൻഷുറൻസ് ആണ്. കന്നുകാലി ഇൻഷുറൻസ് ഇപ്പൊ കേരളത്തിൽ വളരെ കോമൺ ആയിട്ടുണ്ട്. കാരണം ഇതില് ട്രഡീഷണൽ ആയിട്ടുള്ള അനിമൽസ് അല്ല ഇപ്പൊ നമ്മുടെ നാട്ടിൽ, ക്രോസ് ബ്രീഡാണ്, അല്ലെങ്കിൽ എക്സോട്ടിക് ടൈപ്പ് അനിമൽസും ധാരാളം ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ റിസ്ക് കുറച്ച് കൂടുതലാണ്. പാലുൽപാദനം കൂടുന്തോറും ഇതിന് അസുഖങ്ങളും ഒക്കെ കൂടുതലാണ്. അപ്പൊ ഈ അസുഖങ്ങൾ കൂടുന്തോറും നമുക്ക് ക്ലെയിം റേഷ്യോ വളരെ കൂടുതലാണ്. പണ്ടൊക്കെ ഒരു കന്നുകാലി ഇൻഷുർ ചെയ്യാൻ 3.1% പ്രീമിയം വാങ്ങിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇപ്പൊ 6-7% എത്തി നിൽക്കുക. വെച്ചാൽ അതിന്റെ ഇരട്ടിയായി നിൽക്കുകയാണ്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, അനിമൽസിന്റെ ബ്രീഡ് വ്യത്യാസം വരുമ്പോൾ, ഈൽഡും കൂടുമ്പോൾ പലതരത്തിലുള്ള രോഗങ്ങളും പെട്ടെന്ന് പിടിപെടുന്നു. മാത്രമല്ല പെട്ടെന്ന് അവരെ പലപ്പോഴും ചികിത്സിച്ചാലും രക്ഷപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ ഇതിന് ഇൻഷുറൻസ് ഇപ്പോൾ ബാങ്ക് ലോൺ കൊടുക്കുന്ന കന്നുകാലികൾക്ക് നമുക്ക് ഇത് കൊടുക്കാവുന്നതാണ്. 1 കൊല്ലത്തേക്ക് 3 കൊല്ലത്തേക്ക് ഒരുമിച്ച് കൊടുക്കാം. 15 ദിവസത്തിനുള്ളിൽ ഡെത്ത് ഉണ്ടായാൽ നമ്മൾ കൊടുക്കില്ല. കാരണം ഒരു കന്നുകാലിക്ക് ഇപ്പൊ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വളരെ മോശം കണ്ടീഷൻ ആണെങ്കിൽ അതിനെ പിടിച്ച് ഇൻഷുർ ചെയ്തിട്ട് കാര്യമില്ല, ക്ലെയിം കിട്ടില്ല എന്ന് അർത്ഥം. ഫസ്റ്റ് 15 ഡേയ്സ് കിട്ടില്ല. മാത്രമല്ല ഈ ചെനപ്പിടിക്കാതിരിക്കുക, അകിട് വീക്കം വന്നിട്ട് മുലക്കാമ്പ് നഷ്ടപ്പെടുക, അങ്ങനെയുള്ള സാഹചര്യത്തില് നമുക്ക് 60 ദിവസം വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞിട്ടേ നമുക്ക് ക്ലെയിം കൊടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റി ഇൻഷുറൻസിലും ഇങ്ങനെയുള്ള നിബന്ധനകളുണ്ട്. ഇതെല്ലാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ കാറ്റൽ ഇൻഷുറൻസിന്റെ സാധാരണ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രൊപ്പോസൽ ഫോം കൊടുക്കണം, ആധാർ കാർഡ് കൊടുക്കണം, കാറ്റലിന്റെ ഫോട്ടോ കൊടുക്കണം, പിന്നെ വെറ്റിനറി സർജന്റെ സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കണം ഇൻഷുർ ചെയ്യാനായി. പിന്നെ ഒരു ക്ലെയിം ഉണ്ടാവുന്ന സമയത്ത് വെറ്റിനറി സർജന്റെ തന്നെ സർട്ടിഫിക്കറ്റ് വേണം, ടിക് ഫോം വേണം, പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് വേണം, ട്രീറ്റ് ചെയ്ത റെക്കോർഡ്സ്, വാക്സിനേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റുള്ള റെക്കോർഡ്സ്, വാല്യുവേഷൻ ടൈം ഓഫ് ഡെത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കണം. പിന്നെ ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി, ആധാർ കാർഡിന്റെ വെരിഫിക്കേഷൻ, അതിന് വേണ്ടിയിട്ടുള്ള കോപ്പി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാറ്റലിൽ ക്ലെയിം കിട്ടാനും എളുപ്പമാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ ബാങ്കേഴ്സ് ഇൻഡെംനിറ്റി പറഞ്ഞ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോളിസിയാണ് ലോൺ പ്രൊട്ടക്ടർ. ഈ ലോൺ പ്രൊട്ടക്ടറിനെ ഒരു 3 പോളിസി ആക്കിയിട്ട് വേണമെങ്കിൽ തരംതിരിക്കാം. ഒന്ന് സാധാരണത്തെ അപകട ഇൻഷുറൻസ്, നേരത്തെ ഞാൻ പറഞ്ഞ ക്രിട്ടിക്കൽ ഇൽനസ് കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അപകട ഇൻഷുറൻസ് പ്ലസ് ക്രിട്ടിക്കൽ ഇൽനസ്. മൂന്നാമത്തെ സ്വാഭാവിക മരണവും അപകട മരണവും കവർ ചെയ്യുന്ന ടേം ഇൻഷുറൻസ്. ടേം ഇൻഷുറൻസ് പറഞ്ഞാൽ പ്യുവർ ലൈഫ് ഇൻഷുറൻസ് ആണ്, അതിൽ ഇൻവെസ്റ്റ്മെന്റിന്റെ എലമെന്റ് ഒന്നും വരുന്നില്ല. ഈ ഇൻഷുർ ചെയ്ത ആൾക്ക് എന്തെങ്കിലും സ്വാഭാവിക മരണം, അപകട മരണം സംഭവിച്ചാൽ ഈ ലോൺ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഇൻഷുറൻസ് കമ്പനി അവർക്ക് ഈ ബാങ്കിലേക്ക് തിരിച്ചടയ്ക്കുന്നതാണ്. അപ്പൊ ഈ 3 ഫോർമുലയിൽ ഏത് ഫോർമുല, ഒരു മിനിറ്റ്, ഏത് ഫോർമുല വേണമെങ്കിൽ നമുക്ക് അതായത് ബാങ്കുകൾക്ക് തിരഞ്ഞെടുക്കാവുന്നേ ഉള്ളൂ. കാരണം ഞാൻ ഇതിന്റെയൊക്കെ പ്ലസും മൈനസും പോയിന്റ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ 18 മുതൽ ഒരു 59 വയസ്സ് വരെ അല്ലെങ്കിൽ 65 വയസ്സ് വരെയുള്ള ആളുകൾ, 59 വയസ്സുള്ള ആളുകളെയാണ് സാധാരണ ഈ ടേം ഇൻഷുറൻസ് പോളിസിയിൽ നമുക്ക് ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ടേം ഇൻഷുറൻസ് ചെയ്യുന്ന ഇപ്പൊ LIC ഒക്കെയാണ് ടേം ഇൻഷുറൻസ് എന്നുള്ളത് ചെയ്യുന്നത്. പല കമ്പനികളും ചെയ്യുന്നുണ്ട്. LIC ആണ് ഇപ്പൊ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കമ്പനി LIC ആണ്. അപ്പോൾ അതിന് 200 പേരെങ്കിലും വേണമെന്നുള്ളതാണ് ഇപ്പൊ കമ്പനി ആവശ്യപ്പെടുന്നത്. അതിന്റെ പോളിസി കാലാവധി 12 മാസം, ഒരു വർഷമാണ്. അപ്പൊ ഇങ്ങനെ ഈ ലോൺ പ്രൊട്ടക്ടറിൽ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണൽ ആക്സിഡന്റ് പോളിസി ഡെത്ത് ഓൺലി വേണമെങ്കിൽ മാത്രം കൊടുക്കാം. ഡെത്ത്, PTD, PPD, ആക്സിഡന്റ് മെഡിക്ലെയിം വെച്ചിട്ടുള്ള പാക്കേജ് കൊടുക്കാം.
പിന്നെ 20ഓളം മാരക രോഗങ്ങൾ കവർ ചെയ്യുന്ന ക്രിട്ടിക്കൽ ഇൽനസ് പോളിസി കൊടുക്കാം. പിന്നെ ഈ 18 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ള ആളുകളെ കവർ ചെയ്യുന്ന LICയുടെ ടേം കവർ കൊടുക്കാം, ലോൺ പ്രൊട്ടക്ടറായിട്ട്. 10 ലക്ഷം രൂപ വരെ അവർ ഈസി ആയിട്ട് കൊടുക്കുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഈ 3 തരത്തിലുള്ള പോളിസികളെ നമുക്ക് ഒരു ലോൺ പ്രൊട്ടക്ടർ പോളിസി ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇത് ബാങ്കുകൾക്ക് പിന്തുടരാവുന്ന നല്ല മാർഗങ്ങളാണ്. ഇനി അടുത്ത സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ലൈഡാണ്. ഇത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാവും. ഇപ്പൊ വിപണിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഒരു സൂചന കിട്ടുന്ന ഒരു സാധനമാണ്. ഒരു ഫയർ ഇൻഷുറൻസ് നിങ്ങൾ ബാങ്കിന്റെ എടുക്കുകയാണെങ്കിൽ 5 കോടി രൂപ വരെയുള്ള വസ്തുവകകൾക്ക് നിങ്ങൾ 1 ലക്ഷത്തിന് 18 രൂപ നൽകിയാൽ മതി. നിങ്ങളിപ്പോൾ അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ. ഇതിനേക്കാൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോട്ടെ, സാറില്ല. പക്ഷെ അതല്ലെങ്കിൽ ഈ ഒരു എമൗണ്ടിന് നിങ്ങൾ ബാർഗെയിൻ ചെയ്താൽ കിട്ടുന്നതാണ് പൈസ. 18 രൂപയ്ക്ക് നിങ്ങളുടെ ഫയർ പോളിസി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ 1 ലക്ഷത്തിന് 18 രൂപയാണ് അടയ്ക്കണം എന്നുള്ളത് നിങ്ങൾക്ക് അന്ന് മനസ്സിലാക്കാവുന്നത്. പിന്നെ ഫയർ ഇൻഷുറൻസ് തന്നെ 5 കോടിയുടെ മേലെ 50 കോടി രൂപ വരെ ചെയ്യുന്നവരാണെങ്കിൽ ഈ 18 രൂപയുടെ സ്ഥാനത്ത് അത് 67 രൂപയ്ക്ക് ഫയർ കിട്ടുള്ളൂ വിപണിയിൽ. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ കൂടുന്നത് എന്ന് ചോദിച്ചാല്, ഈ സൂക്ഷ്മ ലഘു എന്ന് പറഞ്ഞ 2 പോളിസിയിൽ സൂക്ഷ്മയില് ഡിസ്കൗണ്ട് പരമാവധി ആളുകൾ തരുന്നുണ്ട്, ലഘു പോളിസിയിൽ ഡിസ്കൗണ്ട് ആളുകൾ തരുന്നില്ല. ഈ ഡിസ്കൗണ്ട് ആളുകളല്ല, ഇൻഷുറൻസ് കമ്പനികൾ തരുന്നില്ല. അപ്പോൾ ഇൻഷുറൻസ് കമ്പനികൾ ഡിസ്കൗണ്ട് തരാത്ത ഒരു പോളിസി ആയതുകൊണ്ടാണ് ഈ 5 കോടിക്ക് മേലുള്ള ഈ പോളിസിയിൽ 67 രൂപ അടയ്ക്കേണ്ടി വരുന്നത്. പിന്നെ ബർഗ്ലറി പോളിസിയാണ്, കളവിന് സാധാരണ 1 ലക്ഷം രൂപയ്ക്ക് ഒരു 10 രൂപ മുതൽ 15 രൂപ വരെ. എന്തുകൊണ്ടാണ് ഈ 15 രൂപ വരെ എന്ന് ഞാൻ പറയാൻ കാരണം വെച്ചാൽ, നിങ്ങളുടെ ബാങ്കിന്റെ ആസ്തി കൂടുതലുണ്ടെങ്കിൽ 10 രൂപയ്ക്ക് തരും. ചെറിയ ബാങ്കാണ്, വളരെ ചെറിയ ബാങ്കൊക്കെ ആണെങ്കിൽ അത് 15 രൂപ വരെ എന്നിരുന്നാലും വരുള്ളൂ 1 ലക്ഷം രൂപ. പിന്നെ നിങ്ങൾ ഏതെങ്കിലും കടയ്ക്ക് വായ്പ കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ആ കട ഇൻഷുർ ചെയ്യാനായിട്ട് 20 രൂപയെ നമ്മൾ ചെലവാക്കണം. എന്ന് വെച്ചാൽ ബാങ്ക് ലോൺ കൊടുക്കുന്ന കടകൾ, ഒരു 10 ലക്ഷം ലോൺ കൊടുക്കുന്ന ഒരു കടയിൽ 20 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ 20 × 20 400 രൂപ പ്രീമിയം അടച്ചാൽ അവർക്ക് 20 ലക്ഷം രൂപയ്ക്ക് ഒരു വർഷം കവറേജ് കിട്ടും. ഈ പറഞ്ഞ എമൗണ്ടിലൊക്കെ GST ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്, ഇൻക്ലൂഡിങ് GST. പിന്നെ ബാങ്കേഴ്സ് ഇൻഡെംനിറ്റി പോളിസി, അവയിൽ ഒരുപാട് റിസ്കുകൾ കവർ ചെയ്യുന്ന ബാങ്കേഴ്സ് ഇൻഡെംനിറ്റി പോളിസിക്ക് 1 ലക്ഷം രൂപയ്ക്ക് ഞാൻ ഈ പറഞ്ഞ തുക ഇൻഡിക്കേറ്റീവ് ആണ് കേട്ടോ. ഇത് ബ്രാഞ്ചസും നമ്പർ ഓഫ് ബ്രാഞ്ചസും അതുമാതിരി വോള്യൂം കൂടുതലാണെങ്കിൽ ഈ 40 രൂപയേക്കാൾ കുറഞ്ഞ എമൗണ്ടിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ അതിൽ ഞാൻ എഴുതിയിരിക്കുന്നത് 40 രൂപയാണ്. അപ്പൊ ബാങ്കേഴ്സ് ഇൻഡെംനിറ്റി പോളിസി 1 ലക്ഷം രൂപയ്ക്ക് 40 രൂപ കൊടുത്താൽ മൾട്ടിപ്പിൾ കവറേജസ് കിട്ടും ചെയ്യും. അതല്ല വലിയ സം ഇൻഷുർഡ് ഉള്ള ബാങ്ക് ആണെങ്കിൽ ഈ 40 രൂപയുടെ താഴെ നമുക്ക് വിപണിയിൽ നിന്ന് കിട്ടും. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഇതിൽ സെപ്പറേറ്റ് ഞാൻ ഷീറ്റ് വെച്ചിട്ടുണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതിൽ എത്രയാണ് പ്രീമിയം വരുന്നത്. പിന്നെ ആക്സിഡന്റ് ഇൻഷുറൻസ് ഞാൻ നേരത്തെ പറഞ്ഞു, 50ഓളം ആക്സിഡന്റ് കവർ ചെയ്യുന്ന ഒരു പോളിസിക്ക് 20 രൂപ കൊടുത്തിട്ട് വിപണിയിൽ എന്ത് ലഭ്യമാണ്. അപ്പോൾ ഒരു 10 ലക്ഷം രൂപയ്ക്ക് ചെയ്യുകയാണെങ്കിൽ 200 രൂപ നമ്മൾ കൊടുക്കാൻ. ഇതേ പോളിസി തന്നെ ആക്സിഡന്റ് പാക്കേജ് പോളിസി, അപകട മരണം അങ്ങനെയുള്ള എല്ലാ കാര്യവും കവർ ചെയ്യണമെങ്കിൽ 58 രൂപ 1 ലക്ഷം രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു 8ഓളം റിസ്കുകൾ കവർ ചെയ്യുന്ന ഒരു പാക്കേജ് പോളിസി നമുക്ക് കിട്ടും. അപകടം പറ്റിയ ചികിത്സാ ചെലവടക്കം അതിൽ കിട്ടും, വീക്കിലി കോമ്പൻസേഷൻ കിട്ടും, എല്ലാം കിട്ടും. ഹോം ഇൻഷുറൻസ് 1 ലക്ഷം രൂപയ്ക്ക് ഫയർ പോളിസിക്ക് വെറും 15 രൂപ മതി. അത് ഞാൻ നേരത്തെ പറഞ്ഞു, അതും വളരെ എക്കണോമിക്കലാണ്. ക്രിട്ടിക്കൽ ഇൽനസിന്റെയും ക്രോപ്പ് ഇൻഷുറൻസിന്റെയും റേറ്റ് ചെയ്യാൻ അടിയിൽ കൊടുക്കുന്നുണ്ട്. കാറ്റൽ ഇൻഷുറൻസ് ആണെങ്കിൽ ഒരു 6%, 7%. ലോൺ പ്രൊട്ടക്ടർ ആണെങ്കിൽ 10 ലക്ഷം രൂപയ്ക്ക് ഒരു 10 ലക്ഷം രൂപയ്ക്ക് LIC ചാർജ് ചെയ്യണത് 3000 പ്ലസ് ടാക്സ് 3540 രൂപയാണ് അവർ 10 ലക്ഷം രൂപയ്ക്ക് കവർ ചെയ്യുന്നത്. ഗ്രൂപ്പ് മെഡിക്ലെയിം പോളിസി ആണെങ്കിൽ ഇപ്പോൾ ഇത് എംപ്ലോയീസിനൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്. 3 ലക്ഷം 5 ലക്ഷം 3 ലക്ഷത്തിന്റെ സ്ലാബ് ഉണ്ട്, 5 ലക്ഷത്തിന്റെ സ്ലാബ് ഉണ്ട്. അപ്പോൾ ഒരു 35 വയസ്സുള്ള ആളാണെങ്കിൽ 3 ലക്ഷത്തിന് 5131 രൂപ വരിക. ഇത് തന്നെ 46 വയസ്സ് മുതൽ 55 വയസ്സ് വരെയാണെങ്കിൽ 10584 രൂപയാണ് വരിക. 5 ലക്ഷം ആണെങ്കിൽ അത് 16312 രൂപ വരിക. പക്ഷേ ഈ പോളിസിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഈ പോളിസിയിൽ നിലവിലുള്ള അസുഖങ്ങളൊക്കെ കവർ ചെയ്യും. ഇന്ന് ഇൻഷുർ ചെയ്താൽ നാളെ മുതൽ നിങ്ങൾക്ക് നിലവിലുള്ള അസുഖങ്ങൾ കവർ ചെയ്യുന്ന പോളിസിയാണ്. 25 എംപ്ലോയി ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു പോളിസി നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. മാക്സിമം എംപ്ലോയി 150 എണ്ണത്തിലും കൂടാനും പാടില്ല. അതാണ് ഈ പോളിസിയുടെ നിബന്ധന. ക്രിട്ടിക്കൽ ഇൽനസ് പോളിസി, ഞാൻ നേരത്തെ 20ഓളം ക്രിട്ടിക്കൽ ഇൽനസിന്റെ ഒരു പോളിസിയെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞിരുന്നു. അതിന്റെ ഒരു ഇൻഡിക്കേറ്റീവ് പ്രീമിയം റേറ്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് മാർക്കറ്റിലെ.
ഇതിലെ ഏജ് ബാൻഡ് പറയുന്നുണ്ട്. ഇപ്പൊ ഒരു 40 വയസ്സുള്ള 36 മുതൽ 40 വയസ്സുള്ള ഒരാൾക്ക് 5 ലക്ഷത്തിന് നമ്മൾ അടയ്ക്കേണ്ട പ്രീമിയം 2191 രൂപയാണ്. അത് തന്നെ 10 ലക്ഷത്തിനാണെങ്കിൽ 4383 രൂപ. ഈ ക്രിട്ടിക്കൽ ഇൽനസ് പോളിസിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ, അസുഖം ഡിറ്റക്ട് ചെയ്തിട്ട് ഇയാൾ 15 ദിവസം ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഈ ഇൻഷുർ ചെയ്ത 5 ലക്ഷം ആണെങ്കിലും 10 ലക്ഷം ആണെങ്കിലും അപ്രണ്ട് ആയിട്ട് ആർക്ക് തരും? മുഴുവൻ തുകയും നമുക്ക് മേടിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള പോളിസി മാതിരിയല്ല അത്. സാധാരണ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിലാണെങ്കിൽ നമുക്ക് ചികിത്സാ ചെലവാണ് കിട്ടുക. പക്ഷേ ക്രിട്ടിക്കൽ ഇൽനസ് പോളിസി ഒരു ബെനിഫിറ്റ് പോളിസി ആയതുകൊണ്ട് അപ്രണ്ട് ആയിട്ട് മുഴുവൻ തുകയും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ് ഇതിന്റെ പ്രത്യേകത. അടുത്തത്, കഴിഞ്ഞ 22 വർഷമായിട്ട് മാർക്കറ്റിൽ ഞങ്ങളുണ്ട്. എയിംസ് ഇൻഷുറൻസ് ബ്രോക്കിംഗ് കമ്പനിയുണ്ട്. ഞങ്ങൾ ഒരുപാട് മേഖലയ്ക്ക് പോളിസികൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ആളുകളാണ്. സഹകാരി സുരക്ഷ അതിലൊന്നാണത്. വ്യാപാരികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജ് ഇപ്പോൾ ഓൾറെഡി ഞങ്ങൾ ടൈപ്പിലായിട്ടുണ്ട്. വ്യാപാരി വ്യവസായികളായിട്ട് വ്യവസായി സുരക്ഷ പറഞ്ഞിട്ട് KSSI ആയിട്ട് ഞങ്ങൾ സംസ്ഥാന തലത്തിൽ ടൈപ്പിന് വന്നിട്ടുണ്ട്. കുടുംബ സുരക്ഷ പറഞ്ഞിട്ടുള്ള ഒരു പാക്കേജ് ഞങ്ങളുടെ എടുത്തിട്ടുണ്ട്. ഒരു കുടുംബത്തിന് വേണ്ട 4 പോളിസികളെ ഒരുമിച്ച് അതിനെ കുറിച്ചിട്ട് അടുത്ത മാസത്തെ സമ്പാദ്യം ഒരു പുസ്തകം ഇറക്കുന്നുണ്ട് അടുത്ത മാസം അവസാനം. അപ്പോൾ ഒരു 40 പേജുള്ള ഒരു കൈപ്പുസ്തകം മനോരമ സമ്പാദ്യം ഇറക്കുന്നുണ്ട്. അത് ഞാനാണ് ആ 40 പേജും കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവര് ഒരു ചെറിയ കൈപ്പുസ്തകം ഈ വരിക്കാർക്കെല്ലാം എത്തിക്കാന്നുള്ള ഒരു ഇതിലാണ്. അപ്പൊ ഈ കുടുംബ സുരക്ഷയെ പറ്റിയിട്ട് ആ 40 പേജ് പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. പിന്നെ ഗ്രൂപ്പ് സുരക്ഷ എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ, ട്രേഡ് യൂണിയൻ അല്ലെങ്കിൽ എംപ്ലോയർ റിലേഷനുള്ള ഗ്രൂപ്പുകൾക്ക് പറ്റുന്ന ഒരു പോളിസിയാണ് ഗ്രൂപ്പ് സുരക്ഷ. അതിൽ അപകട ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ്, ഗ്രൂപ്പ് ഗ്രാറ്റുവിറ്റി, ഇങ്ങനെയുള്ള ഈ 4 പോളിസികളെ കുറിച്ചിട്ടാണ് അതിൽ. പിന്നെ കൃഷി സുരക്ഷ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാക്കേജിലാണ് ഈ അഗ്രികൾച്ചർ ഇൻഷുറൻസ്. ഗോൾഡ് സുരക്ഷ എന്ന് പറഞ്ഞാൽ അത് സ്വർണ്ണ വ്യാപാരികൾക്കുള്ള ഒരു പാക്കേജാണ്. അവരായിട്ട് ഞങ്ങൾ സ്റ്റേറ്റ് ലെവലിൽ ഒരു ധാരണയിൽ വന്നിട്ടുണ്ട്. എഡ്യൂക്കെയർ പറഞ്ഞിട്ടുള്ള ഒരു പാക്കേജ് ഉണ്ട്. അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉള്ളതാണ്. അതിൽ സ്ഥാപനത്തിന്റെ ഇൻഷുറൻസ്, അതുമാതിരി തന്നെ അവർക്ക് അധ്യാപകർക്കുള്ള ഇൻഷുറൻസ്. പിന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എഡ്യൂക്കെയറിൽ കുട്ടികളുടെ എഡ്യൂക്കേഷൻ കണ്ടിന്യൂറ്റി പ്രോഗ്രാമാണ്. എന്ന് വെച്ചാൽ അവരെ ഫീ പ്രൊട്ടക്ടർ ആണ് ഞങ്ങൾ അതിൽ കവർ ചെയ്യുക. 5 ലക്ഷം, 10 ലക്ഷം, 20 ലക്ഷം രൂപയ്ക്കൊക്കെ ചെറിയ തുകയ്ക്ക് നമുക്ക് സ്കൂളിലെ കുട്ടികളെ ഒരുമിച്ച് നമുക്ക് ഇൻഷുർ ചെയ്യാൻ പറ്റുന്ന എഡ്യൂക്കെയർ എന്ന് പറഞ്ഞൊരു പാക്കേജാണത്. ലോൺ പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ PA പേഴ്സണൽ ആക്സിഡന്റും ഹെൽത്ത് ഇൻഷുറൻസും അതുമാതിരി ക്രിട്ടിക്കൽ ഇൽനസും ചേർന്നതാണ്. പെട്രോൾ സേഫ് എന്ന് പറഞ്ഞാൽ പെട്രോൾ പമ്പിന് വേണ്ടി ഞങ്ങൾ ഡിസൈൻ ചെയ്ത പോളിസിയാണ്. ഹെൽത്ത് പ്ലസ് എന്ന് പറഞ്ഞാൽ ഹെൽത്തിനോടൊപ്പം ഒരു ടോപ്പ് അപ്പ് പോളിസി കവർ ചെയ്യുന്നതാണ്. ക്രിട്ടിക്കൽ പ്ലസ് എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കലിനോട് കൂടി ഒരു അപകട ഇൻഷുറൻസ് പോളിസി കൂടി കോംബോ പ്രോഡക്റ്റ് ആയിട്ട് കൊടുക്കുന്നതിനാണ്. അപ്പൊ ഇത്ര പാക്കേജ് പോളിസികളിൽ കസ്റ്റമൈസേഷൻ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഹൗ ടു സെലക്ട് എ സം ഇൻഷുർഡ്. നിങ്ങളൊക്കെ ഞാൻ ഇൻഷുർ ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു, ഒരു ഫയർ ഇൻഷുറൻസ് ബിൽഡിങ്ങിന് എടുക്കുകയാണെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ ഇപ്പോഴത്തെ പ്രസന്റ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് വേണം ചെയ്യാൻ. ഇപ്പോ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. 10 വർഷം പഴക്കമുള്ള ഒരു ബിൽഡിങ്ങിലാണ് നമ്മൾ നമ്മൾ ബാങ്ക് പ്രവർത്തിക്കുന്നതെങ്കിൽ അന്ന് ആ ബാങ്ക് ചെലവാക്കിയത് 10 ലക്ഷം രൂപയാണെങ്കിൽ ഇന്ന് അതിന്റെ ബുക്ക് വാല്യൂ നോക്കിയാൽ ചിലപ്പോൾ 5 ലക്ഷം രൂപ. പക്ഷെ അത് ഈ സെയിം ബിൽഡിംഗ് തന്നെ ഒരു ടോട്ടൽ ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ പുനർനിർണ്ണയിക്കാൻ, റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ എത്ര ഇപ്പോഴത്തെ പ്രസന്റ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് പെർ സ്ക്വയർ ഫീറ്റ് വരണോ ആ തുകയ്ക്കായിരിക്കണം നിങ്ങൾ ഇൻഷുർ ചെയ്യേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് കേൾക്കുന്ന എല്ലാവരും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ചെയ്ത പോളിസിയിൽ നിങ്ങളുടെ ബിൽഡിംഗ് കോസ്റ്റ് ഇപ്പോഴത്തെ കറണ്ട് റീഇൻസ്റ്റേറ്റ്മെന്റ് വാല്യൂവിന് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവരോട് പറയാ, ഏത് കമ്പനി ചെയ്താലും അവരോട് പറയാ, അല്ലെങ്കിൽ അടുത്ത റിന്യൂവലിന് പറയാ, ഞങ്ങളുടെ ബിൽഡിങ്ങിന്റെ വാല്യൂ റീഇൻസ്റ്റേറ്റ്മെന്റ് അല്ല ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ആ രീതിയിൽ ചെയ്താലാണ് നമുക്കൊരു ക്ലെയിം കിട്ടുള്ളൂ, അതുകൊണ്ട് അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് നിർബന്ധമായിട്ട് ചെയ്യിക്കണം. 2, മെഷീനറി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജനറേറ്റർ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ്, എക്യുപ്മെന്റ്സ്, അങ്ങനെ എന്തൊക്കെ മെഷീനറി നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിന്റെ എല്ലാവരും വിചാരിക്കുക അതിന്റെ പർച്ചേസ് വാല്യൂന് ചെയ്താൽ മതി. 5 കൊല്ലം മുമ്പ് വാങ്ങിച്ചത് ഞങ്ങൾ 50,000 രൂപയ്ക്കാണ്. ഇപ്പോഴും അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 30,000 രൂപയാണെങ്കിൽ 30,000 രൂപയ്ക്കാണ് പലരും ഇൻഷുർ ചെയ്യുക. പക്ഷേ അതുപോലുള്ള ഒരു മെഷീനറി ഇപ്പോൾ വാങ്ങിക്കണമെങ്കിൽ 60,000 രൂപ 70,000 രൂപ മാർക്കറ്റിൽ വില ഉണ്ടെങ്കിൽ ചിലപ്പോൾ പുതിയ മോഡലായിരിക്കും. ആ 70,000 രൂപയ്ക്കാണ് നമ്മൾ ഇൻഷുർ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ബിൽഡിങ്ങും മെഷീനറിയും നിങ്ങൾ എന്തിന് ചെയ്യരുത്, ഈ ഡിപ്രീഷിയേറ്റഡ് വാല്യൂവിന് ഇൻഷുറൻസ് ചെയ്യരുത്. നിങ്ങൾ ചെയ്യേണ്ടത് 2 റീഇൻസ്റ്റേറ്റ്മെന്റ് വാല്യൂവിനാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക.
ഇങ്ങനെയുള്ള തെറ്റുകൾ പറ്റുമ്പോഴാണ് നമുക്ക് ഇൻഷുറൻസ് കമ്പനികൾ കുറഞ്ഞ തുക ഒരു ക്ലെയിം ഉണ്ടാകുമ്പോൾ തരുന്നത്. അപ്പൊ നമ്മൾ അവരെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ശരിയായി ഇൻഷുർ ചെയ്തില്ലെങ്കിൽ നമുക്ക് ശരിയായി ക്ലെയിം കിട്ടില്ല. ഇപ്പൊ ഗോൾഡ് ഓർണമെന്റ് ഒക്കെ നിങ്ങൾ കറന്റ് മാർക്കറ്റ് വാല്യൂ പ്ലസ് വാല്യൂ അപ്രീസിയേഷൻ വിത്തിൻ്റെ അടുത്ത ഒരു വർഷത്തേക്ക് എന്താണോ നിങ്ങളുടെ ഗോൾഡിൽ ഉണ്ടാകുന്ന ശരാശരി മാർക്കറ്റിലെ ഒരു ട്രെൻഡ് എങ്കിൽ അത് നിങ്ങൾ മുൻകൂട്ടി കണ്ടിട്ട് ആ ഒരു തുകയും കൂടി കണക്കിലെടുത്ത് വേണം. ഇപ്പോ സ്വർണത്തിന് 70,000 രൂപയാണെങ്കിൽ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ 80,000 രൂപ എത്താൻ സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള ഒരു തുകയായിരിക്കും. കാരണം 8 മാസമോ 10 മാസമോ കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു അറ്റംപ്റ്റ് ഉണ്ടാവുന്നത് നഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ ഇന്ന് 70,000 ചെയ്താൽ 80,000 ആണ് അന്നത്തെ വാല്യൂ പറഞ്ഞാൽ അണ്ടർ ഇൻഷുറൻസ് ആയി ട്രീറ്റ് ചെയ്തിട്ട് ഈ 70ന്റെ 80ന് ആനുപാതികമായിട്ടുള്ള തുക നിങ്ങളുടെ ക്ലെയിമിൽ നിന്ന് കുറയ്ക്കും. അതിനേക്കാൾ നല്ലത് ഇത് ആന്റിസിപ്പേറ്റ് ചെയ്തിട്ട് ഗോൾഡിന്റെ തുക എപ്പോഴും ഒരു പടി ഗോൾഡ് ഒരിക്കലും കുറഞ്ഞു വരാറില്ല. കുറയുമ്പോൾ മാർക്കറ്റിൽ ഒരു ദിവസം 2 ദിവസം കുറഞ്ഞാലും ഇൻ ജനറൽ ഗോൾഡിന്റെ വില കൂടി വരാണ് എല്ലാ വർഷവും. അപ്പോൾ അത് നിങ്ങൾ എനിക്ക് പ്രത്യേകം എല്ലാവരോടും പറയാനുള്ളത് ഈ ഗോൾഡ് ഓർണമെന്റ്സിന്റെ വാല്യുവേഷനിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അത് ഒരാൾ എന്തെങ്കിലും ഒരു തെറ്റായിട്ടുള്ള തീരുമാനം എടുത്താൽ അത് ബാങ്കിന്റെ മൊത്തം അസറ്റിനെ അല്ലെങ്കിൽ പ്രശ്നത്തിനെ ബാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. ഷോപ്പുകൾ ഇൻഷുർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഷോപ്പ് ഉണ്ടാവും, മെഡിക്കൽ ഷോപ്പ് ഉള്ളവരുണ്ട്, അല്ലെങ്കിൽ ഓണച്ചന്ത ഉള്ളവരുണ്ട്, പല രീതിയിൽ പല ഷോപ്പുകളും സ്ഥാപനങ്ങളും നടത്തുന്ന ബാങ്കുകളുണ്ട്. അപ്പൊ അവരൊക്കെ ശ്രദ്ധിക്കേണ്ടത് ആക്ച്വൽ സ്റ്റോക്കിനെ അവിടെ വാല്യുവേഷൻ ചെയ്യുന്നുണ്ടോ. സ്റ്റോക്കിന്റെ ആക്ച്വൽ വാല്യൂ പറഞ്ഞാൽ അത് റാക്കിലെത്താൻ നിങ്ങൾക്ക് എത്ര രൂപ ചെലവ് വരുന്നുണ്ടോ അതിന് മാത്രമേ ചെയ്യുള്ളൂ. അതിന് ചെയ്തിട്ടേ കാര്യമുള്ളൂ. കൂടിയ വിലയ്ക്ക് നിങ്ങൾ വിൽക്കണ വിലയ്ക്ക് ചെയ്തിട്ട് കാര്യമില്ല. വാങ്ങിച്ച വില പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മാത്രമേ അതിൽ കൂട്ടുള്ളൂ. പിന്നെ മണി ക്യാഷ് ഒക്കെ ഇൻഷുർ ചെയ്യുകയാണെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ഇൻ സേഫ്. അപ്പോൾ കയ്യിൽ ഇപ്പോൾ നിങ്ങൾ എത്ര പണം കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിന്റെ ആവറേജ് എന്തായാലും നിങ്ങൾ കണ്ടെത്തണം. അതിന്റെ ശരിയായ തുകയ്ക്ക് ചെയ്തില്ലെങ്കിൽ ട്രാൻസിറ്റിലാണെങ്കിൽ സിംഗിൾ ക്യാരി ലിമിറ്റും ആനുവൽ, ഞാൻ നേരത്തെ പറഞ്ഞു സിംഗിൾ ക്യാരി ലിമിറ്റ് ചിലപ്പോൾ 10 ലക്ഷം ഉണ്ടെങ്കിൽ ആനുവൽ ക്യാരി ലിമിറ്റ് നിങ്ങൾ 1 കോടി എഴുതും. അതിന്റെ 10 ഇരട്ടിക്ക് നിങ്ങൾ ഒരു കൊല്ലത്തിന് ചിലപ്പോൾ 50 തവണ കൊണ്ടുപോയിട്ടുണ്ടാവും. 50 തവണ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ 5 കോടിക്ക് നിങ്ങൾ ചെയ്യേണ്ടതിന് വേറെ ഇവിടെ 50 ലക്ഷത്തിനോ 1 കോടിക്കോ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ ഇൻഷുർ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം. അപ്പൊ സം ഇൻഷുർഡ് തിരഞ്ഞെടുക്കും. ഞാൻ എല്ലാ സം ഇൻഷുർഡിനെ കുറിച്ചൊന്നും ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല, കാരണം ഒരുപാട് സമയക്കുറവ് മൂലമാണ്. കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇത് ശ്രദ്ധിക്കുക. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചില മേഖലകൾ. ഇത് നിങ്ങൾക്ക് ജനറിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എങ്ങനെ ഒരു ഇൻഷുറൻസ് കമ്പനിയെ തിരഞ്ഞെടുക്കണം. ഞാൻ വളരെ ഇമ്പാർഷ്യൽ ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നത്. ഒരു ഇൻഷുറൻസ് കമ്പനിയെ തിരഞ്ഞെടുക്കുമ്പോൾ കസ്റ്റമർക്ക് അവരോടുള്ള വിശ്വാസമാണ് ഏറ്റവും വലുത്, ഫെയ്ത്ത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ. കഴിഞ്ഞ കാലങ്ങളിൽ ഇതൊക്കെ നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് കിട്ടും. ഇനി ആർക്കെങ്കിലും ഈ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഈ കേൾക്കുന്ന ആർക്കെങ്കിലും ഇന്ത്യയിൽ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇതിന്റെ ഈ വേർഷൻ ഉണ്ട്, ആവശ്യപ്പെട്ടോളൂ, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഇന്ത്യയിലെ ഓരോ കമ്പനികളുടെയും ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ IRDA പ്രസിദ്ധീകരിക്കാറുണ്ട്. അപ്പൊ അത് എടുത്തു തരാം. അത് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം ഓരോ കമ്പനികളും ഏത് റാങ്കിങ്ങിലാണ് നിൽക്കുന്നത്. പിന്നെ ലോക്കൽ സപ്പോർട്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഡൽഹിയിലോ ബോംബെയിലോ ഇരുന്നിട്ട് അവിടുന്ന് ഒരു കമ്പനി ഞങ്ങളെ സർവീസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അവരുടെ ടോൾ ഫ്രീ നമ്പറിലൊന്നും വിളിച്ചിട്ട്, അപ്പൊ ലോക്കൽ സപ്പോർട്ടും സർവീസ് നെറ്റ്വർക്കുള്ള സ്ഥാപനമായിട്ടേ നിങ്ങൾ ഇടപെടാവൂ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പിന്നെ കമ്പനിയുടെ കോർപ്പറേറ്റ് ഫിലോസഫി. പല കമ്പനികളും ഉണ്ട്. ഇപ്പോൾ ഞാൻ കമ്പനിയുടെ പേരെടുത്ത് പറയുന്നില്ല. പ്രീമിയം വാങ്ങിക്കാൻ അവർ വളരെ ഉഷാറാണ്, പക്ഷെ ഒരു ക്ലെയിം കൊടുക്കാൻ അവർ വളരെ പുറകിലാണ്. പല കമ്പനികളും ഉണ്ട്. ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിലും ഉണ്ട് ഇപ്പോൾ അങ്ങനെ പ്രവണത കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കമ്പനിയുടെ ഒരു ട്രെൻഡ് എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം, അവരുടെ ഒരു ഫിലോസഫി എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. പിന്നെ നമുക്ക് തരുന്ന ബിസിനസ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ചിലർ വളരെ റിജിഡ് ആയിരിക്കും, ചിലർ വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും. നമുക്ക് കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി ഉള്ള കമ്പനിയെ തിരഞ്ഞെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ സമയത്തിന് പോളിസി തരിക, സമയത്തിന് ക്ലെയിം സെറ്റിൽ ചെയ്യുക, സമയത്തിന് റിന്യൂവൽ നോട്ടീസ് തരിക. അപ്പോൾ അവരുടെ ഓവറോൾ ക്രെഡിബിലിറ്റി ആൻഡ് ഡിപ്പെൻഡബിലിറ്റി നന്നായാലേ നമുക്ക് ആ കമ്പനിയായിട്ട് തുടരാൻ പറ്റുള്ളൂ. അത് പബ്ലിക് സെക്ടർ ആയാലും പ്രൈവറ്റ് സെക്ടർ ആയാലും. പിന്നെ പെർഫോമൻസ്, ഫൈനാൻഷ്യൽ സ്ട്രെങ്ത് നമുക്ക് ഇവരുടെയൊക്കെ നമുക്ക് സൈറ്റിലുണ്ട്. ഇവരുടെയൊക്കെ റേഷ്യോസും കാര്യങ്ങളൊക്കെ ഉണ്ട് പല കമ്പനിയുടെ. പിന്നെ ആഫ്റ്റർ സെയിൽസ് സർവീസ്. നമുക്ക് വിപണനത്തിന് 100 പേര് പിന്നാലെ ഉണ്ടായിരിക്കും, പക്ഷെ ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ ഇതേ താല്പര്യം കാണിച്ച് അതിൽ ഇടപെടുന്ന ആളുകളുണ്ടോ എന്നുള്ളതും നിങ്ങൾ നോക്കണം. ഹൗ ടു സെലക്ട് ആൻ ഇൻഷുറൻസ് പോളിസി. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കമ്പനി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളാണ്. പോളിസി തിരഞ്ഞെടുക്കുമ്പോൾ
കവറേജ് നിങ്ങൾക്ക് ഏറ്റവും വലുത് ഞാൻ റിസ്ക് മാനേജ്മെന്റ് എന്ന് ആദ്യം പറഞ്ഞ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിരുന്നു. നിങ്ങളുടെ റിസ്ക് നിങ്ങൾ മാനേജ് ചെയ്യുമ്പോൾ അതിൽ നിങ്ങളുടെ റിസ്കുകളൊക്കെ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. പോളിസി ചടങ്ങിന് എടുക്കരുത്. അപ്പൊ ഇതിനെക്കുറിച്ച് ഒരു ബേസിക് ഐഡിയ നമുക്കുണ്ടെങ്കിലേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ആരോട് സംസാരിക്കാം. ഒരു ഇൻഷുറൻസ് ഏജന്റ് ആണെങ്കിലും കമ്പനിക്കാരാണെങ്കിലും വേറെ ഏത് ഇന്റർമീഡിയറ്റ് ആണെങ്കിലും നമുക്ക് സംസാരിക്കാൻ പറ്റുമോ. അപ്പോൾ നമുക്ക് പ്രീമിയം റേറ്റ് തരുന്നത് കോമ്പറ്റീറ്റീവ് ആണോ മാർക്കറ്റിൽ. അപ്പൊ ഒരു കമ്പനി, നിങ്ങൾ ഏത് കമ്പനിയിൽ നിന്ന് എടുത്താലും ഒരു 4-5 കമ്പനികളുടെ കമ്പാരിസൺ എപ്പോഴും നോക്കുന്നത് നന്നായിരിക്കും. ഏതെങ്കിലും ഒരു കമ്പനിക്ക് നമുക്ക് പോളിസി കൊടുക്കാൻ പറ്റും, പക്ഷെ ഒരു 5 കമ്പനിയുടെയെങ്കിലും പോളിസികൾ നോക്കിയാൽ ഇന്നിപ്പോ ഇത്ര അധികം കമ്പനികളുണ്ട് മാർക്കറ്റിൽ, വെറൈറ്റി. അപ്പൊ നമുക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ ഇന്ന കമ്പനിയിൽ നിന്ന് മാത്രമേ എടുക്കാൻ പാടുള്ളൂ? ഇല്ല. ഇതൊക്കെ IRD അപ്രൂവ്ഡ് കമ്പനികളാണ്. അപ്പോ ഏത് കമ്പനിയിൽ നിന്ന് എടുക്കാം, ഏത് കമ്പനിയിൽ നിന്ന് കൊടുക്കാം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നിങ്ങളുടെ ബോർഡും അല്ലെങ്കിൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റുമാണ് തീരുമാനിക്കുന്നത്. പിന്നെ ട്രാൻസ്പെറന്റ് പോളിസി കണ്ടീഷൻസ് ആയിരിക്കണം, ഹാസൽ ഫ്രീ ക്ലെയിം സെറ്റിൽമെന്റ് ആയിരിക്കണം, ഫ്ലെക്സിബിലിറ്റി, കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കസ്റ്റമൈസ് ചെയ്ത പോളിസികൾ നിങ്ങൾക്ക് ആര് തരുന്നു എന്ന് പറഞ്ഞാൽ അവരെ നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചാണ്, നീഡ് അനാലിസിസ് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് പ്രോഡക്ട്സ് തരുന്നത് അല്ലെങ്കിൽ പോളിസി തരുന്നത്, നീഡ് ബേസ്ഡ്. പിന്നെ പാക്കേജിംഗ് പോളിസികളാണ് ഇൻഡിവിജ്വൽ പോളിസികളേക്കാൾ കൂടുതൽ അഭികാമ്യം, കൂടുതൽ ഡിസ്കൗണ്ടും കിട്ടുക, കൂടുതൽ റിസ്കും കവറേജ് ചെയ്യും. പിന്നെ ഒരു ഇൻഷുറൻസ് പ്രൊഫഷണലിൽ ഇപ്പൊ നിങ്ങളെ സർവീസ് ചെയ്യാൻ വരുന്ന ഒരാള്, ആ ആൾക്ക് എന്തൊക്കെ ക്വാളിറ്റി ഉണ്ടായിരിക്കണം, ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ കോമ്പിറ്റൻസി ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. എത്തിക്കൽ ആൻഡ് ലീഗൽ ബിസിനസ് പ്രാക്ടീസസ് ഉണ്ടോ എന്ന് പരിശോധിക്കണം. എക്സ്പെർട്ട് ആണോ, ക്വാളിഫൈഡ് ആണോ ഈ ആള് എന്നുള്ളത് നിങ്ങൾക്ക് ഇതൊക്കെ അവരായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവണം. പ്രോഡക്റ്റിനെ കുറിച്ചുള്ള നോളജ് ഉണ്ടോ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടോ, റിസ്ക് മാനേജ് ചെയ്യാൻ അറിയോ, അല്ലെങ്കിൽ ഇൻഷുറൻസ് പ്ലാനിങ്ങിന് അറിയോ, അല്ലെങ്കിൽ പോളിസി ഡിസൈൻ ചെയ്ത് കസ്റ്റമൈസേഷൻ ചെയ്തു തരാൻ പറ്റുമോ. ക്ലെയിംസ് ഹാൻഡിൽ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രീമിയം വാങ്ങിക്കുന്ന അതേ വ്യഗ്രത ക്ലെയിംസ് ഹാൻഡ്ലിങ്ങിൽ ഉണ്ടോ എന്നുള്ളതാണ്. ക്ലെയിംസ് ഹാൻഡിൽ ചെയ്യാൻ അറിയുന്ന, ഇപ്പൊ ഞാൻ ഈ സഹകരണ ബാങ്കിനെ കുറിച്ചിട്ടല്ല, അതൊരു കാര്യം ഞാൻ പറയാം. ഈ ബാങ്ക് സർവീസ് ഉണ്ട്, ബാങ്ക് ചാനലുകൾ, കനറ ബാങ്ക്, SBI, HDFC പറഞ്ഞ ഇവിടെയൊക്കെ പ്രോഡക്ട്സ് പോളിസികൾ കൊടുക്കുമ്പോൾ പല ആളുകളും പരാതികളായിട്ട് വരുന്നുണ്ട്. അവര് ഇത്ര എമൗണ്ട് ഡെബിറ്റ് ചെയ്തു, മറ്റേ ഞങ്ങള് ക്ലെയിമിനായിട്ട് കൊടുത്തപ്പോൾ ബാങ്ക് മാനേജർ ഇൻഷുറൻസ് കമ്പനികളുടെ നമ്പർ തന്നു, മാനേജർക്കൊന്നും അതിൽ ചെയ്യാൻ പറ്റിയില്ല, ഞങ്ങൾക്ക് ക്ലെയിം ഒന്നും കിട്ടിയില്ല എന്ന് ധാരാളം പേര് പരാതികൾ പറയുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അതുകൊണ്ട് പറയണത് എന്താ വെച്ചാൽ ക്ലെയിംസ് ഹാൻഡിൽ ചെയ്യാൻ അറിയുന്ന ആളുകൾ ആയിരിക്കണം നമ്മൾ, അല്ലെങ്കിൽ ഈ വരുന്ന ആളുകൾ, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു ക്ലെയിം വരുമ്പോഴാണ് ഈ ആളുടെ എക്സ്പെർട്ടൈസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവരോട് ചോദിക്കുക, നിങ്ങൾ ഏതൊക്കെ നിങ്ങളുടെ നിലവിലുള്ള സാറ്റിസ്ഫൈഡ് ക്ലയൻസ് സെയിം സെക്ടറിൽ ഉണ്ടെങ്കിൽ അവരുടെ റെഫറൻസ് തരാൻ പറയാം. നമ്മൾ അവരെ വിളിച്ചു ചോദിക്കുക, ഈ പറയുന്നത് ശരിയാണോ, അവർ നിങ്ങൾക്ക് നല്ല സേവനം തരുന്നുണ്ടോ എന്ന് ചോദിക്കുക. കമ്പനിക്ക് നെറ്റ്വർക്ക് ഉണ്ടോ, മാർക്കറ്റ് പെനിട്രേഷൻ ഉണ്ടോ എന്നൊക്കെ നോക്കുക ഈ വരുന്ന ആളുടെ കമ്പനി. ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇത് ഞാൻ പറഞ്ഞതാണ്, എങ്ങനെ ഒരു പോളിസി തിരഞ്ഞെടുക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുള്ളതാണ്. ഇതാണ് ജനറൽ ആയിട്ട് പറയാനുള്ളത്. ഇനി കുറച്ച് കാര്യങ്ങൾ, ഇത് നമ്മുടെ സമയം ഇപ്പൊ എത്രയായി? 1.5 മണിക്കൂറായി. അപ്പൊ നമുക്ക് ഇനി ഞാൻ എന്താന്നുള്ളത് നേരത്തെ പറഞ്ഞു. എന്നിരുന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം. ഞാൻ ഈ മേഖലയിൽ 40 വർഷമായി. എൻ്റെ വർക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഓറിയന്റൽ ഇൻഷുറൻസ് എന്നാണ്. 2003 ഞാൻ ഈ കമ്പനി തുടങ്ങി. നിങ്ങളുടെ എയിംസിന് ഇപ്പോ 2003 തുടങ്ങി. ഇപ്പൊ ഒരു 100ഓളം പേര് വർക്ക് ചെയ്യുന്ന ഒരു, കേരളത്തിലാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു 9 ബ്രാഞ്ചസ് ഉണ്ട്, കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ സർവീസ് ചെയ്യാനായിട്ട്. ഞങ്ങളുടെ വിഷൻ റിസ്ക് മാനേജ്മെന്റ് ഫോർ എ ചേഞ്ചിങ് വേൾഡ് ആണ്. മിഷൻ ഇന്നോവേറ്റീവ് ഇൻഷുറൻസ് സൊല്യൂഷൻസ് ത്രൂ എക്സ്പെർട്ടൈസ് ആണ്. പിന്നെ ഞങ്ങൾ റിസ്ക് മാനേജ്മെന്റ് ചെയ്തു കൊടുക്കുന്നുണ്ട്, പോളിസി ഗ്യാപ്പ് അനാലിസിസ് ചെയ്തു കൊടുക്കുന്നുണ്ട്, കസ്റ്റമൈസ്ഡ് പ്രോഡക്ട്സ് ചെയ്തു കൊടുക്കുന്നുണ്ട്, ക്ലെയിം കൺസൾട്ടൻസി ചെയ്തു കൊടുക്കുന്നുണ്ട്, ക്ലെയിംസ് മാനേജ്മെന്റ് ചെയ്തു കൊടുക്കുന്നുണ്ട്, പോർട്ട്ഫോളിയോ ഇൻഷുറൻസ് ഓവറോൾ പോർട്ട്ഫോളിയോ കോർപ്പറേറ്റുകൾക്ക്. കഴിഞ്ഞ 21 വർഷത്തിനുള്ളിൽ ഞങ്ങൾക്കിപ്പോ ഒരു 100-ലധികം കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും ഒരു 1000-ലധികം SME സ്ഥാപനങ്ങളും ഒരു 2 ലക്ഷത്തോളം പോളിസി ഉടമകളും ആസിറ്റീസ് ഞങ്ങൾക്കുണ്ട്. ഞാൻ MSMEയുടെ കൺസൾട്ടന്റ് ആണ്. MSME ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അയ്യന്തോൾ, തൃശ്ശൂർ. പിന്നെ ഒരുപാട് സ്റ്റേറ്റ് ലെവല് സ്ഥാപനങ്ങൾക്കും കൺസൾട്ടൻസി കൊടുക്കുന്ന ആളാണ്.
പിന്നെ ഒരു ഇൻഷുറൻസിൽ ഞാൻ എഴുതുന്നുണ്ട്, മാതൃഭൂമി, മനോരമ, സമ്പാദ്യം, ധനം, അങ്ങനെ പലതിലും എൻ്റെ ഒരു 1000-ലധികം ലേഖനങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഇൻഷുറൻസ് അറിയേണ്ടതല്ല. ഞാൻ ഈ ഇതില് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു ആ പുസ്തകം, കഴിഞ്ഞ ദിവസം 2 ദിവസം മുന്നിട്ടിരുന്നു. അത് പബ്ലിക്കിനൊക്കെ വായിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ വളരെ ഇമ്പാർഷ്യലായിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കും അത് റെഫർ ചെയ്യാം. പിന്നെ ഒരു ഓൺലൈൻ നോളജ് പോർട്ടൽ ഉണ്ട്, insurance.knowledge.info പറഞ്ഞൊരു പോർട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലും നിങ്ങൾക്ക് കയറിയിട്ട് ഇൻഷുറൻസിനെ കുറിച്ച് പഠിക്കാം, പോളിസി കമ്പയർ ചെയ്യാം, പല കാര്യങ്ങളും അതിൽ എഴുതിയിട്ടുണ്ട്. ഇൻഷുറൻസ് നോളജ് പോർട്ടല്. ഇതൊക്കെ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കൊരു 1/2 hour ഉണ്ട്, നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ചോദ്യോത്തരങ്ങള്, സംശയങ്ങൾ ഒരുപാട് പേർക്ക് ഉണ്ടാവും. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഹലോ. കേൾക്കാം സാറേ, കേൾക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇന്നിപ്പോ ഈ പറഞ്ഞ കാര്യത്തെ കുറിച്ച് സ്ലൈഡ് ഞാൻ ഷെയർ ചെയ്യാം, അത് ആർക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകുന്നു എന്ന് തോന്നുന്നു, കാരണം ഞാൻ 2 മണിക്കൂർ എടുക്കുമെന്ന് വിചാരിച്ചു, 1.5 മണിക്കൂർ എടുത്തോളൂ. കാരണം കുറച്ച് കാര്യങ്ങൾ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. സ്കിപ്പ് ചെയ്ത ഏരിയ വേറെ ഒന്നല്ല, ഈ ക്ലെയിം പ്രൊസീജിയർ, ഈ മിക്കവാറും പോളിസി ടു പോളിസി വളരെ ചുരുക്കം കാര്യങ്ങളെ അങ്ങോട്ട് വ്യത്യാസങ്ങളുള്ളൂ. അപ്പൊ അത് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ക്ലെയിമുകളെ കുറിച്ചുള്ള സംശയങ്ങളോ ക്ലെയിമിനെ കുറിച്ച് കിട്ടായ്മയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ട് കിട്ടിയില്ല എന്നുള്ള ഏതെങ്കിലും കേസസ് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ, എനിക്ക് എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്തു തരാം. ഒരാൾ ഇതിനു വേണ്ടിയിട്ട് ഒരു പൈസ പോലും പ്രൊഫഷണൽ ഫീസ് എനിക്ക് തരണ്ട. ഇന്ന് ഇതിൽ പങ്കെടുത്ത ആർക്കും വിളിക്കാൻ ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് അർഹതപ്പെട്ട ക്ലെയിം ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനി തടഞ്ഞു വെക്കുകയോ നിരസിക്കുകയോ എന്തെങ്കിലും ചെയ്തെങ്കിൽ അത് വാങ്ങിച്ചു തരുന്ന ഉറപ്പില്ലല്ല ഞാൻ പറയണത്. അത് പരിശോധിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് ഞാൻ തരാം. സർ, ബാങ്കേഴ്സ് ഇൻഡെംനിറ്റി പോളിസിയിൽ ഈ പിഗ്മി കളക്ഷന്റെ വരെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഈ പിഗ്മി ഞാൻ പറഞ്ഞുതരാം. ബാങ്കേഴ്സ് ഇൻഡെംനിറ്റി പോളിസിയിൽ ഞങ്ങൾ ചോദിച്ചു ഇൻഷുറൻസ് കമ്പനികളായിട്ട്, അപ്പൊ അതില് ചേർക്കാൻ പറ്റില്ല. അതിനാണ് സെപ്പറേറ്റ് പോളിസി യുണൈറ്റഡ് ഇന്ത്യ തന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, മറ്റേ ഇവിടെ ദിനേശിന് കൊടുത്തു കാരന്തൂർ എന്നുള്ളത്. ഇപ്പൊ പോളിസി ഞങ്ങൾ ഫസ്റ്റ് പോളിസി ഇഷ്യൂ ചെയ്തു, ഇപ്പൊ ഈ റീസെന്റ് ആയിട്ടാണ് ഉണ്ടായത്. അപ്പൊ എന്നോട് ചോദിച്ചു, അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളുടെ ഒരു ഗൂഗിൾ മീറ്റ് വരുന്നുണ്ടല്ലോ, അതിൽ നമുക്ക് ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ്. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ രജിസ്ട്രാറുടെ ഒരു ഉത്തരവുണ്ടായിരുന്നു വളരെ മുമ്പത്തെ 5-8 കൊല്ലം മുമ്പത്തെ ഒരു ഉത്തരവുണ്ടായിരുന്നു. പക്ഷെ ആ ഉത്തരവിന് ശേഷം ഈ പലരും ശ്രമിച്ചിട്ട് ആർക്കും ഇത് കൊടുത്തില്ല. അപ്പൊ ഞങ്ങളുടെയൊക്കെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കിട്ടാത്ത കാര്യങ്ങൾ പരമാവധി മേടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മേടിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെയെങ്കിലും വാങ്ങിച്ചു കൊടുത്ത കാര്യമില്ല. ഈ ആളെ ഓതറൈസ് ചെയ്ത് ഇപ്പൊ ഒരാളെ നമ്മൾ ഓതറൈസ് ചെയ്യണല്ലോ, അതിന് ബോർഡിന്റെ അപ്രൂവൽ വേണം. പിന്നെ ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും നമ്മൾ പണം കൊണ്ടുപോകുമ്പോഴും അതിനുള്ള റെക്കോർഡ്സ് ബാങ്കിൽ സൂക്ഷിച്ചു വെക്കണം. എന്നിരുന്നാൽ മാത്രമേ നമുക്കിതിൽ ഒരു ക്ലെയിം നാളെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ക്ലെയിം ഏതൊരു ഇൻഷുറൻസും ക്ലെയിം നാളെ വരുമെന്ന് ആന്റിസിപ്പേറ്റ് ചെയ്തിട്ട് അതിന്റെ റെക്കോർഡ്സ് ഒക്കെ പക്കയാക്കി വെച്ചാൽ നമുക്ക് നാളെ ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരില്ല. അത്രയേ ഉള്ളൂ. ഓക്കെ. വേറെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഈ ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസിയിലെ ഓരോ വർഷവും നമ്മൾ എടുക്കുന്ന ക്ലെയിമിനനുസരിച്ച് നെക്സ്റ്റ് ഇയർ വല്ലാതെ പ്രീമിയം വർദ്ധിക്കാറുണ്ട്. അപ്പം നമ്മൾ കസ്റ്റമേഴ്സിന്റെ അടുത്തുനിന്നാണ് അതിന്റെ പ്രീമിയം കളക്ട് ചെയ്യുന്നതെങ്കിൽ പലപ്പോഴും ഇഷ്യൂ വരാറുണ്ട്. കാരണം ഫസ്റ്റ് ഇയർ ചെയ്യുന്ന സമയത്ത് അവര് ബാർഗൈൻ ചെയ്ത് മാക്സിമം കുറച്ച് തന്നു, പക്ഷെ അതിന്റെ ക്ലെയിം ഇടുമ്പോൾ വന്നപ്പം പോളിസി ക്ലെയിം എമൗണ്ടിന്റെ ഡബിൾ ആയിരുന്നു, അല്ല ഇതിന്റെ പോളിസി എമൗണ്ടിന്റെ പ്രീമിയം എമൗണ്ട് ഡബിൾ ആയിരുന്നു ക്ലെയിം. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ നെക്സ്റ്റ് ഇയർ ഓരോ കസ്റ്റമറും കൊടുക്കേണ്ട പ്രീമിയം ഡബിൾ ആയി വന്നു. അത് ഈ ഗ്രൂപ്പ് പോളിസികളുടെ ഒരു പൊതു സ്വഭാവം എങ്ങനെയാ വെച്ചാൽ, ഇപ്പൊ വ്യക്തിഗത പോളിസികൾ നമ്മൾ എടുക്കാച്ചാണ് നമുക്ക് എവരി 5 ഇയർ ആണ് നമുക്ക് പ്രീമിയത്തിന് വർധനം ഉണ്ടാവുള്ളൂ, വ്യക്തിഗത പോളിസി, ഫാമിലി പോളിസി ഒക്കെ. പക്ഷെ ഗ്രൂപ്പ് പോളിസി ആണെങ്കിൽ അതിന്റെ ക്ലെയിം റേഷ്യോ ഇപ്പോൾ 150% ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ അടുത്ത കൊല്ലം ഒരു 50% പ്രീമിയം കൂട്ടും, 50-60% കൂട്ടും ചിലപ്പോ. അതൊരു പൊതു സ്വഭാവമാണ് ഇന്ത്യയിലുള്ള എല്ലാ കമ്പനികളും. കാരണം ഈ കമ്പനികൾക്ക് ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസിൽ ഒരു 20% കമ്പനികളെ
ലാഭത്തിൽ പോകുന്നുള്ള 80% കമ്പനികളും ഗ്രൂപ്പ് ഇൻഷുറൻസിൽ നഷ്ടത്തിലാണ് ഇന്ത്യയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ സർക്കാരിന്റെ തന്നെ ഒരു പദ്ധതി എടുത്തു നോക്കിയാൽ തന്നെ നമുക്കറിയാം, അതിൽ ക്ലെയിം റേഷ്യോ കൂടുതൽ. കാരണം ഈ വർഷം ഞാൻ കണ്ടത്, വായിച്ചതാണ് പത്രത്തിൽ നിന്ന്, അടുത്ത വർഷം ഈ പ്രീമിയത്തിലല്ല ഇതിനേക്കാൾ ഒരു 50% പ്രീമിയം കൂടുന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സർക്കാരിന്റെ മെഡിസെപ്പ് അത് ആർക്കും, കാരണം ഇതൊരു ബിസിനസ് അല്ലേ. സഹകരണ ബാങ്ക് ഒരു ബിസിനസ്സാണ് ചെയ്യണത്, ഇൻഷുറൻസ് കമ്പനിയും ബിസിനസ്സാണ് ചെയ്യണത്. ബിസിനസ് നഷ്ടം ലാഭമൊക്കെ സ്വാഭാവികമാണ്, പക്ഷെ എല്ലാ വർഷവും നഷ്ടത്തിൽ ഓടാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. മാത്രമല്ല ഇപ്പൊ കമ്പനികൾ കുറച്ചുകൂടി വിജിലന്റ് പണ്ടത്തേക്കാളും. പണ്ട് കുറച്ചുകൂടി ലിബറൽ ആയിട്ടൊക്കെ ചെയ്തിരുന്നു, പക്ഷെ ഇപ്പൊ അവർക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് കമ്പനികൾ ലാഭകരമായിട്ട് പ്രവർത്തിക്കണം. അതുകൊണ്ട് നോക്കൂ, പണ്ട് പബ്ലിക് സെക്ടർ കമ്പനികളൊക്കെ വളരെ ലിബറലായിട്ട് പല കാര്യങ്ങളും ചെയ്തു വന്നിരുന്നു. ഇപ്പോ അവരുടെ ഒരു സ്വകാര്യ കൺസൾട്ടന്റിനെ വെച്ചിട്ട് അവരുടെ GMസിനൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ആണ്. എന്തുകൊണ്ട്? ലാഭം ഉണ്ടാക്കണം, അണ്ടർറൈറ്റിംഗ് പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ളത്. അതുകൊണ്ട് ഇപ്പൊ കമ്പനികളൊക്കെ നല്ല പ്രഷറിലാണ്. അവർ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്ര ശ്രമത്തിലാണ് പബ്ലിക് സെക്ടർ കമ്പനികൾ എല്ലാം. ഹലോ. പറയൂ. ഹലോ. പറയൂ സാർ, നമസ്കാരം. എന്റെ പേര് ഗിരീഷാണ്. ഞങ്ങളുടെ സാറിന്റെ ബാങ്ക് സെക്രട്ടറിയാണ്. ഹലോ. പറയൂ. അല്ലേ, ഞങ്ങൾക്ക് ബാങ്കേഴ്സ് ഇൻഡെംനിറ്റി പോളിസിയാണ് ഉള്ളത്. 4 ബ്രാഞ്ചസ് ഉണ്ട്. അപ്പൊ അതിൽ നമ്മള് ഗോൾഡ് ഇൻഷുറൻസ് നടത്തുമ്പോൾ നമ്മൾ ബാങ്ക് ഏജന്റ് പറഞ്ഞതാണ്, ബാങ്ക് ഇൻഡെംനിറ്റി പോളിസിയിൽ എല്ലാ ബ്രാഞ്ചസിനും കൂടിയിട്ടാണ് അത് ഇൻഷുറൻസ് വരുന്നത്. ഓരോ ബ്രാഞ്ചസിന്റെയും ഗോൾഡ് അതിൽ ഇപ്പൊ പ്രത്യേകമായിട്ട് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഹയസ്റ്റ് ആയിട്ട് ഏത് ബ്രാഞ്ചാണോ ഗോൾഡ് പോകുന്നത് അതിന്റെ ഒരു എമൗണ്ടിന്റെ, സാറ് നേരത്തെ പറഞ്ഞ പോലെ ഒരു വർഷം എല്ലാ ബ്രാഞ്ചിന്റെയും ടോട്ടൽ ഗ്രോസ് എടുക്കേണ്ട ആവശ്യമില്ല അല്ലെ? വേണ്ട. അതാണ് നമ്പർ ഓഫ് ബ്രാഞ്ചസ് കൂടുതലുണ്ടെങ്കിൽ പ്രീമിയത്തിൽ ഇളവും കിട്ടും. നമ്പർ ഓഫ് ബ്രാഞ്ചസ് ടോട്ടൽ ഗോൾഡിലാണ് ഓഡിറ്റേഴ്സ് പറയുന്നത്. ഹലോ. ഓഡിറ്റേഴ്സ് അതിൽ നിർബന്ധം പറയാണ്, എല്ലാ ടോട്ടൽ ഗോൾഡും ഇൻഷുറൻസ് വേണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധം പറയണം. അവർക്ക് ബാങ്കേഴ്സ് ഇൻഡെംനിറ്റി പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. അല്ല സാർ, ഒരു കാര്യം ചെയ്തോ, എന്റെ നമ്പർ ഇതൊന്ന് കാണുന്നുണ്ടല്ലോ, 9895768333. അപ്പൊ എന്നെ ഒന്ന് വിളിച്ചാല്, പേഴ്സണലായിട്ട് വിളിച്ചോളൂ. ഞാനിത് നിങ്ങൾക്ക് വേണ്ട അഡ്വൈസ് ഞാൻ തരാം. ഇവിടെ എന്തോ സൗണ്ട് എനിക്ക് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് സംസാരിക്കുമ്പോൾ. ഈ മഴയൊക്കെ ഉള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയാം. ഓക്കെ സാർ, ശരി. വേറെന്തെങ്കിലും ഉണ്ടോ സംശയങ്ങള്? അങ്ങനെയാണെങ്കിൽ നമുക്ക് നിർത്താമോ? അത്യാവശ്യ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. എന്റെ നമ്പർ 9895 9895768333. ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. നമസ്കാരം. പറയൂ. സാർ, ദിനേശാണ്. ദിനേശ്, നമസ്കാരം. ക്ലാസ്സൊക്കെ കേട്ടു, ഉഷാറന്നെ. ഇപ്പം പലർക്കും നേരത്തെ സാറ് പറഞ്ഞ പോലെ അല്ലേ ആ വിഷയമാണ് സംശയം ഉണ്ടാവുക. നമുക്ക് ഏജന്റുമാരെ വിഷയം ഇപ്പം പറഞ്ഞ ബ്രാഞ്ചുകളില് ഓഡിറ്റർമാരൊക്കെ പലപ്പോഴും പറയുന്ന ഒരു സംഭവം തന്നെയാണത്. പക്ഷെ അത് ശരിക്കും അത് ഒരു കോമൺ ആയിട്ട് ഓഡിറ്റേഴ്സിന്റെ ഒരു ആർക്കെങ്കിലും ഒക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാല്, രജിസ്ട്രാർ എടുത്ത് ഒരു കോമൺ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാല്, ആർക്കെന്ത് ആവശ്യങ്ങൾ, ഇൻഷുറൻസ് സംബന്ധമായ ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും വിളിക്കാം. എനിക്ക് കഴിയുന്ന എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്തു തരാം. ഞങ്ങളിപ്പോ കാരണം സഹകരണ മേഖലയിലെ ഏറ്റവും വലിയ ഒരു പ്രസ്ഥാനം മിൽമ. ഈ മിൽമയായിട്ട് ഞാൻ 1987 മുതൽ അസോസിയേറ്റ് ചെയ്യുന്നതാണ്. മിൽമ സഹകരണ മേഖലയിലെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനം ആയതുകൊണ്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അല്ല, അതെ.
അല്ല, പലർക്കും പല ഒരു വിഷയം വരുന്ന നേരം ക്ലെയിമിന്റെ ഒരു വിഷയത്തിലാണ് പലപ്പോഴും ബുദ്ധിമുട്ടുകൾ. ക്ലെയിമില് ഏതെങ്കിലും, അതാണ് ഞാൻ പറഞ്ഞത്, നിലവിൽ ഏതെങ്കിലും കമ്പനികളിൽ ഏതെങ്കിലും പോളിസികളിൽ ക്ലെയിം സംബന്ധമായ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫ്രീ അഡ്വൈസ് ഞങ്ങൾ തരാൻ തയ്യാറാണ്. ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പൊ സംഘങ്ങളെ എല്ലാവരും അല്ല, ഒരു താലൂക്കിൽ ഒരു 10-25 സംഘങ്ങൾ ഒന്നിച്ചു കൂടി എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഇത് എടുക്കാൻ പറ്റുന്നതാണോ? ഒരു സ്ഥാപനത്തിന് മാത്രമായിട്ട് ഇരിക്കില്ല അങ്ങനെ എടുക്കുക? അങ്ങനെ ഈ പോളിസിയോ ഈ ഏജന്റുമാരുടെയായാലും നമ്മുടെ നേരത്തെ പറഞ്ഞത് ഗോൾഡിന്റെ അതൊന്നും അങ്ങനെ എടുക്കാൻ പറ്റുന്നതായിരിക്കില്ലല്ലോ അല്ലെ? ഒരു സ്ഥാപനത്തിന് സെപ്പറേറ്റ് ആയിരിക്കും. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഗ്രൂപ്പ് പോളിസി ഉള്ള ഗ്രൂപ്പ് PA-മാരുള്ളതൊക്കെ വേണമെങ്കിൽ ഒരു സർക്കിൾ യൂണിയനോ താലൂക്കോ ഒക്കെ വെച്ചിട്ട് PA പോളിസി ആളുകളുടെ എണ്ണം കൂടുതലോട് നമുക്ക് റേറ്റ് കുറച്ച് തരാൻ പറ്റും. PA പോളിസി പിഗ്മിന്റെ വേണേലും അങ്ങനെ കൊടുക്കാം. പിന്നെ ഡോറിന്റെ പ്രശ്നം വരുന്നില്ല, അങ്ങനെ കൊടുക്കാൻ പറ്റും. കോമൺ ആയിട്ട് ഒന്നിച്ചില്ലേ? ഒന്നിച്ച് വേണമെങ്കിൽ ഒന്നിച്ച് കൊടുക്കാം, പ്രശ്നം. അത് നല്ലൊരു കാര്യമാണ്. നമ്മൾ കാണും പോലെയല്ല. അങ്ങനെ ഒരു വിഷയം ഉണ്ടായപ്പോ വിഷയമല്ല, അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങപ്പാണ് ഞാനിതിൽ ചെയ്തത്. ആരെങ്കിലൊക്കെ ഇനീഷ്യേഷൻ എടുത്താലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുള്ളൂ. അതെ, അത് സംഭവിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞൊരു കാര്യമില്ല. ഞാനൊരു സ്ഥലത്ത് പോയപ്പോ എന്നോട് പറഞ്ഞു 2 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപയാണ് അല്ലെ കഴിഞ്ഞ ഞാൻ കണ്ടൊരു സ്ഥലത്ത് പോയപ്പോ പറഞ്ഞു. ഇഷ്ടപ്പെട്ടെ പെൻഷൻ കൊണ്ടുപോകുന്ന ഒരാൾക്ക് കഴിയുന്ന പോയെന്ന് പറഞ്ഞു. ഒന്നും ചെയ്തില്ല, അവര് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കും അറിയില്ല, ആർക്കും നമ്മൾ പെട്ടെന്നേ അപ്പോഴാണല്ലോ അതിനൊരു ഇത് വന്നത്. അതിപ്പോ ഈ അറിഞ്ഞ സ്ഥിതിക്ക് എല്ലാരും ചെയ്യാൻ ശ്രമിച്ചാൽ അത് നല്ല കാര്യം തന്നെയായിരിക്കും. ആയിക്കോട്ടെ, ഒരുപാട് വിവരങ്ങൾ തന്നതിന് തീർച്ചയായിട്ടും. ഓക്കെ, ഡൗട്ട് ഇതാണ്. നമ്മളിപ്പം ബാങ്കേഴ്സ് ഇൻഡെമിനിറ്റിയില് സൈബർ സെക്യൂരിറ്റിയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ഇൻഷുർ ചെയ്യാം. അപ്പം അതില് ഇപ്പം മിക്കവാറും സംഘങ്ങൾ ഇപ്പൊ നടക്കുന്ന ഒരു കേസ്, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻസ് നടന്നിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്തു പോകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ഈ ഇതിന്റെ പ്രൊവിയില് നമുക്ക് ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് പറയാം. അന്യ സംസ്ഥാനം ഫിഷിംഗ് ആയിക്കൊള്ളുന്നില്ല. അവര് ഏതെങ്കിലും ഫ്രോഡ് ട്രാൻസാക്ഷൻസ് അവരിപ്പം ബ്ലാക്ക് മണി ആയിരിക്കാം, എന്തായാലും ആരെങ്കിലും വഞ്ചിച്ചെടുത്ത ക്യാഷ് പല അക്കൗണ്ടിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്ത് പോകണം. ലാസ്റ്റ് സൈബർ സെൽ നോക്കുന്ന സമയത്ത് ബാലൻസ് ഉള്ളത് നമ്മുടെ സംഘത്തിന്റെ അക്കൗണ്ടിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ അവിടെ കംപ്ലൈന്റ് കൊടുക്കും. ഈ പർട്ടിക്കുലർ കേസിന്റെ ഒരു കേസ് ഞാൻ എഴുതിയെടുത്തിട്ട് നാളെ സാർ വിളിക്കുമ്പോൾ ഞാൻ ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുത്തിട്ട് ഇൻഷുറൻസ് കമ്പനി കറക്റ്റ് ആയിട്ട് ഒരു മറുപടി വാങ്ങിച്ചു തരാം. കാരണം ഈ സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പുതിയ കാര്യങ്ങളാണ്. പുതിയ കാര്യങ്ങളിൽ നമുക്ക് ക്ലെയിം വന്നിട്ടില്ല ഇതേവരെ. അപ്പൊ കൃത്യമായിട്ട് ഒരു ക്ലെയിമിന്റെ ആംഗിൾ വേണം ഇതിനെ വിശകലനം ചെയ്യാൻ. എന്നിട്ട് ഞാൻ നാളെ എനിക്ക് സാറ് നാളെ ഇന്നൊന്ന് വിളിച്ചോളൂ, ഡേ ടൈമിൽ ഞാൻ ഇതിന്റെ കാര്യങ്ങൾ എഴുതിയെടുത്തോളാം. എഴുതിയെടുത്തിട്ട് ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു മെയിൽ കൊടുത്തിട്ട് ഞാൻ ഓക്കെ, താങ്ക് യു. സാർ, ഒരു സംശയം ചോദിച്ചോട്ടെ? സാർ, ഇപ്പോൾ ഒരു സഹകരണ സംഘം സെക്രട്ടറിക്ക് ഒരു കൈക്കൂലി കൊടുത്തുകൊണ്ട് ഒരു ഇൻഷുറൻസ് കമ്പനി പോളിസി എടുപ്പിക്കുന്ന ഒരു പ്രാക്ടീസ് ഈ മേഖലയിലുണ്ടോ? അങ്ങനെ ചെയ്യാൻ പാടില്ല. അല്ല, അങ്ങനെ ഉണ്ടോ ഇപ്പൊ നിലവിൽ? അല്ല, ഇപ്പോ പല രീതിയിലും പല സ്ഥലത്ത് കേൾക്കുന്നുണ്ട്. പല പൊളിറ്റിക്കലായിട്ടുള്ള ഇങ്ങനെ കുറെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏജൻസിക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാന്നുള്ളതാണ് എനിക്ക് പറയാൻ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏജൻസിക്ക് മാത്രമേ സഹകരണ മേഖലയിലെ ഇൻഷുറൻസ്, ഞാൻ ഒന്ന് ഒരു കാര്യം പറയാം. നമുക്ക് കനറ ബാങ്കിൽ മാത്രമേ അക്കൗണ്ട് തുറക്കാവൂ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. നമുക്ക് റിസർവ് ബാങ്ക് അംഗീകരിച്ച് ഏത് ബാങ്കിൽ തുടങ്ങാനുള്ള അധികാരമുണ്ട് എല്ലാവർക്കും, അല്ലേ? ഇൻക്ലൂഡിങ് സഹകരണ ബാങ്ക്. അപ്പോ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നതിൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായം, ചെയ്യുന്നതിൽ ആർക്കോ എന്തൊക്കെ താല്പര്യങ്ങൾ, അല്ലെങ്കിൽ ഈ മാർക്കറ്റ് ഫ്രീ ആയിട്ട് അങ്ങനെ വിടുമ്പോഴല്ലേ കാര്യത നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ അതിലൊരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് നിലനിൽക്കുന്നതാണ്.
ഹലോ. സാർ ക്ലിയർ ആയി. സാറേ നമുക്ക് പ്രോഗ്രാം അതിന്റെ ചെയ്യാന്നോ? യെസ് സർ. സാറേ നമ്മുടെ ദിനേഷ് കാന്തന്നൂർ സാർ ഉണ്ടോ മീറ്റിംഗിലുണ്ടോ? ദിനേഷ് സാറേ. ഉണ്ട് ദിനേശ് സാർ ഉണ്ട്. സാറേ ഒരു താങ്ക്സ് പറയാമോ? ദിനേശ് മീറ്റിംഗിലുണ്ട്, പക്ഷെ അറ്റൻഡ് ചെയ്യുന്നുണ്ടോന്നറിയില്ല. ഓക്കെ. അപ്പോൾ ഞാൻ തന്നെ വേറെ ആർക്കെങ്കിലും ഈ മീറ്റിംഗിൽ പങ്കെടുത്തവർക്കൊരു നമ്മുടെ വിശ്വാസ് സാറിനൊരു നന്ദി പറയാമോ? സഹകരണ വീക്ഷണം കൂട്ടായ്മയുടെ പേരിൽ. അപ്പോൾ വളരെ മികച്ച രീതിയിൽ, അതായത് കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് ഏറ്റവും ഉതകുന്ന രീതിയിൽ, അഭികാമ്യമായ രീതിയിൽ നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ സ്ഥാപനങ്ങളെ ഇൻഷുറൻസ് പരിരക്ഷ നൽകി സംരക്ഷിക്കാമെന്നും ഏതൊക്കെ പോളിസികൾ നമ്മൾ എങ്ങനെയൊക്കെ തിരഞ്ഞെടുക്കണമെന്നും അതിൻ്റെ എല്ലാവിധ കാര്യങ്ങളും വളരെ ചിട്ടയോടും കൂടിയ, അതായത് നമ്മുടെ ഒരു ഇൻഷുറൻസ് മേഖലയിൽ നമുക്ക് സഹകരണ വീക്ഷണം കൂട്ടായ്മ ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചപ്പോൾ നമ്മൾ മറ്റ് എല്ലാ മാനദണ്ഡങ്ങളും മാറ്റിവെച്ച് നമ്മുടെ പ്രിയപ്പെട്ട വിശ്വാസ് സാറിനെ ക്ഷണിച്ച് തന്നെ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ ഇൻഷുറൻസ് മേഖലയിൽ ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിന്റെ അനുഭവജ്ഞാനം ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ വളരെ നന്ദിയോടുകൂടി കേരളത്തിലെ സഹകരണ മേഖലയിലെ ഏറ്റവും വലിയ കൂട്ടായ്മയായിട്ട് വന്നിട്ടുള്ള കഴിഞ്ഞ 8 മാസങ്ങളായി നിരവധി വിഷയങ്ങൾ, ഇതിപ്പോൾ നമ്മുടെ 19ാമത്തെ പ്രോഗ്രാമാണ് സഹകരണ വീക്ഷണം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ട്രെയിനിങ് പ്രോഗ്രാം. സൗജന്യമായി കേരളത്തിലെ സഹകാരികൾക്ക് അറിവുകൾ പ്രദാനം ചെയ്യുന്നതിനും ഈ മേഖലയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് പിടിച്ചുയർത്തുന്നതിനും വേണ്ടി നമ്മൾ ഒരു കൂട്ടായ്മയായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ സഹകരണ വീക്ഷണം കൂട്ടായ്മയുടെ പേരിൽ, കേരളത്തിലെ സഹകാരികളുടെ പേരിൽ അദ്ദേഹത്തിനോട് വിശ്വനാഥ് സാറിനോട് നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സർ, താങ്ക് യു. അപ്പൊ എല്ലാവർക്കും പ്രത്യേകം നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് നൈറ്റ്.